ഡിയർ ഫ്രണ്ട്സ്, ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുടെ അവസാന ഭാഗമാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. റെക്കോർഡ് റൂമിലെ കമ്പ്യൂട്ടറിൽ റോഷനും ദുർഗയും ആരതി എന്ന പേര് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴും തൊട്ടടുത്തുള്ള കസേരയിൽ ചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു ഹേമന്ത്. ആരതി എന്ന പേര് താൻ എവിടെയോ കേട്ടതായി നല്ല പരിചയം തോന്നിയ പോലെ ഉണ്ടായിരുന്നു ഹേമന്തിന്. ദുർഗ കമ്പ്യൂട്ടറിലെ ഓരോരോ ഫയലുകൾ തുറന്ന് പരിശോധിച്ചുകൊണ്ടിരുന്നു. നമ്മൾ കരുതുന്നത് പോലെ ആരതി എന്നാണ് പേരെങ്കിൽ ഇനി രണ്ടുപേര് കൂടി കൊല്ലപ്പെടും. ഡെഡ് ബോഡിയുടെ നെഞ്ചിൽ മാർക്ക് ചെയ്തിരുന്നതിൽ ടി വരെ ആയിട്ടേ ഉള്ളൂ. എച്ച് വൈ ഇനിയും ബാക്കിയാണ്. ഹേമന്ത് പറഞ്ഞത് കേട്ട് ദുർഗയും റോഷനും തിരിഞ്ഞു നോക്കി. ആരതി ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അവളുമായി ബന്ധമുള്ളവരിൽ നിന്നും ഈ കൊലയാളിയെ കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നു. റോഷൻ പറഞ്ഞത് ശരിയാണെന്ന് ദുർഗയ്ക്കും തോന്നി. ഇതെവിടെ തുടങ്ങണമെന്നറിയാതെ നമ്മൾ എന്തു ചെയ്യാനാ? ദുർഗയുടെ വാക്കുകളിൽ ഒരു നിരാശയുടെ നിഴലുണ്ടായിരുന്നു. പെട്ടെന്ന് താനിരുന്ന കസേരയുടെ ഹാൻഡ് റെസ്റ്റിൽ ആഞ്ഞിടിച്ചുകൊണ്ട് ഹേമന്ത് പറഞ്ഞു, യെസ്, ഐ ഗോട്ട് ഇറ്റ്. ദുർഗയും റോഷനും നോക്കി. ഹേമന്ത് തുടർന്നു, 2013 പാലക്കാട്ടെ ഹിസ്റ്ററി സെർച്ച് ചെയ്. ഐ ജി ആയിരുന്ന അലിസാർ അന്വേഷിച്ച കേസ്, സുനി പ്രതിയായിട്ടുള്ള ആ കേസ്. ദുർഗ തിരിഞ്ഞ് കമ്പ്യൂട്ടറിൽ എന്തോ ടൈപ്പ് ചെയ്തു. ഹേമന്ത് തന്റെ കസേരയിലിരുന്നു. ഈ സമയം എല്ലാവരുടെയും കണ്ണുകൾ ആ മോണിറ്ററിലായിരുന്നു. തുറന്നു വന്നിരുന്ന ആ ഫയലിൽ കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരുന്നു. ദുർഗ അത് വായിച്ചതിനു ശേഷം പറഞ്ഞു, 2013 സെപ്റ്റംബർ 20 വെള്ളിയാഴ്ച പാലക്കാട് ടൗണിലെ 3 സ്റ്റാർ ഹോട്ടലിൽ നടത്തിയ റെയ്ഡിലാണ് ആരതിയും സുനിയും പിടിയിലാവുന്നത്. സ്റ്റേഷനിൽ വന്ന ശേഷമുള്ള വിശദമായ തിരച്ചിലിൽ ആരതിയുടെ ബാഗിൽ നിന്നും 200 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തിരുന്നു. കോടതി അവരെ 15 ദിവസം റിമാൻഡ് ചെയ്തു. തുടർന്ന് ജാമ്യത്തിലിറങ്ങിയ ആരതി ആത്മഹത്യ ചെയ്തു. ഇത് മുഴുവൻ കേട്ടിരുന്ന ശേഷം ഹേമന്ത് ചോദിച്ചു, ഒരു SI റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട ഹോട്ടൽ റെയ്ഡ് ഒരു IG നേരിട്ട് ചെയ്യുക? FIR എഴുതിയതും അദ്ദേഹം തന്നെ. സംതിങ് ഈസ് ഫിഷി. അത് ശരിയാണ് സർ. ഒരു ഹോട്ടൽ റെയ്ഡൊക്കെ SIക്കോ CIക്കോ ചെയ്യാവുന്ന ജോലിയല്ലേ ഉള്ളൂ. പിന്നെ എന്തിനായിരിക്കും? ദുർഗ മുഴുവിപ്പിക്കുന്നതിന് മുമ്പ് ഹേമന്ത് ചോദിച്ചു. അവളുടെ ഫോട്ടോ വല്ലതും ഉണ്ടോ? ഒന്നുകൂടെ ചെക്ക് ചെയ്ത ശേഷം ദുർഗ പറഞ്ഞു, ഉണ്ട്, പക്ഷേ ഇങ്ങനെയാ. ദുർഗ ഫോട്ടോ വലുതാക്കി കാണിച്ചു. അതിലവൾ തന്റെ മുഖം ചുരിദാറിന്റെ ഷാളുകൊണ്ട് മറച്ചിരുന്നു. ഹേമന്ത് വീണ്ടും ചിന്താമഗ്നനായിരുന്നു. അതിനെന്താ, FIRൽ വിലാസം ഉണ്ടാവില്ലേ? നമുക്ക് അവിടെ വരെ പോയി നോക്കാം. അവളുമായി ബന്ധമുള്ള ആരെങ്കിലും പറ്റിയുള്ള വിവരം കിട്ടാതിരിക്കില്ല. റോഷനാണത് പറഞ്ഞത്. കേട്ടുകൊണ്ടിരുന്ന ഹേമന്തിന്റെ കണ്ണുകൾ വിടർന്നു. ദുർഗ, ആ വിലാസം കുറിച്ചെടുക്ക്. ദുർഗ മോണിറ്ററിൽ നോക്കി ഒരു പേപ്പറിലേക്ക് അത് കുറിച്ചെടുത്തുകൊണ്ടിരുന്നു. ഹേമന്ത് തുടർന്നു, അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പുറപ്പെടുന്നു പാലക്കാട്ടേക്ക്. നമുക്ക് വേണ്ടത് 3 കാര്യങ്ങളാണ്. ഈ കേസിന്റെ വിശദാംശം, ആരതിയുടെ സ്വഭാവം, പിന്നെ അവളുമായി അടുത്ത് ബന്ധമുള്ള ആരെങ്കിലും പറ്റിയുള്ള വിവരം. വിലാസം എഴുതിയ പേപ്പർ ദുർഗ ഹേമന്തിനെ ഏൽപ്പിച്ചു. ഹേമന്ത് അത് തുറന്ന് വായിച്ചു. സമയം രാവിലെ 7 മണി കഴിഞ്ഞതേയുള്ളൂ. ഹൈവേയിലൂടെ ACPയുടെ കാർ വളരെ വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരുന്നു. റോഷൻ ഡ്രൈവ് ചെയ്തിരുന്ന ആ കാറിന്റെ പിൻസീറ്റിലായിരുന്നു ഹേമന്ത് ഇരുന്നത്. ദുർഗ മുന്നിലും ഇരിക്കുന്നുണ്ടായിരുന്നു. എന്തുപറ്റി സർ, ഡ്രൈവറെ വിളിക്കാതിരുന്നത്? ഒന്നും സംസാരിക്കാതിരുന്ന ഹേമന്തിനെ നോക്കി ദുർഗയാണത് ചോദിച്ചത്. അത് പിന്നെ ഇന്നലെ രാത്രി റോഷനെ വിളിച്ചിരുന്നു. ഡ്രൈവറെ കൂട്ടണ്ടെന്ന് പറഞ്ഞത് ഇയാളാ. വണ്ടി ഇയാൾ ഓടിച്ചോളാന്ന് പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു അതാ നല്ലതെന്ന്. രാമേട്ടനാണെങ്കിൽ ഇന്നത്തെ ദിവസം മുഴുവനും യാത്ര തന്നെയായിരിക്കും. പുള്ളി 50-ന് മേളിൽ വണ്ടി ഓടിക്കില്ലല്ലോ. ഹേമന്ത് പറഞ്ഞത് കേട്ട് റോഷനും ദുർഗയും ചിരിച്ചു. അത് ശരിയാ, രാമേട്ടൻ ഭയങ്കര സ്ലോ ആണ്. റോഷൻ അത് പറയുമ്പോൾ വണ്ടിയുടെ സ്പീഡ് 100 കടന്നിരുന്നു. കുറച്ചു സമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം ദുർഗ ചോദിച്ചു, സാറിന് വിരോധമാവില്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ? കേസിനെ പറ്റിയാണെങ്കിൽ ഇങ്ങനെയൊന്നും മിണ്ടാതെ പോകുന്നത് തന്നെയാ നല്ലത്. ഹേമന്ത് ചിരിച്ചുകൊണ്ടാണത് പറഞ്ഞത്. അല്ല സാർ, രേണുകയെക്കുറിച്ചാണ്. നിങ്ങൾ തമ്മിൽ എവിടെ വെച്ചാണ്? ദുർഗ അത് ചോദിച്ച ഉടനെ ഹേമന്ത് സീറ്റിൽ ഒന്നുകൂടി കയറിയിരുന്നു. അത് കണ്ട് ദുർഗ ചോദിച്ചു, സാർ, ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും? ഹേമന്ത് ഇടയ്ക്ക് കയറി പറഞ്ഞു, നോ, ഇറ്റ്സ് ഓൾ റൈറ്റ്. രേണു, അവളെക്കുറിച്ച് പറയുന്നത് തന്നെ ഒരു സന്തോഷമാണ്. ദുർഗ പുറകിലേക്ക് തിരിഞ്ഞിരുന്നു. റോഷൻ മിററിലൂടെ ഹേമന്തിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഹേമന്ത് തുടർന്നു, എന്റെ എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞ് 2 വർഷത്തോളം വിവിധ കോളേജുകളിൽ ഗസ്റ്റ് ലെക്ചറായി ജോലി നോക്കിയ ശേഷമാണ് പാലക്കാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഞാൻ എത്തുന്നത്. അന്ന് അവൾ അവിടെ ഫൈനൽ ഇയർ BScക്ക് പഠിക്കുകയാണ്. ഇവൾക്കൊരു 8 പേരടങ്ങുന്ന ഒരു ഗ്യാങ് ഉണ്ട്. കോളേജിൽ അവരെ വിളിച്ചിരുന്നത് അവഞ്ചേഴ്സ് എന്നായിരുന്നു. ശരിക്കും നൊട്ടോറിയസ് ഗ്യാങ്. ഇവളായിരുന്നു ലീഡർ. പോരാത്തതിന് ആർട്സ് ക്ലബ്ബ് സെക്രട്ടറിയും. അവിടെ നിന്നാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നത്. തുടക്കത്തിൽ തന്നെ മനസ്സിലായി ഇത് ഫ്രണ്ട്ഷിപ്പിൽ ഒതുങ്ങി നിൽക്കില്ലെന്ന്. പിന്നെ അങ്ങോട്ട് പ്രണയിച്ചു. എൻ്റെ ട്രെയിനിങ് ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് കാര്യം അവതരിപ്പിച്ചു. അച്ഛൻ ആദ്യമേ ഉടക്കി.
കാരണം വേറൊന്നല്ല, അവളൊരു അനാഥയാണ്. അച്ഛനുപേക്ഷിച്ച് പോയ അവൾക്ക് ചെറുപ്പം മുതലേ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 5 വയസ്സിൽ അമ്മയും മരിച്ചതോടെ അവൾക്ക് ആരുമില്ലാണ്ടായി. പിന്നീട് അവൾ വളർന്നതും പഠിച്ചതുമെല്ലാം മലമ്പുഴയ്ക്കടുത്തുള്ള ഒരു അനാഥാശ്രമത്തിലാണ്. പിന്നെ 2 മാസം മുന്നെയാണ് അച്ഛൻ സമ്മതിക്കുന്നത്. അതും അമ്മ പറഞ്ഞിട്ടാണ്. അടുത്ത വർഷം കല്യാണം ഉണ്ടാവും. ഹേമന്ത് പറഞ്ഞു നിർത്തി. ദുർഗ മുഴുവനും കേട്ട ശേഷം ചോദിച്ചു, സാറിന് വലിയ മനസ്സാണ് ഒരു അനാഥ പെൺകുട്ടിയെ ജീവിത പങ്കാളിയാക്കാനായിട്ട്. ദുർഗ മുഴുവിപ്പിക്കുന്നതിന് മുന്നേ ഹേമന്ത് പറഞ്ഞു, നമ്മുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി നമ്മുടെ കൂടെ നിന്ന് അത് നേടിയെടുക്കാനുള്ള ധൈര്യവും പ്രോത്സാഹനവും എല്ലാം തരുന്ന ഒരു ജീവിത പങ്കാളിയെ കിട്ടുക എന്നത് ഭാഗ്യമാണ്. എനിക്കുണ്ടായതും അതുപോലൊരു ഭാഗ്യമാണ്. 2 തവണ തോറ്റു പിന്മാറിയ എൻ്റെ IPS മോഹം പിന്നെയും ഉദിക്കാനും ഇപ്പോൾ ഈ കാറിലിരുന്ന് നിങ്ങളോട് സംസാരിക്കാനും എന്നെ പ്രാപ്തനാക്കിയത് എൻ്റെ രേണുവാണ്. തൻ്റെ നിറഞ്ഞ കണ്ണുകൾ ദുർഗ കാണാതിരിക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചു. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഹേമന്ത് പറഞ്ഞു, നല്ല ഹോട്ടൽ എവിടെയും കാണുകയായി നിർത്തണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാകും യാത്ര. റോഷൻ അതിന് തലയാട്ടുക മാത്രമാണ് ചെയ്തത്. 110 കിലോമീറ്ററിന് മേൽ സ്പീഡിൽ പായുന്ന ആ കാറിന്റെ സൈറൻ മുഴങ്ങി കേൾക്കാമായിരുന്നു. അറവക്കാട് ശിവക്ഷേത്രം കഴിഞ്ഞ് വലത്തേക്കുള്ള വഴിയിൽ ഇടതുവശത്തെ 4ാമത്തെ വീട്ടിൽ വണ്ടി നിർത്തി. ക്ഷേത്രത്തിന് മുന്നിലുള്ള ചായക്കടയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞതനുസരിച്ചാണ് ഹേമന്തും കൂട്ടരും ആ വീടിന് മുന്നിലെത്തിയത്. വീട്ടുമുറ്റത്തെത്തിയതും റോഷൻ കോളിംഗ് ബെല്ലടിച്ചു. 60 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരാൾ വന്ന് വാതിൽ തുറന്നു. ഹേമന്ത് തന്റെ ID കാർഡ് എടുത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞു, ACP ഹേമന്ത്, ഒരു കേസിന്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാനാണ് ഞങ്ങൾ വന്നത്. അയാൾ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. നല്ല ഭംഗിയായി അടുക്കും ചിട്ടയോടും സൂക്ഷിച്ചിരുന്ന വീടായിരുന്നു അത്. അകത്ത് കയറിയിരിക്കുന്നതിന് മുമ്പേ ഹേമന്ത് ആ മുറിയിലാകെ ഒന്ന് കണ്ണോടിച്ചു. ഭിത്തിയിൽ നല്ല ഭംഗിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഫ്രെയിം ചെയ്ത് കുറച്ച് ഫോട്ടോസ് അയാൾ ശ്രദ്ധിക്കാതിരുന്നില്ല. ഇരുന്നുടനെ ഹേമന്ത് ചോദിച്ചു, ജനാർദ്ദനൻ നായർ അല്ലേ? ഇവിടെ ഒറ്റയ്ക്കാണോ താമസം? ഒറ്റയ്ക്കല്ല, ഭാര്യയുണ്ട്, അമ്പലത്തിൽ പോയിരിക്കുകയാണ്. ഇവിടെ നിങ്ങളെ കൂടാതെ വേറെ ആരാ താമസം? ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു മോളുള്ളത് കല്യാണം കഴിഞ്ഞ് അമേരിക്കയിൽ താമസിക്കുകയാണ്. ഭിത്തിയിലുള്ള ഫോട്ടോയിലേക്ക് ചൂണ്ടിക്കാണിച്ചാണ് അയാളത് പറഞ്ഞത്. ഞങ്ങളിപ്പോൾ വന്നത് ഒരു പെൺകുട്ടിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാനാണ്. ആരതി? ആ പേര് കേട്ടപ്പോഴുള്ള അയാളുടെ ഭാവവ്യത്യാസം ഹേമന്ത് ശ്രദ്ധിക്കാതിരുന്നില്ല. ഹേമന്ത് തുടർന്നു, ഒരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ ഫയൽ നോക്കിയപ്പോൾ ഇവിടുത്തെ വിലാസമാണ് കണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഹേമന്ത് പറഞ്ഞു നിർത്തി. ആരതി ഒരു നിലവിളക്ക് പോലുള്ള കുട്ടിയായിരുന്നു അവൾ. ഇവിടെ ചെറുപ്പളശ്ശേരിയിൽ ഒരു സ്കൂളിൽ ടീച്ചറായിരുന്നു. എല്ലാവരോടും സ്നേഹം മാത്രമുള്ള കുട്ടി. എൻ്റെ ചക്കിയേക്കാൾ എനിക്കിഷ്ടം അവളോടായിരുന്നു. അയാളിത് പറഞ്ഞപ്പോൾ ഹേമന്തിന് മനസ്സിലാവാത്തതുപോലെ തോന്നി. അയാൾ തുടർന്നു, ചക്കി എന്ന് പറഞ്ഞത് എൻ്റെ മോളാ, ശ്വേത. 8 വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞു. ഓ, അത് ശരി. ആരതി മുകളിലത്തെ പോർഷനിലാണോ താമസിച്ചിരുന്നത്? ഹേമന്ത് ചോദിച്ചു. അല്ല, അന്ന് മുകളിൽ താമസിച്ചിരുന്നത് ഒരു ബാങ്ക് ജോലിക്കാരനും കുടുംബവുമാണ്. ആരതി ചക്കിയുടെ കൂടെയായിരുന്നു, താഴത്തെ മുറിയിൽ. പിന്നെ എങ്ങനെയാ FIRലെ അഡ്രസ്സിൽ നിങ്ങളുടെ പേര് വന്നത്? റോഷന്റെ ചോദ്യത്തിന് കുറച്ച് ആലോചിച്ചിട്ടാണ് അയാൾ ഉത്തരം പറഞ്ഞത്. അത് സ്കൂൾ ID കാർഡിലേക്ക് വേണ്ടി ഒരു ലോക്കൽ അഡ്രസ്സ് വേണ്ടി വന്നപ്പോൾ കൊടുത്തതാണ്. ഈ ആരതിയുമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാ പരിചയം? ദുർഗയുടെ ചോദ്യത്തിന് അയാൾ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു. എൻ്റെ സുഹൃത്ത് പരമേശ്വരൻ ചേർത്തലയ്ക്കടുത്താണ് താമസം. കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാതിരുന്നവര് കുറച്ച് അനാഥരായ പെൺകുട്ടികളെ സംരക്ഷിച്ചു പോന്നിരുന്നു. എൻ്റെ ചക്കിയെ എനിക്ക് കിട്ടിയതും അവിടെ നിന്നായിരുന്നു. ആരതിയും അവിടെ തന്നെ വളർന്നതാണ്. എല്ലാ വർഷവും വിഷു ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ആഘോഷിച്ചിരുന്നത്. അങ്ങനെ ചെറുപ്പം മുതലേ ആരതിയെ എനിക്കറിയാം. ഇവിടുത്തെ സ്കൂളിൽ ജോലി ശരിയായപ്പോൾ ഞാനാണ് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. ആ കേസിൽ ആസ്പദമായ സംഭവം ഉണ്ടായ ദിവസം എന്താ സംഭവിച്ചെന്ന് പറയാമോ? ചോദ്യം ചോദിച്ച റോഷനെ അയാളൊന്ന് നോക്കിയ ശേഷം പറഞ്ഞു തുടങ്ങി. ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം സാറേ, അവൾ അങ്ങനെയുള്ള ഒരു കുട്ടിയല്ല. ഞാൻ അവളെ അവസാനമായി കാണുന്നത് 2013 സെപ്റ്റംബർ 15 ഉച്ചയ്ക്കാണ്. ഞങ്ങൾ എല്ലാ ദിവസത്തെയും പോലെ ഒരുമിച്ചാണ് ഊണ് കഴിച്ചത്. ഇവിടെ നിന്നും ഉച്ച കഴിഞ്ഞാണ്, ഏകദേശം 2 മണി കഴിഞ്ഞ് കാണും പോകുമ്പോൾ. പിറ്റേന്ന് അവൻ്റെ പിറന്നാളായിരുന്നു, പരമേശ്വരൻ്റെ. അതാണ് തിരക്കിട്ട് അവൾ പോയത്. അന്ന് ഞാൻ കൊണ്ടുപോയി ബസ് കയറ്റി വിട്ട കുട്ടിയാ 20-ാം ദിവസം രാവിലെ ആത്മഹത്യ ചെയ്തത്. ആ കേസ് മുഴുവൻ കളവാണ് സാറേ. എൻ്റെ കുട്ടി അത്തരക്കാരിയല്ല. അവളൊരിക്കലും അങ്ങനെ ചെയ്യില്ല. തൻ്റെ മുഖത്തു നിന്നും കണ്ണട മാറ്റി നിറഞ്ഞു നിന്ന കണ്ണുകൾ അയാൾ മുണ്ടിൻ്റെ തല കൊണ്ട് തുടച്ചു. ആ കുട്ടിയുടെ സാധനങ്ങളൊക്കെ? ഹേമന്ത് മുഴുവിപ്പിക്കുന്നതിന് മുമ്പേ അയാൾ മറുപടി പറഞ്ഞു. ആ മുറിയിലാണ് സാറേ. വരൂ, ഞാൻ കാണിച്ചു തരാം. അവരെല്ലാവരും അയാളുടെ പുറകെ ആ മുറിയിലേക്ക് നടന്നു. ആ മുറിയിൽ കയറിയതും ഹേമന്ത് അയാളോട് ചോദിച്ചു, ആ, ശ്വേതയുടെയും ഭർത്താവിൻ്റെയും പാസ്പോർട്ടിൻ്റെ കോപ്പി എനിക്കൊന്ന് വേണം. പിന്നെ ആ ചേർത്തലയിലെ അഡ്രസ്സും. എൻ്റെ കയ്യിലുണ്ട് സാർ, ഞാൻ എടുത്തിട്ട് വരാം. അയാൾ അവരെ അവിടെ നിർത്തിയിട്ട് മറ്റൊരു മുറിയിലേക്ക് കയറിപ്പോയി. ഉടനെ ഹേമന്ത് പറഞ്ഞു, സെർച്ച് എവരിത്തിങ്. എന്തെങ്കിലും ലീഡ്സ് കിട്ടുമോ എന്ന് നോക്ക്.
എസ്പെഷ്യലി കണക്റ്റിംഗ് ടു സംവൺ. അവർ ആ മുറിയിലാകെയൊന്ന് പരതി. നിരാശയായിരുന്നു ഫലം. കുറച്ചു കഴിഞ്ഞ് അയാൾ കുറച്ച് കടലാസുമായിട്ട് വന്നു. ഹേമന്ത് അത് വാങ്ങി മറിച്ചു നോക്കി. പാസ്പോർട്ട് കോപ്പികളും വിലാസവുമായിരുന്നു അത്. ആ മുറിയിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് ഹേമന്ത് ചോദിച്ചു, ആരതിക്ക് പ്രേമം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അയാൾ കുറച്ചുനേരം ചിന്തിച്ചിട്ടാണ് മറുപടി പറഞ്ഞത്. ഒരു ചെറുപ്പക്കാരൻ പലപ്പോഴും ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോകാറുണ്ട്. അവളോട് ചോദിച്ചപ്പോൾ സമയമാകുമ്പോൾ പറയാമെന്നാ പറഞ്ഞത്. അയാളെ എപ്പോഴെങ്കിലും ശരിക്കും കണ്ടിട്ടുണ്ടോ? അയാളുടെ രൂപം എങ്ങനെയാണെന്ന് വല്ല ധാരണയുണ്ടോ? അയാൾ ഒരു തവണയേ ഇവിടെ വന്നിട്ടുള്ളൂ. ആരതിയുടെ മരണം കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞ്. അവളുടെ മുറിയിൽ കയറി എന്തൊക്കെയോ എഴുതുകൊണ്ട് പോയി. അയാളുടെ രൂപം? നല്ല പൊക്കവും അതിനൊത്ത ശരീരവും. കണ്ണട വെച്ചിട്ടുണ്ട്. ഏകദേശം അവളുടെ പ്രായം വരും. എന്താ സാർ ചോദിച്ചേ? ഏയ് ഒന്നുമില്ല. എന്നാ ഓക്കെ മിസ്റ്റർ ജനാർദ്ദനൻ നായർ. താങ്ക് യു ഫോർ യുവർ ടൈം. അവർ 3 പേരും കാറിൽ കയറി. ആ പേപ്പറുകൾ ദുർഗയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഈ പാസ്പോർട്ടുകളുടെ എൻട്രി എക്സിറ്റ് ഡീറ്റെയിൽസ് എടുക്കണം. ഈ അടുത്തെപ്പോഴെങ്കിലും അവർ വന്നുപോയിട്ടുണ്ടെങ്കിലോ? ഓക്കെ സാർ. ദുർഗ അത് വാങ്ങിവെച്ചു. റോഷൻ വണ്ടി തിരിച്ചു. അവർ വന്ന വഴി തിരിച്ചുപോയി. ജനാർദ്ദൻ നായരുടെ വീടിനടുത്തേക്ക് 50 കഴിഞ്ഞൊരു സ്ത്രീ നടന്നു വരുന്നുണ്ടായിരുന്നു. വൈകിട്ട് 4:30 മണിയോടെയാണ് റോഷനും ഹേമന്തും ചേർത്തലയിലേക്ക് തിരിച്ചത്. പാലക്കാട് പോയി വന്ന ശേഷം ശ്വേതയുടെയും ഭർത്താവ് അരവിന്ദന്റെയും പാസ്പോർട്ട് ഡീറ്റെയിൽസ് എടുത്തിരുന്നു. അവസാനമായി അവർ പോയത് 2017 ജൂണിലായിരുന്നു. അതിനാൽ ആ സാധ്യതയും അവസാനിച്ചതിന്റെ വിഷമത്തിലായിരുന്നു അവർ. തിരിച്ചുവരവ് വൈകിയാലോ എന്ന് കരുതി അവർ രാംദാസിനെ കൂടെ കൂട്ടിയിരുന്നു. കാറിന്റെ പുറകിലെ സീറ്റിൽ തന്നെയായിരുന്നു ഹേമന്തും റോഷനും ഇരുന്നത്. ഹൈവേയിലെ തിരക്കിലൂടെ വണ്ടി സാവധാനമാണ് നീങ്ങിയത്. പാലക്കാട് നടന്ന ഈ കേസിലെ ആരതിയെ ചുറ്റിപ്പറ്റിയാണ് ഇവിടെ നടക്കുന്ന കൊലപാതക പരമ്പര എന്ന് സാറിന് തോന്നുന്നുണ്ടോ? നമ്മൾ പോകുന്ന വഴി തെറ്റിപ്പോയെന്ന് എനിക്കൊരു തോന്നൽ. റോഷൻ വളരെ സാധാരണമായിട്ടാണ് അത് ചോദിച്ചത്. സി റോഷൻ, ഒരു കേസ് അന്വേഷണത്തിലെ ഉദ്യോഗസ്ഥനെ നയിക്കുന്നത് ഓരോ തോന്നലുകളാണ്. ഈ കേസിൽ IG അലി സാറും സുനിയും മാത്രമേ ഡയറക്റ്റായി ഇൻവോൾവ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ആരുമായും ആ കേസിന് ബന്ധമില്ല. പക്ഷെ എല്ലാവരുടെയും നെഞ്ചിൽ കണ്ട ലെറ്റേഴ്സ്, ആ ഫോറൻസിക് റിപ്പോർട്ട്, പിന്നെ കൊല ചെയ്യപ്പെട്ട രീതിയിലുള്ള സാമ്യം, എല്ലാം കൊലയാളി ഒരാളാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. നെഞ്ചിലുള്ള അക്ഷരങ്ങളാണ് നമ്മളെ ആരതിയിലേക്ക് അടുപ്പിച്ചത്. ഈ 4 പേരിൽ മരിച്ച വേറെ ആർക്കും ഈ കോമ്പിനേഷനിലുള്ള പേരുകളുമായി ബന്ധം നമുക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ ചാർജ് ചെയ്യപ്പെട്ട ഈ കേസിലുള്ള എൻ്റെ സംശയവുമാണ് ഇതിന് പിന്നാലെ പോകാൻ പ്രേരിപ്പിച്ചത്. ഇത് തെറ്റില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഹേമന്ത് പറഞ്ഞത് മുഴുവൻ റോഷൻ കേട്ടിരുന്നു. പക്ഷേ എനിക്കെന്തോ മറിച്ചൊരു തോന്നൽ. എന്താണെന്ന് എനിക്കറിയില്ല. 2013 സെപ്റ്റംബറിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. അന്ന് ഇരിങ്ങാലക്കുടയിലുള്ള തറവാട് വീട്ടിലാണ് അഡ്വക്കേറ്റ് ഹരീഷ് മേനോൻ പ്രാക്ടീസ് ചെയ്യുന്നത്. സുനി വണ്ടി ഓടിക്കുന്നത് പാലക്കാട് ബസ് സ്റ്റാൻഡിൽ. പിന്നെ മേയറുടെ മോൻ പഠിക്കുന്നത് ബാംഗ്ലൂരിൽ. ഇവര് തമ്മിൽ എങ്ങനെ കണക്റ്റ് ആവും? എനിക്കൊരു ഐഡിയയില്ല. അതാ ഞാൻ പറഞ്ഞേ. റോഷൻ പറഞ്ഞ വാദത്തിനെ ഗണ്ണിക്കാനുള്ള പോയിന്റ്സ് ഒന്നും ഹേമന്തിന്റെ പക്കലില്ലായിരുന്നു. സൈഡ് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്ന ഹേമന്തിന് കാറ് റോഡിന്റെ സൈഡിലേക്ക് ഒതുക്കുന്നതായി തോന്നി. എന്തു പറ്റി രാമേട്ടാ? എന്താ വണ്ടി നിർത്തി? കാറ് മുഴുവനായി നിർത്തിയ ശേഷം രാംദാസ് തിരിഞ്ഞ് ഹേമന്തിനോട് പറഞ്ഞു, സാറേ, നിങ്ങൾ രണ്ടുപേരും ഇത്രയും നേരം പറഞ്ഞത് മുഴുവൻ ഞാൻ ശ്രദ്ധിച്ചു. പണ്ട് ടാക്സി ഓടിക്കുമ്പോൾ മുതലുള്ള ശീലാണ്. കൺമുന്നിലാണെങ്കിലും കാത് എപ്പോഴും പുറകിലായിരിക്കും. ഞാനിപ്പോൾ ഇത് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. 2013 വ്യഭിചാരക്കുറ്റത്തിന് കേസെടുത്തിട്ട് പിന്നീട് മരിച്ചുപോയ ആരതിയെക്കുറിച്ചാണോ നിങ്ങൾ സംസാരിക്കുന്നത്? ഹേമന്തിന്റെ കണ്ണുകൾ വിടർന്നു. രാമേട്ടൻ അറിയാമോ ആ കുട്ടിയെ? അവർ 3 പേരും പുറത്തിറങ്ങി. കാറ് നിർത്തിയതിന് പിന്നിലായി വിൽക്കുന്ന ഇളനീര് വാങ്ങി കുടിച്ചുകൊണ്ടാണ് അവർ 3 പേരും നിന്നത്. രണ്ടുപേരുടെയും ശ്രദ്ധ രാംദാസിലായിരുന്നു. അയാൾ പറഞ്ഞു തുടങ്ങി, ഞാൻ 2010 ശേഷമാണ് IG സാറിന്റെ ഡ്രൈവറാകുന്നത്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ സത്യസന്ധനായ ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു IG സാറ്. അതായിരുന്നു പൊതുവെയുള്ള സംസാരം. ജോയിൻ ചെയ്ത മാസങ്ങൾക്കുള്ളിൽ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അയാൾ ഒരു ആട്ടിൻ തോലിട്ട ചെന്നായിയാണെന്ന്. അന്നത്തെ MLA ആയിരുന്ന ശിവപ്രസാദ് സാറിന്റെ പല നിയമപരമല്ലാത്ത കാര്യങ്ങൾക്കും ഇടനിലക്കാരനായിരുന്നു അലി സാറ്. വക്കീൽ ഹരീഷ് മേനോനായിരുന്നു MLA സാറിന്റെയും IG സാറിന്റെയും ഇടയിലുള്ള കണ്ണി. വയനാട്ടിലെ മുത്തങ്ങയ്ക്കടുത്ത് ഒരു 150 ഏക്കർ ഏലത്തോട്ടമുണ്ടായിരുന്നു IG സാറിന്. വക്കീലും സാറും ഇടയ്ക്കിടെ കൂടാറുള്ളതും അവിടെ വെച്ചാണ്. ഇടയ്ക്കിടെയുള്ള സാറിന്റെ കാണാതെ പോക്ക് ഇങ്ങോട്ടേക്കാണ്. ഹേമന്തിന് തന്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. റോഷനും അതുതന്നെയായിരുന്നു അവസ്ഥ. രാംദാസ് തുടർന്നു, ഈ കേസ് ചാർജ് ചെയ്ത അന്നേ ദിവസം വൈകിട്ട് ഒരു 4:30 ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് അഡ്വക്കേറ്റ് ഹരീഷ് മേനോൻ അങ്ങോട്ട് വരുന്നത്. കാറിൽ നിന്നും ഇറങ്ങിയ വക്കീലിന്റെ കൂടെ ഈ പെൺകുട്ടി ഉണ്ടായിരുന്നു. കാണാൻ നല്ല ഐശ്വര്യമുള്ള കുട്ടി. പക്ഷേ അവൾ വല്ലാതെ പേടിച്ചിരുന്നു. അവരകത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് പാലക്കാട് സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുന്ന സുനി അങ്ങോട്ട് വന്നു. കുറച്ചു കഴിഞ്ഞ് ഒരു കരച്ചിലകത്ത് നിന്ന് കേട്ടു. അത് ഈ കുട്ടിയുടെ ആയിരുന്നു.
ഞാൻ അങ്ങോട്ട് ഓടിച്ചെല്ലുന്നതിനിടയ്ക്ക് വക്കീൽ പുറത്തേക്ക് പോയി. ഞാൻ അകത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഒരു പെൺകുട്ടിയാണെന്ന പരിഗണന പോലും കാണിക്കാതെ അവളെ മർദ്ദിക്കുന്ന അലിസാറിനെയാണ്. എന്നെ കണ്ടയുടനെ കടുത്ത ശബ്ദത്തിൽ പുറത്തു പോകാൻ പറഞ്ഞു. നാളെ വന്നാൽ മതിയെന്നും പറഞ്ഞു. ഞാൻ പുറത്തേക്ക് പോകാൻ ഇറങ്ങിയെങ്കിലും എനിക്ക് പോകാൻ തോന്നിയില്ല. പുറത്തിറങ്ങിയ ഞാൻ ഒന്നിനു പുറകെ ഒന്നായി 3 ബീഡികൾ വലിച്ചു. അന്നിത്തിരി വലി കൂടുതലാണ് സാറേ. കുറച്ചു കഴിഞ്ഞ് ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയ ചാനലുകാരുടെയും പത്രക്കാരുടെയും മുന്നിലേക്ക് ആ കുട്ടിയെ അയാൾ ഇട്ടുകൊടുത്തു. സ്വന്തം മുഖം മറയ്ക്കാൻ പാടുപെടുന്ന ആ കുട്ടിയെ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് സാറേ. കയ്യിലിരുന്ന കരിക്ക് ദൂരേക്ക് കളഞ്ഞ ശേഷം പോക്കറ്റിലിരുന്ന കർച്ചീഫ് എടുത്ത് അയാൾ കണ്ണു തുടച്ചു. അത് മുഴുവൻ കേട്ട് കഴിഞ്ഞിട്ടും ഹേമന്തിനും റോഷനും ആശ്ചര്യം മാറിയില്ലായിരുന്നു. അന്നാണോ രാമേട്ടൻ അവളെ അവസാനമായി കാണുന്നത്? റോഷനാണത് ചോദിച്ചത്. അല്ല, കുറച്ചു ദിവസം കഴിഞ്ഞ് അവൾക്ക് ജാമ്യം കിട്ടിയന്ന്. പാലക്കാട് പൂട്ടിക്കിടക്കുന്ന ഒരു ഫാക്ടറിക്കുള്ളിൽ ഞാനാണ് അലിസാറിനെയും കൊണ്ടുപോയത്. എന്നോട് അവിടെ തന്നെ നിന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് അലിസാർ അകത്തേക്ക് പോയ ഉടനെ ഞാനും പതിയെ പോയി നോക്കി. നമ്മൾ മലയാളികൾക്ക് ചെയ്യരുതെന്ന് പറയുന്ന കാര്യം ചെയ്യാൻ ഒരു പ്രത്യേക താല്പര്യമുണ്ടല്ലോ, അത് തന്നെയായിരുന്നു അതിന് പിന്നിൽ. ഞാൻ പോയി നോക്കുമ്പോൾ അവർ 5-6 പേരുണ്ടായിരുന്നു, കൂട്ടത്തിൽ ഇവളും. അവരുടെ സംസാരം എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. എന്തൊക്കെയോ പറയുകയും അവളെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചു നേരത്തിന് ശേഷം അവളെ അവർ കെട്ടിത്തൂക്കി. ഇത് പുറത്ത് പറയാതിരിക്കാൻ അവർ എനിക്ക് തന്ന കാശ് കൊണ്ടാണ് എൻ്റെ 2 പെൺമക്കളുടെ കല്യാണം ഞാൻ നടത്തിയത്. ഇതിനുശേഷം എന്നും ഒരു പ്രാർത്ഥനയും ഉണ്ടായിരുന്നുള്ളൂ, ആ പെൺകുട്ടിയുടെ ശാപത്തിൽ നിന്നും എൻ്റെ മക്കളെ രക്ഷിക്കണേന്ന്. ഇത്തവണ അയാൾ ശരിക്കും കരഞ്ഞിരുന്നു. അന്ന് വന്നവരെ എല്ലാവരെയും രാമേട്ടൻ കണ്ടോ? ആരൊക്കെയാണ് എന്ന് ഓർമ്മയുണ്ടോ? ഹേമന്താണത് ചോദിച്ചത്. അലിസാറിനെയും വക്കീലിനെയും കൂടാതെ സുനി ഉണ്ടായിരുന്നു. പിന്നെ ഒരു 3 ചെറുപ്പക്കാരും. അതിൽ ഈ മേയറുടെ മകൻ വിക്ടറിനെ മാത്രമേ ഞാൻ അറിയൂ. താങ്ക്സ് രാമേട്ടാ. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് തെറ്റിയിട്ടില്ല. റോഷന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. വണ്ടി എടുക്ക് രാമേട്ടാ, നമുക്ക് വേഗം ചേർത്തല വരെ പോയിട്ട് വരാം. അവർ 3 പേരും വണ്ടിയിൽ കയറി. ആ കാർ ഹൈവേയിലൂടെ പാഞ്ഞുപോയി. തിരുവിഴ മഹാദേവ ക്ഷേത്രത്തിനടുത്തുള്ള കൈലാസം എന്ന വീടിനുള്ളിൽ ആ കാർ എത്തിയപ്പോഴേക്കും സമയം 7 നാമജപം കഴിഞ്ഞ് വീടിന് മുന്നിലുള്ള ഇറയത്തു നിന്നും കുട്ടികൾ എഴുന്നേൽക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഹേമന്ത് കാറിൽ നിന്നും ഇറങ്ങി. പുറകെ റോഷനും. പോലീസിന്റെ വണ്ടി കണ്ടിട്ട് തൊടിയിൽ നിന്നും 2 പണിക്കാർ ഓടി വന്നു. ഹേമന്ത് അവരോട് പറഞ്ഞു, പരമേശ്വരക്കുറുപ്പ്, കാർത്താനിയമ്മ, 2 പേരെ ഒന്ന് കാണണം. അകത്തേക്കിരിക്കൂ സാർ, വിളിക്കാം, അവരിലൊരാൾ പറഞ്ഞു. വേണ്ട, പുറത്തെവിടെയെങ്കിലും ആണെങ്കിൽ നല്ലത്, ഹേമന്ത് പറഞ്ഞത് കേട്ട് അവരിലൊരാൾ പറഞ്ഞു. എന്നാൽ ആ കുളത്തിന്റെ ഭാഗത്തേക്കിരിക്കാം, ഇവൻ കൂടെ വരും, ഞാൻ പോയി അവരെ വിളിച്ചിട്ട് വരാം. അയാൾ മുന്നേ നടന്നു. ഹേമന്തും റോഷനും പുറകെ നടന്നു. കുളത്തിനടുത്തിരുന്ന് വിശ്രമിക്കാനുള്ള തരത്തിൽ നിർമ്മിച്ചിരുന്ന ആ ഷെഡിന്റെ ഉള്ളിലുള്ള കസേരയിൽ ഇരിക്കുകയായിരുന്നു ഹേമന്തും റോഷനും. അവർ അവിടെ വന്നിരുന്നിട്ട് കുറച്ചു സമയം കഴിഞ്ഞിരുന്നു. കരിക്കിന്റെ വെള്ളം കൊണ്ടുവന്നു വെച്ചത് 2 പേരും മുഴുവനായി കുടിച്ചിരുന്നില്ല. 60-നോടടുത്ത് പ്രായം തോന്നിക്കുന്ന വൃദ്ധ ദമ്പതികൾ അങ്ങോട്ട് കടന്നു വന്നു. റോഷനും ഹേമന്തും എഴുന്നേറ്റ് നിന്നു. നമസ്കാരം, ഞാൻ ACP ഹേമന്ത്. പറഞ്ഞു മുഴുവിപ്പിക്കുന്നതിന് മുന്നേ പരമേശ്വരൻ പറഞ്ഞു. നമസ്കാരം. നാളെ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പാലക്കാട്ട് നിന്ന് ജനാർദ്ദൻ വിളിച്ചിരുന്നു. അവിടെ ചെന്നിരുന്നു അല്ലേ? ഹേമന്ത് ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. പരമേശ്വരൻ തുടർന്നു. എന്താ അറിയേണ്ടത്? ചോദിച്ചോളൂ. അറിയേണ്ടത് ആരതിയെ പറ്റിയാണ്, ഹേമന്ത് വളച്ചുകെട്ടില്ലാതെ പറഞ്ഞു. ഞങ്ങളുടെ കുട്ടിയാ അവള്. ഇവിടെയുള്ളവരിൽ വെച്ച് ഏറ്റവും നല്ല കുട്ടി. എന്നിട്ട് അവൾക്ക് സംഭവിച്ചൊക്കെ സംഭവിക്കാൻ പാടില്ലാത്തത്. അതിനുവേണ്ടും എന്തു തെറ്റാണ് എൻ്റെ കുട്ടി ചെയ്തതെന്ന് എനിക്കറിയില്ല. കാർത്തിയാനി കണ്ണു തുടച്ചുകൊണ്ടാണ് അത്രയും പറഞ്ഞു നിർത്തിയത്. സാറിനറിയോ ഞങ്ങളെന്തിനായി കുട്ടികളൊക്കെ എടുത്തു വളർത്തണേന്ന്? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ഞങ്ങൾ പോയത് ഗുരുവായൂരപ്പനെ കാണാനാ. പോകുന്ന വഴിക്ക് ഇവളുടെ ആങ്ങളെയും എൻ്റെ അച്ഛനെയും അമ്മയും ഗുരുവായൂരപ്പൻ കൊണ്ടുപോയി. കുറച്ച് പരിക്കുകളോടെ ഞാനും, എൻ്റെ മടിയിൽ ബോധരഹിതയായി ഇവളും. പുറകെ വന്ന ഒരു കാറ് ഒരു ലേഡി ഡോക്ടറുടേതായിരുന്നു. ദൈവത്തെ പോലെ വന്ന് ഞങ്ങളുടെ ജീവിതം മടക്കി തന്നത് അവരായിരുന്നു. ഇവളെപ്പോഴും പറയും ഭഗവാൻ വിഷ്ണു മോഹിനി രൂപം പൂണ്ടുവന്ന് നമ്മളെ രക്ഷിച്ചതാണെന്ന്. പക്ഷേ ആ അപകടത്തിന് ശേഷം ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടാവില്ലെന്ന സത്യം ഞങ്ങൾ മനസ്സിലാക്കി. ഈ മരുഭൂമിയിലേക്ക് വന്ന മഴയാണ് സാറേ ഞങ്ങളുടെ ഈ 12 കുട്ടികൾ. അവരനാഥരല്ല, ഞങ്ങളുടെ കുട്ടികളാ. പരമേശ്വരന്റെ കണ്ണ് നിറഞ്ഞൊഴുകി. ആരതി എങ്ങനെയാ ഇവിടെ എത്തുന്നത്? തുലാമാസത്തിലെ ഒരു സന്ധ്യാസമയത്താണ് പോസ്റ്റ്മാൻ രാഘവൻ ഒരു കൈക്കുഞ്ഞുമായി വരുന്നത്. നല്ല ഓമനത്തുള്ള ഒരു കുട്ടിയായിരുന്നു അവള്. റെയിൽവേ ട്രാക്കിന്റെ സൈഡിൽ നിന്ന് കിട്ടിയെന്നാ പറഞ്ഞേ. 8 മാസത്തോളം പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അന്നു മുതൽ അവള് ഞങ്ങളുടെ മകളായിട്ടാ വളർന്നേ. കാർത്തിയാനി അമ്മയാണത് പറഞ്ഞത്. ആരതിക്ക് ഇവിടെ കൂട്ടുകാരുണ്ടായിരുന്നില്ലേ? ഹേമന്ത് ചോദിച്ചു. അവളുടെ വരുമ്പോ ഇവിടെ ആകെ 5 കുട്ടികളേ ഉള്ളൂ. അവരെല്ലാവരും നല്ല കൂട്ടായിരുന്നു, കുറുപ്പ് പറഞ്ഞു. ആരതിയുടെ ഒരു നല്ല ഫോട്ടോ കിട്ടോ?
ഇവിടെ ഉണ്ടാവും. എല്ലാവരുടെയും ഫോട്ടോ എടുത്ത് വെക്കുന്ന പതിവുണ്ട് ഇവിടെ. എന്നിട്ട് തിരിഞ്ഞ് പണിക്കാരനോട് പറഞ്ഞു. നീ പോയി ആ ആൽബം എടുത്തോണ്ട് വാ. അയാൾ അകത്തേക്ക് പോയി. 6-7 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു മരണം ഇപ്പോൾ അന്വേഷിക്കുന്നത്? കൊച്ചിയിൽ ഈ അടുത്തിടെ നടന്ന ഒരു മരണത്തിന് ആരതിയുടെ കേസുമായി ഒരു സാമ്യം കണ്ടു. അതുകൊണ്ടാണ്. അകത്തേക്ക് പോയ അയാൾ ആൽബവുമായി തിരിച്ചു വന്നു. അത് വാങ്ങി അതിൽ നിന്നും ആരതിയുടെ ഫോട്ടോ എടുത്ത് ഹേമന്തിന് കൊടുത്തുകൊണ്ട് കുറിപ്പ് പറഞ്ഞു. ഇതാണ് ഞങ്ങളുടെ മകൾ ആരതി. ഹേമന്ത് ആ ഫോട്ടോ വാങ്ങി നോക്കി. റോഷൻ ആ ആൽബം എടുത്ത് മറച്ചു നോക്കുന്ന തിരക്കിലായിരുന്നു. ഈ സമയം കാർത്തിയായനിയമ്മ പറഞ്ഞു. ഞങ്ങളുടെ മകൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല സാറേ. അവൾക്കതിനൊന്നും കഴിയില്ല. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഹേമന്ത് ഒന്നും പറയാതെ എഴുന്നേറ്റു. ഇത് കണ്ട് റോഷൻ ആൽബം മുന്നിലുള്ള ടീപ്പോയിൽ വെച്ചിട്ട് എഴുന്നേറ്റ് നടന്നു. കാറിനടുത്ത് എത്തിയപ്പോൾ റോഷനും ഒന്നും പറയാതെ കാറിൽ കയറി. ഹേമന്ത് അവരോട് പറഞ്ഞു. നമുക്ക് നോക്കാം, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഹേമന്ത് കാറിൽ കയറി. കാർ ആ ഗേറ്റ് കടന്നതും റോഷൻ ഹേമന്തിനോട് പറഞ്ഞു. സർ, ഐ വാണ്ട് ടു ഷോ യു സംതിങ്. ഹേമന്ത് ഒന്നും മനസ്സിലാവാത്ത പോലെയിരുന്നു. തന്റെ പോക്കറ്റിൽ കൈയിട്ട് റോഷൻ ഒരു ഫോട്ടോ എടുത്ത് ഹേമന്തിന് കൊടുത്തു. ഹേമന്ത് അത് വാങ്ങി നോക്കി. തന്റെ കണ്ണുകളെ അയാൾക്ക് വിശ്വസിക്കാനായില്ല. ആ ഫോട്ടോയിൽ ആരതിയുടെ കൂടെ ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു. മാതൃവാണി റിപ്പോർട്ടർ സന്ധ്യ. ഓഫീസ് മുറിയിലെ തന്റെ കസേരയിൽ ചിന്താമഗ്നനായിരിക്കുകയായിരുന്നു ഹേമന്ത്. ആ മേശയുടെ മുന്നിലുള്ള കസേരകളിൽ ദുർഗയും റോഷനും ഇരിക്കുന്നുണ്ടായിരുന്നു. തലേ ദിവസം വൈകിട്ട് നടന്ന സംഭവങ്ങൾ ദുർഗയുമായി പങ്കുവയ്ക്കുകയായിരുന്നു ഇരുവരും. എല്ലാം കേട്ടുകഴിഞ്ഞിട്ടും മൗനമായിരുന്നു ദുർഗയുടെ ഭാവം. രാമേട്ടന്റെ ഭാഗമാണ് ശരിയെങ്കിൽ സാറ് പറഞ്ഞതുപോലെ ഇനിയും 2 പേര് കൂടി കൊല്ലപ്പെടാനുണ്ട്. അടുത്ത കിഡ്നാപ്പിന് മുമ്പേ നമുക്ക് ആ 2 പേരെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചാൽ വി ഹാവ് എ ചാൻസ് ടു ക്യാച്ച് ഹിം. കുറച്ചു നേരത്തെ നിശബ്ദതയെ ഗണ്ണിച്ചത് ദുർഗയായിരുന്നു. മാഡം പറഞ്ഞത് ശരിയാണ്. പക്ഷേ ആ കൂടിയുള്ളവരെ കണ്ടുപിടിക്കാൻ നമുക്കധികം സമയമില്ലല്ലോ, റോഷൻ കൂട്ടിച്ചേർത്തു. ഹേമന്ത് അപ്പോഴും എന്തോ ചിന്തയിലായിരുന്നു. അതെ, പക്ഷെ തമ്മിൽ പരിചയമില്ലാത്ത 3 പേർ ഒരു ക്രൈമിൽ പങ്കാളികളാവുക എന്ന് പറഞ്ഞാൽ ഇതിന് പോസിബിലിറ്റി വളരെ കുറവാണ്. സോ അവർ ഫ്രണ്ട്സ് ആവാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ദുർഗയുടെ വാദം റോഷന് ശരിയാണെന്ന് തോന്നി. ശരിയാണ്, ആ സാധ്യത തള്ളിക്കളയാനാകില്ല. പക്ഷെ അവരെ എങ്ങനെ കണ്ടുപിടിക്കാനാകും? ഹേമന്ത് അത്രയും നേരം ചിന്തിച്ചതും അതുതന്നെയായിരുന്നു. നമുക്ക് ആ സമയത്ത് വിക്ടറിനുള്ള ഫ്രണ്ട്സിന്റെ ഒരു ലിസ്റ്റ് എടുക്കാനായാൽ? അതിലുണ്ടാവില്ലേ അന്ന് അവന്റെ കൂടെ ആ ഫാക്ടറിയിലുണ്ടായിരുന്ന 2 പേർ? റോഷൻ ചോദിച്ചു. പക്ഷെ നമ്മൾ കരുതിയതിലും വലുതാണ് അവരുടെ ഫ്രണ്ട്സ് സർക്കിളെങ്കിൽ കാര്യങ്ങൾ വീണ്ടും കൈവിട്ടു പോകും. ഹേമന്തിന്റെ സംശയം ന്യായമായിരുന്നു. എത്ര വലിയ ലിസ്റ്റ് ആണെങ്കിലും അതിലൊരുത്തരെങ്കിലും കാണും സർ. ആ തൃപ്പൂണിത്തറയിലെ ബിൽഡിങ്ങിൽ ഫ്ലാറ്റ് ഉള്ളതായിട്ട്. കൊലയാളി ആ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. റോഷന്റെ ഉത്തരം ഹേമന്ത് ഒരു ചിരിയോടെയാണ് കേട്ടുകൊണ്ടിരുന്നത്. അത്രയും നേരം വലിഞ്ഞു മുറുകിയിരുന്ന അയാളുടെ മുഖത്ത് ഒരാശ്വാസത്തിന്റെ നിഴൽ പ്രത്യക്ഷപ്പെട്ടു. യു ആർ റൈറ്റ് റോഷൻ. ആ ഫ്ലാറ്റിലുള്ള എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഇൻക്ലൂഡിംഗ് ഫോൺ നമ്പേഴ്സ് കളക്ട് ചെയ്യണം. ഇറ്റ് വാസ് ഡൺ സർ. അത് ഞാൻ 2 ദിവസം മുമ്പേ ചെയ്തിരുന്നു. സാറിന്റെ മേശപ്പുറത്തുള്ള ആ ബ്ലൂ കളർ ഫയൽ. റോഷൻ പറഞ്ഞു. ഓ ഗ്രേറ്റ്. അപ്പോൾ അവന്റെ ഫ്രണ്ട്സിനെ കൂടി ഒന്ന് തപ്പി നോക്കാലേ. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഹേമന്ത് ആ ഫയൽ എടുക്കുന്നതിനോടൊപ്പം പറഞ്ഞു. റോഷൻ സല്യൂട്ട് ചെയ്ത ശേഷം പുറത്തേക്ക് പോയി. സാർ, അപ്പോൾ സന്ധ്യ? ഒരു സംശയത്തോടെയാണ് ദുർഗ അത് ചോദിച്ചത്. യെസ്, അവളുടെ അഡ്രസ്സ് കളക്ട് ചെയ്യണം. ഒരു സംശയത്തിനിട കൊടുക്കരുത്. പിന്നെ റോഷൻ വേണ്ട. അയാൾ ആ ഫ്രണ്ട്സിന്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യട്ടെ. നമ്മൾ 2 മതി. ഓക്കെ? ഹേമന്ത് ദുർഗയെ നോക്കി അത് പറഞ്ഞ ശേഷം ആ ഫയൽ മറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ദുർഗ പുറത്തേക്ക് പോയത് അയാൾ ശ്രദ്ധിച്ചതേയില്ല. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടിട്ടാണ് ഹേമന്ത് ആ ഫയലിൽ നിന്നും കണ്ണെടുത്തത്. രേണുവായിരുന്നു അത്. എന്താണ് രേണു ഈ സമയത്ത്? ഓ, അപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യാനൊക്കെ അറിയാലേ. അവളുടെ സ്വരത്തിൽ ഒരു പരിഭവം ഉണ്ടായിരുന്നു. ഹേമന്ത് പറഞ്ഞു. എന്റെ രേണു ഫോൺ എടുക്കാത്തത് മനഃപൂർവ്വമല്ല, ഓരോ തിരക്കുകൊണ്ടാ. എത്ര ദിവസമായി എന്നോടൊന്നും മിണ്ടിയിട്ട് എന്ന് ഓർമ്മയുണ്ടോ? ആ സ്വരത്തിൽ പരിഭവം കൂടി വന്നു. നീ എന്താ രേണു കൊച്ചുകുട്ടിയെ പോലെ പെരുമാറുന്നേ? നിനക്കറിയാവുന്നതല്ലേ എനിക്ക് ഈ കേസിൽ എന്തുമാത്രം പ്രഷറുണ്ടെന്ന്. കമ്മീഷണർ തന്ന ഡെഡ് ലൈൻ അവസാനിക്കാറാവുന്നു. ഞാനിതിൽ തോൽക്കേണ്ടി വന്നാൽ ചിലപ്പോൾ എൻ്റെ ജോലി പോകും, പ്രശ്നത്തിലാകും. ഇങ്ങനെയുള്ള ഈ സമയത്ത് കൂടി നിൽക്കേണ്ട നീ തന്നെ ഇങ്ങനെ. ഹേമന്തിന്റെ സ്വരത്തിലെ തളർച്ച രേണുവിനെ തിരിച്ചറിഞ്ഞിരുന്നു. അവൾ പറഞ്ഞു. എനിക്കറിയാം. പക്ഷേ ഇത്ര അടുത്തുണ്ടായിട്ടും ഒന്ന് സംസാരിക്കാൻ പോലും ആകുന്നില്ലല്ലോ എന്നാണ് എൻ്റെ സങ്കടം. ഒന്ന് നിർത്തിയ ശേഷം അവൾ തുടർന്നു. പിന്നെ എന്തായി അന്വേഷണം? പുതിയ ലീഡ്സ് എന്തെങ്കിലും ആയോ? പുതിയൊരു വഴിത്തിരിവ് കൂടി ഉണ്ടായിട്ടുണ്ട്. പണ്ട് പാലക്കാട് നടന്ന ഒരു പെൺകുട്ടിയുടെ മരണവുമായി ഈ കേസിന് ബന്ധമുണ്ട്. ഇപ്പോൾ അതിൻ്റെ പുറകെയാണ്. ഈ കേസ് അന്വേഷണം മാത്രം പോരാട്ടോ, സമയാസമയത്ത് ആഹാരവും കഴിക്കണം. എന്നാ ശരി, ടേക്ക് കെയർ, ബായ്. രേണു ഫോൺ വെച്ചു. ആ ഫോൺ കട്ട് ചെയ്യുമ്പോഴും ഹേമന്തിന്റെ മനസ്സിൽ കൊല്ലപ്പെടാൻ ബാക്കിയുള്ള 2 പേരെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു.
പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവൻ ആ ഫോൺ എടുത്ത് ഡയൽ ചെയ്തു. ഹലോ, സൈബർ സെൽ. കണക്ട് മീ ടു മിസ്റ്റർ ജെയിംസ്. ഇടപ്പള്ളി അഞ്ചുമന ദേവീക്ഷേത്രത്തിനടുത്തുള്ള സൺഷൈൻ വില്ലാസിലെ 7-ാം നമ്പർ വീടിന്റെ കോളിംഗ് ബെൽ ശബ്ദിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചു സമയത്തിന് ശേഷമാണ് ഒരു വയസ്സായ സ്ത്രീ വന്ന് വാതിൽ തുറന്നത്. വന്നവരുടെ വേഷം കണ്ടപ്പോൾ ആ സ്ത്രീ തെല്ലൊന്നും ഭയപ്പെട്ടതായി കാണപ്പെട്ടു. വരൂ സർ, അകത്തേക്കിരിക്കാം. അവർ വഴിയിൽ നിന്ന് അല്പം മാറിക്കൊണ്ട് പറഞ്ഞു. ഹേമന്തും ദുർഗയും അകത്തേക്ക് പ്രവേശിച്ചു. കസേരയിൽ ഇരിക്കുന്നതിനിടെ ഹേമന്ത് ചോദിച്ചു, സന്ധ്യയുടെ? മുഴിപ്പിക്കുന്നതിന് മുമ്പേ അവർ പറഞ്ഞു, ഭർത്താവിന്റെ അമ്മയാണ്. അവൻ തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നത്. ഭിത്തിയിൽ തൂക്കിയിരുന്ന കല്യാണ ഫോട്ടോ ചൂണ്ടിക്കാണിച്ചാണ് അവർ അത് പറഞ്ഞത്. വീടിനകത്ത് കയറിയപ്പോഴേ ഹേമന്ത് അത് ശ്രദ്ധിച്ചിരുന്നു. സന്ധ്യ ഇവിടെയില്ലേ? ദുർഗയാണത് ചോദിച്ചത്. ഉണ്ട് സാറേ, അവള് പോകാനുള്ള തിരക്കിലാണ്, ഞാൻ വിളിക്കാം. അവർ അത്രയും പറഞ്ഞ് അകത്തേക്ക് പോയി. ദുർഗ, നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത് ഒരു പത്രപ്രവർത്തകയാണ്. സോ ടേക്ക് ആൻ എക്സ്ട്രാ കെയർ എവറി ടൈം. ഹേമന്ത് ഒരു ഓർമ്മപ്പെടുത്തലായാണ് അത് പറഞ്ഞത്. ഐ നോ സർ. ദുർഗ എഴുന്നേറ്റ് പുറത്തേക്കുള്ള വാതിലടച്ചു. ഈ സമയം അകത്തുനിന്നും സന്ധ്യ വന്നു. ഹലോ സർ, എന്താ ഇവിടെ? ഈ വഴി അങ്ങാൻ പോയപ്പോൾ കയറിയതാണോ? സന്ധ്യയുടെ ചോദ്യത്തിൽ ഒരു സംശയത്തിന്റെ മുനയുണ്ടായിരുന്നു. അല്ല സന്ധ്യ, ഞങ്ങൾ ഇങ്ങോട്ടായിട്ട് തന്നെ വന്നതാണ്. ഹേമന്ത് അത്രയും പറഞ്ഞിട്ട് ദുർഗയെ നോക്കി കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു. ദുർഗ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് പോയി. ഇരിക്കൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. സന്ധ്യ പേടിച്ച് പേടിച്ചാണ് ഇരുന്നത്. ഹേമന്ത് തുടർന്നു. നമുക്ക് തുറന്ന് സംസാരിക്കാം, അതാണ് രണ്ടുപേർക്കും നല്ലത്. എന്റെ ചോദ്യങ്ങൾക്ക് ലഭിക്കുന്നത് വിശ്വാസയോഗ്യമായ ഉത്തരങ്ങളാണെങ്കിൽ നമ്മൾ സ്നേഹത്തോടെ തന്നെ പിരിയും. അല്ല എങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ സന്തോഷമേ ഉള്ളൂ. ദുർഗ അകത്തു നിന്നും വന്നത് കയ്യിൽ 2 മൊബൈലുമായാണ്. അത് ആ ടീപ്പോയിൽ വെച്ച ശേഷം ദുർഗ പറഞ്ഞു, എല്ലാം ഓക്കെയാണ് സർ. പിന്നെ വീട്ടിൽ CCTV ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ദുർഗയുടെ പുറകെ വന്ന ഡേവിഡ് അവർക്ക് അഭിമുഖമായിട്ടിരുന്നു. അവന്റെ കാലിലെ കേട്ട് ഹേമന്ത് ശ്രദ്ധിച്ചു. ഇനി സന്ധ്യ കൂടി ആ ഫോൺ ഇങ്ങോട്ട് വെച്ചാൽ നമുക്ക് തുടങ്ങാം. ദുർഗ പറഞ്ഞത് കേട്ട് അവൾ ബാഗ് തുറന്ന് ഫോണെടുത്ത് മേശമേൽ വെച്ചു. ദുർഗ അമ്മയോട് പറഞ്ഞതനുസരിച്ച് അവർ കുറച്ച് മാറി നിൽപ്പുണ്ടായിരുന്നു. ഓക്കെ, നൗ വി ക്യാൻ സ്റ്റാർട്ട്. ഹേമന്ത് ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് ഡേവിഡിനടുത്ത് വന്നിരുന്നു. നിനക്ക് നിനക്ക് എവിടെ വെച്ചാണ് സംഭവിച്ചത്? അവന്റെ കാലിലെ മുറിവ് ചൂണ്ടിക്കാട്ടിയാണ് ഹേമന്ത് ചോദിച്ചത്. ഡേവിഡ് മുറിവിലേക്കും ഹേമന്തിനെയും മാറി മാറി നോക്കി. അത് അവൻ റോഡിൽ. സന്ധ്യ പറയാൻ തുടങ്ങിയപ്പോഴേക്കും ദുർഗ വിലക്കി. ചോദ്യം ചോദിച്ചത് അവനോടല്ലേ, മറുപടിയും അവൻ പറഞ്ഞോളും. സന്ധ്യ ഡേവിഡിനെ നോക്കി പറയാൻ ആംഗ്യം കാണിച്ചു. അത് സാറേ, 2 ദിവസം മുന്നെയാണ് ചെമ്പക്കര വെച്ച് ഞാൻ ഓടിച്ചിരുന്ന ബൈക്ക് സ്കിഡായി വീണതാ. അവൻ പറഞ്ഞത് ഹേമന്തിന് വിശ്വാസമായില്ല. ഹേമന്ത് ചോദിച്ചു, എന്നിട്ട് ഏത് ആശുപത്രിയിലാ പോയേ? ഡേവിഡ് വീണ്ടും സന്ധ്യയെ നോക്കി. അപ്പോൾ ഹേമന്ത് അവന്റെ നോട്ടം മറച്ചുകൊണ്ട് അവരുടെ ഇടയിൽ കയറി നിന്നു. നിന്നോട് ചോദിച്ചതിനുള്ള ഉത്തരം നീ പറഞ്ഞാൽ മതി. അയാളുടെ സ്വരം കടുത്തതായിരുന്നു. ആശുപത്രിയിലൊന്നും പോയില്ല. റോട്ടിൽ ഉരഞ്ഞതിന്റെയും പിന്നെ ആ ഫുഡ് ട്രസ്റ്റിന്റെ സൈഡ് കൊണ്ട് പൊട്ടിയത് മാത്രമേ ഉള്ളൂ. പിന്നെ സൈലൻസറിന്റെ വശം കൊണ്ട് ഒന്ന് പൊള്ളിയിട്ടുമുണ്ട്. ഡേവിഡ് പേടിയോടെയായിരുന്നു ഇത്രയും പറഞ്ഞത്. വാട്ട് ഈസ് ദിസ്? ഇതുപോലെയൊക്കെ പെരുമാറാൻ ഇവിടെ ക്രിമിനൽസ് ഒന്നുമില്ല. ഇനി എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ വാറന്റ് ഉണ്ടാവണം കയ്യിൽ. നിയമം എനിക്കറിയാം. കസേരയിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് സന്ധ്യ ദേഷ്യത്തോടെയാണ് അത്രയും പറഞ്ഞത്. ഇരിക്കടേ അവിടെ. അധികം കിടന്ന് ചാടണ്ട. വാറന്റുമായിട്ട് വന്നാ ഇതുപോലെ ആവില്ല ചോദ്യങ്ങള്. ദുർഗ, നോ. അത്രയും പറഞ്ഞ ദുർഗയെ ഹേമന്ത് വിലക്കി. സന്ധ്യ തിരിച്ച് കസേരയിൽ തന്നെ ഇരുന്നു. ഹേമന്ത് സന്ധ്യയ്ക്ക് അഭിമുഖമായിട്ടിരുന്നു. ലുക്ക് സന്ധ്യ, ഇവിടെ ആകുമ്പോ നമുക്കിങ്ങനെ ഇരുന്ന് സംസാരിക്കാം. അല്ല, സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുള്ള ചോദ്യം ചെയ്യലില്ലേ ഉത്തരം പറയുമെങ്കിൽ വി വിൽ അറേഞ്ച് ഫോർ എ വാറന്റ്. ഹേമന്ത് വളരെ കൂളായിട്ടാണ് ഇത്രയും പറഞ്ഞത്. ദിസ് ഈസ് ടു മച്ച് സർ. ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ ബലമായിട്ട്? സന്ധ്യയുടെ ചോദ്യം മുഴുവിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഹേമന്ത് പറഞ്ഞു. ലുക്ക് സന്ധ്യ, കൊച്ചിയിലെ തുടർ കൊലപാതകങ്ങളിലുള്ള ഞങ്ങളുടെ അന്വേഷണത്തിൽ കേൾക്കാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ നിങ്ങളുടെ പേര് കേട്ടു. മാത്രമല്ല, എന്നെ കാണുമ്പോഴുള്ള ഇവന്റെ പെരുമാറ്റം ആദ്യം മുതലേ വളരെ വിചിത്രമായിരുന്നു. ഇതുകൊണ്ടൊക്കെയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ. മനസ്സിലായോ? ഹേമന്ത് പറഞ്ഞത് മുഴുവൻ ഒരു ആശ്ചര്യത്തോടെയാണ് സന്ധ്യയും ഡേവിഡും കേട്ടിരുന്നത്. കുറച്ചു കഴിഞ്ഞ് ഡേവിഡ് പറഞ്ഞു തുടങ്ങി. സർ, എന്നെ തിരിച്ചറിയുമെന്ന് ഭയന്നാണ് ഞാൻ അങ്ങനെ പെരുമാറിയത്. കൊച്ചിയിലെ എന്നല്ല, ഒരു കൊലപാതകവുമായിട്ടും എനിക്ക് ബന്ധമില്ല. ഒരു 1.5 കൊല്ലം മുന്നേ കഴക്കൂട്ടത്ത് വെച്ച് ഒരു പോലീസ് ചെക്കിങ്ങിലാണ് ഞാൻ സാറിനെ ആദ്യമായി കാണുന്നത്. അന്ന് ആ ബൈക്കിൽ നിന്ന് കഞ്ചാവ് പിടിച്ചപ്പോൾ ഞാൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഞാൻ അന്ന് ലിഫ്റ്റ് ചോദിച്ചു കയറിയ വണ്ടിയായിരുന്നു അത്. അപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പറഞ്ഞാലും നിങ്ങളാരും വിശ്വസിക്കില്ല. അതാ ഞാൻ അങ്ങനെ. അന്നത്തെ ആ സംഭവം സാറിന് ഓർമ്മയുണ്ടെങ്കിലോ എന്ന് പേടിച്ചാണ് ഞാൻ സാറിന്റെ മുന്നിൽ നേരെ നിൽക്കാഞ്ഞത്. അല്ലാതെ ഒരു കൊല ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല സാറേ. സാറിനറിയോ ഞാൻ എന്തിനാണ് എൻ്റെ MBBS പഠനം നിർത്തിയതെന്ന്?
അനാട്ടമി ക്ലാസ്സിന് മുന്നിൽ കിടത്തിയിരുന്ന ഡെഡ് ബോഡിയിലേക്ക് നോക്കാനുള്ള പേടി കൊണ്ടാണ്. ഇവിടെ ഇതൊക്കെ അറിയാവുന്നത് ഈ ചേച്ചിക്ക് മാത്ര. അവന്റെ നിറഞ്ഞിരുന്ന കണ്ണുകൾ മെല്ലെ തുടച്ചു. അവൻ പറഞ്ഞതൊക്കെ സത്യമാണ്. അവന്റെ അമ്മയോട് പോലും പറഞ്ഞിട്ടില്ലാത്ത സത്യം. പ്ലീസ് ബിലീവ് ഹിം, സന്ധ്യ കൂട്ടിച്ചേർത്തു. ഹേമന്ത് കുറച്ചു സമയം മിണ്ടാതിരുന്നു. എന്നിട്ട് പറഞ്ഞു, ശരി, ഞാനത് വിശ്വസിക്കാം. പക്ഷേ ഇതിനു കൂടി വിശ്വസനീയമായ ഒരു എക്സ്പ്ലനേഷൻ സന്ധ്യ തരണം. ഹേമന്ത് ഒരു ഫോട്ടോ എടുത്ത് ടീപ്പോയിലേക്ക് ഇട്ടു. സന്ധ്യ ആ ഫോട്ടോ കയ്യിലെടുത്ത് നോക്കി. എന്നിട്ട് ഒരു ഭാവഭേദവും ഇല്ലാതെ പറഞ്ഞു, ഇതാരതി, ഞങ്ങൾ ഒരുമിച്ചാ വളർന്നേ. ഒരു 6 വർഷം മുന്നേ ഇവള് മരിച്ചുപോയി. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ആരും അറിയാതെ നിന്റെ മനസ്സിൽ മാത്രം കൊണ്ടു നടക്കുന്ന രഹസ്യം, അതാണ് ഞങ്ങൾക്കറിയേണ്ടത്, ഹേമന്ത് പറഞ്ഞു. എന്ത് രഹസ്യം? അത്രയും തന്നെ എനിക്കും അറിയൂ. ഞാൻ ആ സമയത്ത് മുംബൈയിലായിരുന്നു. അവളുടെ ഫ്യൂണറിന് പോലും എനിക്ക് പങ്കെടുക്കാനായില്ല. ഞാൻ എത്തിയത് 5 ദിവസം കഴിഞ്ഞാണ്. എൻ്റെ എക്സാം ആയിരുന്നു. അല്ലാതെ എനിക്കൊന്നും അറിയില്ല. സത്യമാണിത്, സന്ധ്യ പറഞ്ഞു. നീ ഷൗട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇതിന് അപ്രോച്ച് ഉണ്ടാക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും. ദുർഗ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഞാൻ ഷൗട്ട് ചെയ്തതല്ല. ഇങ്ങനെ കുറ്റവാളികളെ പോലെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? സന്ധ്യയുടെ സ്വരം ഒന്ന് മയപ്പെട്ടിരുന്നു. ഞങ്ങളിപ്പോൾ അന്വേഷിക്കുന്ന കേസുകളിലെ വിക്ടിംസ് എല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആരതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സോ ആരതിയുടെ ക്ലോസ് ഫ്രണ്ട്സ് ആരെങ്കിലും ഈ കൊലയുമായി ബന്ധപ്പെട്ടിരിക്കാം. പിന്നെ ചെറിയ പരിക്കുകളോടെയാണ് ആ കില്ലർ 2 ദിവസം മുന്നേ ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. സോ ഇവന്റെ കാലിലെ മുറിവ്, പിന്നെ ഈ ഫോട്ടോ, ദാറ്റ്സ് വൈ വി ആർ ഹിയർ. ഹേമന്ത് പറഞ്ഞത് ശ്രദ്ധാപൂർവ്വം കേട്ടിരുന്ന ശേഷം സന്ധ്യ പറഞ്ഞു, ഞങ്ങൾ ശരിക്കും ഡിഗ്രി വരെ ഒന്നിച്ചായിരുന്നു. ആ സമയത്തെ കോളേജ് മാഗസീൻ എഡിറ്ററായി എന്നെയായിരുന്നു തിരഞ്ഞെടുത്തത്. അവിടുന്നാണ് ജേർണലിസ്റ്റ് ആകണം എന്ന ആഗ്രഹം ഉണ്ടാകുന്നത്. ഡിഗ്രി കഴിഞ്ഞ് മനഃപൂർവ്വമാണ് മുംബൈയിലേക്ക് പോകുന്നത്. അവിടെ ജോലിയും പാർട്ട് ടൈമുമായി പഠനവും. അവിടെ വെച്ചാണ് ഞാൻ അവളുടെ മരണവാർത്ത തന്നെ അറിയുന്നത്. 2-3 ആഴ്ചകൾക്ക് ശേഷം ഞാൻ ബാംഗ്ലൂരിൽ ജോലി കിട്ടി പോവുകയായിരുന്നു, സന്ധ്യ പറഞ്ഞു നിർത്തി. എനിക്ക് സന്ധ്യയുടെ ലാപ്ടോപ്പ് ഒന്ന് വേണം. ഹേമന്ത് പറഞ്ഞു കേട്ട് സന്ധ്യ എഴുന്നേറ്റു. അപ്പോൾ അവളെ തടഞ്ഞുകൊണ്ട് ഹേമന്ത് വീണ്ടും പറഞ്ഞു, സന്ധ്യ ഇവിടെ തന്നെ ഇരുന്നാൽ മതി. സന്ധ്യ ഡേവിഡിനെ നോക്കി എടുത്തുകൊണ്ടുവരാൻ ആംഗ്യം കാണിച്ചു. അവൻ എണീറ്റുപോയി. ആരതിക്ക് പ്രേമമോ മറ്റോ ഉണ്ടായിരുന്നു? കോളേജിൽ വെച്ചെങ്ങാനും? ദുർഗ ചോദിച്ചതിന് ഒന്നാലോചിച്ച ശേഷമാണ് സന്ധ്യ മറുപടി പറഞ്ഞത്. ഏയ്, അവളോട് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൾക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ ആ സമയത്തൊക്കെ എൻ്റെ അഫെയറിന് പോലും എതിരായിരുന്നു. ഞാൻ ഈ ചൈനയെ കാണുന്നതും പരിചയപ്പെടുന്നതും ഈ കോളേജിൽ വെച്ചാണ്. അവൻ ലാപ്ടോപ്പ് കൊണ്ടുവന്നു. അത് വാങ്ങി ദുർഗയ്ക്ക് കൊടുത്തുകൊണ്ട് സന്ധ്യയോട് പറഞ്ഞു, ഇതിൻ്റെ യൂസർ ID പാസ്വേഡ് എഴുതി ദുർഗയ്ക്ക് കൊടുത്തേക്ക്. സന്ധ്യ ഒരു പേപ്പർ എടുത്ത് അത് രണ്ടും എഴുതി ദുർഗയ്ക്ക് കൈമാറി. ആ കടലാസ് വാങ്ങി ദുർഗ പറഞ്ഞു, നാളെ വൈകിട്ട് 6 മണിക്ക് ശേഷം ഓഫീസിൽ വന്ന് ഇത് കളക്ട് ചെയ്തോളൂ. ഹേമന്ത് ഡേവിഡിനോട് പറഞ്ഞു, ടേക്ക് എ പേപ്പർ ആൻഡ് പെൻ. ഞാൻ പറയുന്ന നമ്പർ നോട്ട് ചെയ്യണം. അവൻ പേപ്പറും പേനയും എടുത്തത് കണ്ട് ഹേമന്ത് പറഞ്ഞു, 9745204068 എൻ്റെ നമ്പറാണ്. മേക്ക് എ കോൾ ബിഫോർ യു കം. അവൻ ശരിയെന്ന അർത്ഥത്തിൽ തലയാട്ടി. ഇറങ്ങുന്നതിന് മുമ്പ് ഹേമന്ത് തിരിഞ്ഞു നിന്ന് ഒന്നുകൂടി പറഞ്ഞു, ഇപ്പോൾ നമ്മൾ സംസാരിച്ചതൊന്നും നാളെ ഒരു വാർത്തയായി കാണരുത്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ കഥകൾക്ക് എന്തെങ്കിലും മാറ്റമുള്ളതായി കണ്ടെത്തിയാൽ അടുത്ത കണ്ടുമുട്ടൽ ശരിക്കും പോലീസ് റൂമിലായിരിക്കും, മറക്കണ്ട. ആ പറഞ്ഞതിൽ ഒരു ഭീഷണിയുടെ സ്വരമുള്ളതായി സന്ധ്യയ്ക്ക് അനുഭവപ്പെട്ടു. അവർ രണ്ടുപേരും വീട്ടിൽ നിന്നിറങ്ങി വണ്ടിയിൽ കയറി. ആ വണ്ടി ഗേറ്റ് കടക്കുന്നതുവരെ സന്ധ്യ ഒരു സംശയത്തോടെ അവരെ നോക്കി നിന്നു. വണ്ടി കുറച്ച് നീങ്ങിയപ്പോൾ ഹേമന്ത് പറഞ്ഞു, ആ പയ്യൻ നിരപരാധിയാണെന്ന് തോന്നുന്നു. പക്ഷെ ഒരു കണ്ണെപ്പോഴും അവരുടെ മേൽ വേണം. ദുർഗയ്ക്ക് ആകെ സംശയമായി. അവൾ ചോദിച്ചു, നിരപരാധിയാണെന്ന് അതെങ്ങനെ ഉറപ്പിച്ച് പറയാനാകും? ഹേമന്ത് പറഞ്ഞു, അവൻ ആ ലാപ്ടോപ്പ് കൊണ്ടുവന്നതും എഴുതിയതും വലത് കൈ കൊണ്ടാണ്. പക്ഷെ നമ്മൾ അന്വേഷിക്കുന്ന കില്ലർ ഒരു ലെഫ്റ്റ് ഹാൻഡറാണ്. ദുർഗയുടെ മുഖം വിടർന്നു. ഹേമന്ത് പറഞ്ഞത് ശരിയായിരുന്നു. അവൻ എഴുതാനായി ഉപയോഗിച്ചത് അവന്റെ വലത് കൈയാണ്. സമയം 2 മണി കഴിഞ്ഞിരുന്നു. ഹേമന്ത് വിളിച്ചതിനനുസരിച്ച് റോഷനും ദുർഗയും ഓഫീസിലെത്തിയിരുന്നു. എന്തായി റോഷൻ, അവന്റെ ഫ്രണ്ട്സിന്റെ ലിസ്റ്റ് വല്ല നടപടിയുണ്ടോ? ഹേമന്താണത് ചോദിച്ചത്. അവന് ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇത്തിരി വലിയ ലിസ്റ്റ് ആവാനാണ് സാധ്യത. ആ കോളേജ് കാലത്തെ മാത്രം എടുത്തിട്ട് ഇങ്ങനെ. അപ്പം മുഴുവൻ ആളുകളെയും നോക്കിയാൽ നമുക്കൊരു 2 വർഷത്തേക്ക് അന്വേഷിക്കാനുള്ള സ്കോപ്പ് ഉണ്ടായേനെ. റോഷൻ ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഓക്കെ, ലീവ് ഇറ്റ്. ഞാനിപ്പോൾ നിങ്ങളോട് വരാൻ പറഞ്ഞത് ഇത് കാണിക്കാനാണ്. ഹേമന്തിന്റെ കയ്യിലിരുന്ന ആ ഫയൽ വിക്ടറിന്റെ ഡീറ്റെയിൽഡ് ഓട്ടോപ്സി റിപ്പോർട്ടായിരുന്നു. എന്തൊക്കെയാണ് സാർ ഡോക്ടറുടെ ഫൈൻഡിങ്സ്? കഴിഞ്ഞ കേസുകളിലൊക്കെ കണ്ട അതേ സമാനതകൾ ഇതിലുമുണ്ട്. വയറ്റിനുള്ളിലെ കുപ്പിച്ചിലിന്റെ സാന്നിധ്യം, വയറ്റിലെ മുറിവ്, പിന്നെ 4 ദിവസം വരെ പഴക്കമുള്ള മുറിവുകൾ, അതിൽ നിന്നും കണ്ടെടുത്ത തുരുമ്പിന്റെ അംശം, അതെല്ലാമാണത്. പിന്നെ കിഡ്നി രണ്ടും മിസ്സായിരുന്നു, അതും ജീവനുള്ളപ്പോൾ തന്നെ.
പിന്നെ നഖങ്ങൾ മുഴുവൻ പിഴുതെടുത്തിട്ടുണ്ടായിരുന്നു. മരണസമയം നമുക്കറിയാവുന്നതുപോലെ 4:30 തന്നെയാണ്. പക്ഷേ മരണകാരണം സ്ട്രോക്കാണ്. ഡ്യൂ ടു ഹെവി ബ്ലഡ് ലോസ്. ശരീരത്തിൽ പലയിടത്തും ആംഫെറ്റാമൈൻ എന്ന ഡ്രഗിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഹേമന്ത് പറഞ്ഞത് ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു ദുർഗയും റോഷനും. കഴിഞ്ഞ 2 പ്രാവശ്യത്തെക്കാളും മൃഗീയമായിട്ടാണ് ഇവനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അല്ലേ സർ? സർ, ശരീരത്തിൽ ഒരു ഡ്രഗിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിന്റെ എഫക്ട്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ദുർഗയാണത് ചോദിച്ചത്. അതൊരു ഇല്ലീഗൽ ഡ്രഗാണ്. നമ്മുടെ നാഡീവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനായി ഉപയോഗിക്കുന്നവയാണ്. ഒരുപക്ഷേ ഇവൻ ഉറങ്ങാതിരിക്കാനാവണം ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവുക, ഹേമന്ത് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബ്ലഡ് ലോസ് അധികമാകാനായിട്ടാവണം അവന്റെ ഉറക്കം കളഞ്ഞിരിക്കുക. ദുർഗ തന്റെ സംശയം പ്രകടിപ്പിച്ചു. അത് ശരിയാണെന്ന് അവർക്കും തോന്നി. അപ്പോൾ കില്ലർക്ക് മറ്റുള്ളവരെക്കാൾ ശത്രുത ഇവനോടാണ് എന്ന് വേണം കരുതാൻ. ശരിയാണ് റോഷൻ, ഇവനും ഇനിയുള്ള 2 പേരുമായിരിക്കും അവന്റെ പ്രൈം ടാർഗറ്റ്. വി ഹാവ് ടു ക്യാച്ച് ഹിം. ഹേമന്ത് പറയുമ്പോൾ അവന്റെ മനസ്സിൽ അടുത്തയാളെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. പിറ്റേന്ന് ഹേമന്ത് പതിവിലും നേരത്തെയാണ് ഓഫീസിലെത്തിയത്. സൈബർ സെല്ലിൽ നിന്നും ജെയിംസ് വിളിച്ചതിനനുസരിച്ചാണ് അയാൾ മെയിൽ തുറന്ന് ചെക്ക് ചെയ്തത്. ആദ്യ മെയിൽ തന്നെ ജെയിംസിന്റെ ആയിരുന്നു. ഓപ്പൺ ചെയ്ത് അത് മുഴുവൻ വായിച്ചുകൊണ്ടിരുന്നു ഹേമന്ത്. താൻ ട്രേസ് ഔട്ട് ചെയ്യാൻ പറഞ്ഞ എല്ലാ വിവരങ്ങളും അതിലുണ്ടായിരുന്നു. ഒരു പേപ്പർ എടുത്ത് ഹേമന്ത് എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് ഫോണെടുത്ത് ഡയൽ ചെയ്തു. ഹലോ ദുർഗ, ഞാൻ 2-3 ടവർ കോഡ് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഡീകോഡ് ചെയ്തിട്ട് കൊണ്ടുവരണം, ഓക്കെ? ഫോൺ കട്ട് ചെയ്ത ശേഷം ഹേമന്ത് കേസ് ഫയലും ആ പേപ്പറും ഒത്തുനോക്കിക്കൊണ്ടിരുന്നു. ദുർഗയും റോഷനും ആ മുറിയിലേക്ക് വന്നതും ഹേമന്ത് ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. അവർ ഇരുന്ന ശേഷം ഹേമന്ത് ചോദിച്ചു, എന്തായി ദുർഗ, ഡു യു ഗോട്ട് ഇറ്റ്? യെസ് സർ. മുളവുകാട് ഏരിയയിലാണ് ഈ ടവർ. അപ്പോ അവിടെ എവിടെയാണ് അവന്റെ ഹൈഡ് ഔട്ട്. ദുർഗയും റോഷനും ഒന്നും മിണ്ടാതെയിരുന്നു. ഹേമന്ത് തുടർന്നു, ആരതിയുടെ പേരിലുള്ള കില്ലർ ഉപേക്ഷിച്ച ഈ ഫോണിന്റെ ലൊക്കേഷൻ ഹിസ്റ്ററിയാണ് ഈ കാണുന്നത്. ആദ്യത്തെ വിക്ടിം സുനി മുതൽ ഇപ്പോൾ വിക്ടർ വരെ എല്ലാവരെയും കടത്തിയതിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഈ നമ്പർ മുളവുകാട് ഏരിയയിൽ ആക്റ്റീവാണ്. മാത്രമല്ല ബോഡി ഉപേക്ഷിച്ച എല്ലാ സ്ഥലത്തു നിന്നും 3-4 കിലോമീറ്റർ മാറിയ ശേഷം അവന്റെ ഫോൺ ആക്റ്റീവായിട്ടുണ്ട്. ഈ ഫോൺ ആക്ടിവേറ്റ് ആയപ്പോഴൊക്കെ കോള് പോയിരിക്കുന്നത് ഒരേ ഒരു നമ്പറിലേക്കാണ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കോള് റിസീവ് ചെയ്തിരിക്കുന്ന നമ്പർ കൂടി അതേ പേരിലാണ്, ആരതി. അപ്പോൾ മേഡം അന്ന് പറഞ്ഞ സംശയം സത്യമാകാനാണ് സാധ്യത, അല്ലേ? അവനൊരു സഹായി കൂടി ഉണ്ടാവും. ചിലപ്പോ ഒരു സഹായി എന്നതിലുപരി എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്ന ഒരു ബോസായി കൂടൊന്നുമില്ല. റോഷൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അവർക്കും തോന്നി. ഈ സമയം ഹേമന്തിന്റെ കമ്പ്യൂട്ടറിൽ ഒരു പുതിയ മെയിൽ വന്നു. അത് തുറന്ന് വായിച്ച ശേഷം ഹേമന്ത് സന്തോഷത്തോടെ പറഞ്ഞു, ഗൈസ്, വി ഹാവ് എ ബ്രേക്ക് ത്രൂ. 2013 ഒക്ടോബർ 7-ാം തീയതി പാലക്കാട് ഫാക്ടറിയിൽ ആരതിയെ കൊല്ലാനായി ഒത്തുകൂടിയവരുടെ ഫോൺ നമ്പേഴ്സ് ട്രാക്ക് ചെയ്തിട്ടുണ്ട്. സമയവും സ്ഥലവും രാമേട്ടൻ പറഞ്ഞപ്പോഴേ ഞാൻ ജെയിംസിനെ വിളിച്ച് പറഞ്ഞിരുന്നു. അവനത് വൃത്തിയായി ട്രാക്ക് ചെയ്തു തന്നു. അന്നവിടെ ആക്റ്റീവായിരുന്ന ഫോൺ നമ്പേഴ്സ് 6 എണ്ണം. അതിൽ മരിച്ച 4 പേർ ഒഴിച്ചുള്ള 2 എണ്ണത്തിൽ ഒന്ന് രാമേട്ടൻ്റേത്. അടുത്ത ഒരാൾ ഗോഡ്വിൻ ആന്റണി, സൺ ഓഫ് ആന്റണി വർഗീസ്. അവന്റെ പേര് ആ അപ്പാർട്ട്മെന്റ് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യൂ. റോഷൻ ആ ലിസ്റ്റ് എടുത്ത് അതിൽ അങ്ങനെയൊരു പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അങ്ങനെയൊരു പേര് ആ താമസക്കാരുടെ ലിസ്റ്റിലുണ്ടായിരുന്നില്ല. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം ദുർഗ ചോദിച്ചു, ഈ ആന്റണി വർഗീസ് മാപ്പിള ആൽവിൻ ഗ്രൂപ്പിന്റെ MD അല്ലേ? തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടുള്ള ഗാർമെന്റ്സ് ആൻഡ് ജ്വല്ലറി ഷോപ്പിന്റെ ഉടമ. ദുർഗയായിരുന്നു ആ സംശയം പ്രകടിപ്പിച്ചത്. അതെ, ആ ആന്റണിയുടെ ഇളയ മകനാണ് ഈ ഗോഡ്വിൻ. ഹേമന്ത് പറഞ്ഞു നിർത്തിയതും എന്തോ ഓർത്ത പോലെ റോഷൻ പറഞ്ഞു, സർ, ആൽവിൻ ഗ്രൂപ്പിന്റെ പേരിൽ ഒരു ഫ്ലാറ്റ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരുടെ ഗസ്റ്റ് ഹൗസ് ആണത്. റോഷൻ പറഞ്ഞത് കേട്ട് ഹേമന്ത് പറഞ്ഞു, അവന്റെ ഈ നമ്പർ ഈ അറ്റാച്ച്മെന്റിലുണ്ട്. കോൾ ഹിം ആൻഡ് ടേക്ക് ഹിസ് ലൊക്കേഷൻ ക്വിക്ക്. ഫോൺ എടുത്ത് ഡയൽ ചെയ്തുകൊണ്ട് കുറച്ച് മാറി നിൽക്കുകയായിരുന്നു റോഷൻ. പെട്ടെന്ന് തിരിഞ്ഞ് ഹേമന്തിനോട് പറഞ്ഞു, സർ, സ്വിച്ച് ഓഫ് ആണത്. ഹേമന്ത് ഫോൺ എടുത്ത് ജെയിംസിനെ വിളിച്ചു. ഇപ്പോ എനിക്ക് മെയിൽ ചെയ്ത് തന്നില്ലേ ഒരു ഗോഡ്വിന്റെ നമ്പർ? ക്യാൻ യു പ്ലീസ് ചെക്ക് ഹിസ് ലാസ്റ്റ് ലൊക്കേഷൻ? ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഫോൺ കട്ട് ചെയ്യാതെ ഹേമന്ത് വെയിറ്റ് ചെയ്തു. കുറച്ചു കഴിഞ്ഞ് ലൈനിൽ വന്ന ജെയിംസ് പറഞ്ഞ ഉത്തരം കേട്ട് ഹേമന്തിന്റെ കണ്ണിൽ ഇരുട്ട് കയറിയതുപോലെ തോന്നി. ഇതുവരെ മരിച്ച എല്ലാവരുടെയും പോലെ ആ ഫോണും സ്വിച്ച് ഓഫ് ആയത് പൈപ്പ് ലൈൻ സിഗ്നലിൽ വെച്ചായിരുന്നു. ഗോഡ്വിൻ തട്ടിക്കൊണ്ടു പോയിട്ടിപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിരുന്നു. ഹേമന്തിന്റെ നിർദ്ദേശപ്രകാരം ദുർഗയും റോഷനും ആദ്യം പോയത് കഴിഞ്ഞ വിക്റ്റിമായ വിക്ടറിനെയും ഇപ്പോൾ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട ഗോഡ്വിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്താനായിരുന്നു. 2 പേരുടെയും ഫോൺ ലിസ്റ്റ് അടക്കം എടുപ്പിച്ചിരുന്നു. പക്ഷെ നിരാശയായിരുന്നു ഫലം. ഹേമന്തും ദുർഗയും ഇപ്പോൾ ഇരിക്കുന്നത് കോൺഫറൻസ് റൂമിലാണ്. കമ്മീഷണറും അവരോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് മണിക്കൂറുകളായി നമ്മൾ ഇരട്ടി തപ്പുകയാണ് ഹേമന്ത്. ഉന്നതങ്ങളിൽ ഒരുപാട് ബന്ധമുള്ളവരാണ് ഈ ആൽവിൻ ഗ്രൂപ്പുകാർ. ഇതുവരെ സംഭവിച്ചതൊന്നും നമ്മൾ അവരെ അറിയിച്ചിട്ടുമില്ല.
മരിച്ച ആദ്യ 4 പേരുമായിട്ട് ഇവനുള്ള ബന്ധത്തിന് പോലും നമുക്കൊരു തെളിവും ലഭിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇതൊരു റോങ് ഡയറക്ഷനാണെന്ന്. കമ്മീഷണറുടെ സ്വരത്തിൽ ദേഷ്യത്തിനൊപ്പം നിസ്സഹായതയുടെയും നിഴലുണ്ടായിരുന്നു. ഹേമന്ത് ഒന്നും മിണ്ടാതെ തലകുനിച്ചിരുന്നതേയുള്ളൂ. പരസ്പരം ഒരു ഫോൺ കോൾ പോലും ചെയ്യാത്ത ഇവർ ഒരിക്കലും ഫ്രണ്ട്സ് പോലും ആകാനുള്ള സാധ്യതയില്ല. പിന്നെ എങ്ങനെയാണ് ഇയാളെ? വി ഹാവ് ടു റീതിങ്ക് ഹേമന്ത്. കമ്മീഷണറുടെ സ്വരം ഉയർന്നു വന്നു. ആരതിയുടെ മരണസമയത്ത് വിക്ടറിനൊപ്പം അവനും ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവാണിത്. ഇത് പറഞ്ഞ ഹേമന്തിന്റെ കയ്യിൽ സൈബർ സെല്ലിന്റെ ആ ഫോൺ കോൾ ഡീറ്റെയിൽസ് ആയിരുന്നു. സർ, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ബട്ട് ഇവർ തമ്മിൽ ഒരു തരത്തിലും ലിങ്ക് ചെയ്യാൻ നമുക്ക് സാധിക്കാത്തതാണ് എല്ലാവർക്കും സംശയം ഉണ്ടാക്കുന്നത്. ദുർഗയാണത് പറഞ്ഞത്. എന്ത് തെളിവിനേക്കാളും എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം എൻ്റെ ഇൻഡ്യൂഷൻസിനെയാണ്. ഇനി നിങ്ങളുടെയൊക്കെ സംശയത്തിനുള്ള ഉത്തരം, ഐ ആം നോട്ട് ഷുവർ അബൌട്ട് ദിസ്. ഇറ്റ് ഈസ് എ വൈൽഡ് ഗസ്. ഡ്രഗ്സ്. വിക്ടർ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളാണ്. സുനി ഇതിന്റെ യൂസർ ആൻഡ് കാരിയർ ആണ്. ഈ ഗോഡ്വിൻ കൂടി ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഒരുപക്ഷെ ഇവർ തമ്മിലുള്ള ലിങ്ക് ഈ സുനിയായിക്കൂടെ? ഹേമന്ത് പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടിരുന്നു. ആ സാധ്യത ആർക്കും തള്ളിക്കളയാനായില്ല. അങ്ങനെയൊരു സാധ്യതയുണ്ട്. പക്ഷേ ഇതുവരെ ഒരു എവിഡൻസും ഇല്ല. കമ്മീഷണർ അത് പറഞ്ഞു നിർത്തിയതും റോഷൻ മുറിയിലേക്ക് കയറി വന്നതും ഒരുമിച്ചായിരുന്നു. സാറ് പറഞ്ഞ പോലെ ഞാൻ ഗോഡ്വിനെ കുറിച്ചൊന്ന് അന്വേഷിച്ചു. തിരുവനന്തപുരത്താണ് അവന്റെ ഫാമിലിയെങ്കിലും പഠിച്ചതും വളർന്നതുമെല്ലാം പാലക്കാടാണ്. അവന്റെ അച്ഛന്റെ സഹോദരിയുടെ വീട്ടിൽ ചെറുപ്പം മുതലേ തന്നെ വളരെ നൊട്ടോറിയസ് ആയിട്ടായിരുന്നു അവൻ വളർന്നത്. പിന്നെ വളർന്നപ്പോൾ ഡ്രഗ്സിന്റെ ഉപയോഗവും. റോഷൻ പറഞ്ഞു നിർത്തിയതും എല്ലാവരും അയാളെ നോക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞ സ്റ്റോറിക്ക് വിശ്വാസയോഗ്യമായ ഒരു ബേസ് ഉണ്ടായില്ലേ? ഹേമന്ത് തെല്ലി സന്തോഷത്തോടെയാണത് പറഞ്ഞത്. ഓക്കെ ഹേമന്ത്, നൗ യു ക്യാൻ മേക്ക് എ പ്ലാൻ. ബട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇനി ഒരു ജീവൻ കൂടി നഷ്ടപ്പെടരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു പോകാൻ തുടങ്ങിയ കമ്മീഷണറെ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്തു. കമ്മീഷണർ പോയ ശേഷം ഹേമന്ത് പറഞ്ഞു, ആ കില്ലർ ഉപേക്ഷിച്ച ഈ ഫോണിനെ വിശ്വസിച്ചാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഇത് നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി അയാൾ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ? ഹേമന്തിന്റെ സംശയം ന്യായമാണെന്ന് അവർക്കും തോന്നി. സാർ പറഞ്ഞത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതുവരെ നമ്മൾ വന്ന വഴിയൊക്കെ തെറ്റായിരിക്കില്ലേ? ഇല്ല സാർ, എനിക്ക് മറിച്ചാണ് തോന്നുന്നത്. രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ അയാൾ ഉപേക്ഷിച്ചതാകാം അത്. റോഷൻ പറഞ്ഞു നിർത്തി. ഹേമന്ത് ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഫോണിന്റെ ലൊക്കേഷൻ പ്രകാരം ആ കില്ലർ ഇപ്പോഴും മുളവുകാട് ഏരിയയിലാണോ ഉള്ളത് എന്നറിയണം. പിന്നെ അവന്റെ എക്സാക്റ്റ് ലൊക്കേഷൻ. പിന്നെ അറിയേണ്ടത് അയാൾ ഒറ്റയ്ക്കാണോ ഇതെല്ലാം ചെയ്യുന്നത് എന്നുമാണ്. ഹേമന്ത് ഒന്ന് നിർത്തിയിട്ട് എല്ലാവരെയും നോക്കി. പിന്നീട് തുടർന്നു, സോ നമുക്ക് മുളവുകാട് നിന്നും വേറെ റോഡിലേക്കുള്ള എല്ലാ എക്സിറ്റ് റൂട്ട്സിന്റെയും ഡീറ്റെയിൽസ് എടുക്കണം. ആ റോഡിലുള്ള ക്യാമറകൾ അറ്റാച്ച് ചെയ്ത എല്ലാ ഷോപ്പിൽ നിന്നും വിഷ്വൽസ് കളക്ട് ചെയ്യണം. ഇതുവരെ മരിച്ച എല്ലാവരും മിസ്സായ തീയതി മുതലുള്ള 4 ദിവസത്തെ ഫുട്ടേജ് കളക്ട് ചെയ്യണം. അതിൽ നിന്നും അവന്റെ ഹൈഡ് ഔട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ ഇടപ്പള്ളി മുതൽ മുളവുകാട് വരെയുള്ള എല്ലാ ക്യാമറയിൽ നിന്നും ഇന്ന് രാവിലെ 9:30 മുതലുള്ള വിഷ്വൽസ് എടുക്കണം. അതിലുള്ള വണ്ടികൾ വേറെ റൂട്ടിലൂടെയോ അല്ലെങ്കിൽ സെയിം റൂട്ടിൽ കൂടെയോ തിരിച്ചു പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ദെൻ നമുക്ക് എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടും. എല്ലാം കേട്ട ശേഷം റോഷനും ദുർഗയും സല്യൂട്ട് ചെയ്തിട്ടാണ് പുറത്തേക്ക് പോയത്. മുളവുകാട് ഏരിയയിൽ നിന്നും പുഴയിലൂടെ ഒരു സ്പീഡ് ബോട്ട് വേഗത്തിൽ പോകുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 4.5 മണിക്കൂർ കൊണ്ട് കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത വന്നിരുന്നു. അവന്റെ ഹൈഡ് ഔട്ട് എന്ന് സംശയിക്കുന്ന സ്ഥലം മുളവുകാട് റോഡിനടുത്ത് പണി മുടങ്ങിക്കിടക്കുന്ന ഒരു ഫ്ലാറ്റായിരുന്നു. അതിന് എല്ലാ വശത്തുമുള്ള സർവെയിലൻസ് ക്യാമറയിൽ ഒരു വാൻ ആ ദിവസങ്ങളിലുണ്ടായിരുന്നു. തൃപ്പൂണിത്തുറ SI ജേക്കബും ഇൻസ്പെക്ടർ മുസ്തഫയും കൂടി ആ ഫ്ലാറ്റിന്റെ പരിസരത്തേക്ക് പറഞ്ഞുവിട്ടിരുന്നു. അവനിപ്പോഴും ഉള്ളത് അവിടെ തന്നെയാണോ എന്ന് ഉറപ്പിക്കലാണ് അവരുടെ ദൗത്യം. ആ മുറിയിൽ റോഷനും ദുർഗയും കൂടി ആ ഫ്ലാറ്റിന്റെ ബ്ലൂ പ്രിന്റ് പരിശോധിക്കുകയായിരുന്നു. കായലിന്റെ തൊട്ടടുത്ത് 70 സെന്റിലായിരുന്നു ആ കെട്ടിടം സ്ഥിതി ചെയ്തിരുന്നത്. ഒരു വശത്ത് റോഡിനാലും മറ്റു 3 വശങ്ങളിൽ കായലാലും ചുറ്റപ്പെട്ട് കിടക്കുന്നതായിരുന്നു ആ സ്ഥലം. സി ആകൃതിയിൽ 12 നിലകളായിട്ടായിരുന്നു അതിന്റെ നിർമ്മാണം. കുറച്ചു മാറി കമ്മീഷണറുമായി സംസാരിക്കുകയായിരുന്നു ഹേമന്ത്. തന്റെ മനസ്സിലുള്ള പ്ലാൻ കമ്മീഷണറുമായി ഡിസ്കസ് ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് ഹേമന്തിന്റെ ഫോൺ റിംഗ് ചെയ്തു. അത് ജേക്കബ് ആയിരുന്നു. പറയൂ ജേക്കബ്, എന്തെങ്കിലും വിവരം? സർ, അവനിവിടെ തന്നെയുണ്ട്. പക്ഷേ ഒന്നിലധികം ആളുകളുണ്ടോ എന്നറിയില്ല. ജേക്കബ് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഗുഡ് ജോബ്. കൂടുതൽ റിസ്ക് എടുക്കണ്ട. അവൻ നിങ്ങളെ ശ്രദ്ധിക്കാൻ അവസരം കൊടുക്കരുത്. കം ബാക്ക്. വി വിൽ ബി ഹിയർ. ബാക്കി ഇവിടെ വന്നിട്ട് പറയാം. ഹേമന്ത് കോള് കട്ട് ചെയ്തിട്ട് തിരിഞ്ഞ് ദുർഗയോട് റോഷനോട് പറഞ്ഞു, ഗൈസ്, ഹീസ് ദെയർ. വി ഹാവ് ടു മൂവ്. റോഷൻ തലയാട്ടിക്കൊണ്ട് എഴുന്നേറ്റു. ദുർഗയുടെ മുഖത്തുള്ള ടെൻഷൻ ഹേമന്ത് ശ്രദ്ധിക്കാതിരുന്നില്ല. കീപ് അപ്ഡേറ്റിംഗ്. ഐ ആം വെയിറ്റിംഗ് ഫോർ എ ഗുഡ് റിസൾട്ട്. ഹേമന്തിന്റെ തോളിൽ തട്ടിക്കൊണ്ടാണ് കമ്മീഷണർ പറഞ്ഞത്. വി വിൽ ഡു അവർ ബെസ്റ്റ് സർ. സല്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഹേമന്ത് പറഞ്ഞത്. എല്ലാവരും എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്തു. കമ്മീഷണർ പുറത്തേക്ക് പോയി. തിരിച്ചു വന്ന് തന്റെ കസേരയിൽ ഇരുന്നു ഹേമന്ത്.
12 നിലകളുള്ള ഫ്ലാറ്റാണത്. സൈഡൊന്നും മറച്ചിട്ടുമില്ല. നമ്മളെക്കാൾ ഉയരത്തിലായിരിക്കും അവൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു അനക്കം പോലും അവൻ പെട്ടെന്ന് തിരിച്ചറിയും. റോഷൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് ഹേമന്തിന് മനസ്സിലായി. റോഷൻ, കാര്യങ്ങൾ ഇപ്പോഴും അവന് അനുകൂലമാണ്. അത് മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതും. സോ ഡോണ്ട് വറി. ഹേമന്ത് ഇത് പറയുമ്പോഴും ദുർഗ എന്തോ ആലോചിച്ചു നിൽക്കുകയായിരുന്നു. വാതിൽ തുറന്ന് മുറിക്കുള്ളിലേക്ക് ജേക്കബും മുസ്തഫയും വന്നു. സല്യൂട്ട് ചെയ്ത് അവരോട് ഹേമന്ത് ഇരിക്കാൻ പറഞ്ഞു. സർ, നമ്മുടെ സ്ട്രാറ്റജി എന്താണ്? മുസ്തഫയാണത് ചോദിച്ചത്. ഗൈസ്, ലിസൺ കെയർഫുള്ളി. 2 വിക്ടിംസ് തമ്മിൽ 15 ദിവസത്തെ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇവനെ കൊണ്ടുപോയത് 4-ാം ദിവസമാണ്. അതായത് നമ്മൾ പുറകെ തന്നെയുണ്ടെന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. അവനെ പിടിക്കുന്നതിന് മുമ്പ് അവൻ എല്ലാം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അവൻ ആ പാറ്റേൺ ഒന്നും ഫോളോ ചെയ്യാൻ സാധ്യതയില്ല. തന്നെയുമല്ല, അവന് പുറത്തേക്ക് ഒരു ശ്രദ്ധയും ഉണ്ടാകും. സോ വി ഹാവ് ടു എക്സ്ട്രാ കെയർഫുൾ. ഹേമന്ത് പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. ഹേമന്ത് തുടർന്നു. നമ്മൾ 5 പേര് മാത്രമുള്ള ഒരു ഓപ്പറേഷനാണ് എൻ്റെ മനസ്സിൽ. റോഡ് മാർഗം അവിടെ വരെ ചെല്ലുക എന്നത് റിസ്ക് ആണ്. വേറെ എന്തെങ്കിലും ഓപ്ഷൻ? തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കായലിനോട് ചേർന്ന് ഒരു ചിറയുണ്ട്. റോഡ് വളഞ്ഞു വരുന്ന ഭാഗത്തു നിന്നും ഈ ചിറയിലേക്ക് നമുക്ക് നടന്നെത്താൻ പ്രയാസം ഉണ്ടാവില്ല. ജേക്കബാണത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിലെ തന്നെ എൻ്റർ ആകാം. ഫ്ലാറ്റിന് മുകളിലേക്ക് കയറാൻ 3 സ്റ്റേഴ്സാണുള്ളത്. റോഷൻ, മുസ്തഫ, പിന്നെ ജേക്കബ് 3 പേരും പതിയെ മുകളിലേക്ക് കയറണം. ഞാൻ കായലിൻ്റെ ഭാഗവും ദുർഗ റോഡിൻ്റെ ഭാഗവും കവർ ചെയ്യാം. ബട്ട് കീപ്പ് ഇൻ മൈൻഡ്, നമ്മൾക്ക് അവനെ ജീവനോടെ വേണം. എല്ലാവരും തലയാട്ടി. സമയം രാത്രി 8 മണി കഴിഞ്ഞിരുന്നു. ചെറുതായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. പുറത്തു നിന്നുള്ള കുറച്ച് ശബ്ദങ്ങൾ ഈ മഴയുടെ ശബ്ദം കാരണം അവന്റെ ശ്രവണപഥത്തിലേക്ക് എത്തിയില്ല എന്നത് ഹേമന്തിനും കൂട്ടർക്കും ഒരു മുതൽക്കൂട്ടായിരുന്നു. അവർ വന്ന ആ വണ്ടി ആ കെട്ടിടം എത്തുന്നതിന് മുമ്പുള്ള വളവിൽ നിർത്തി. ദുർഗയാണ് വണ്ടി ഓടിച്ചിരുന്നത്. അവൾ ഒഴിച്ച് ബാക്കിയെല്ലാവരും വണ്ടിയിൽ നിന്നിറങ്ങി. നമ്മളെല്ലാവരും കോൺഫറൻസ് കോളിൽ കണക്റ്റ് ആയിരിക്കും. ആരും കോള് കട്ട് ചെയ്യരുത്. ഒരാൾ സംസാരിച്ചു കഴിയുന്നതുവരെ ആരും ശബ്ദം ഉണ്ടാക്കരുത്. പിന്നെ ആരും അധിക ശബ്ദമുണ്ടാക്കരുത്. ചെറിയ ശബ്ദം പോലും അവനെ അലേർട്ടാക്കും. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഡു ഇറ്റ്. ഹേമന്ത് പറഞ്ഞു തീർന്നതും റോഷനും ജേക്കബും മുസ്തഫയും ഇറങ്ങി നടന്നു. ഹേമന്ത് കൂട്ടിച്ചേർത്തു. ദുർഗാഭാഗത്ത് എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് വാച്ച് ചെയ്യണം. എന്തെങ്കിലും കാര്യങ്ങളുണ്ടായാലും ഉടനെ പറയണം. ഓക്കെ സർ. ദുർഗ വണ്ടി ഓടിച്ചു പോയി. മരങ്ങളുടെ ഇടയിൽ വണ്ടി അവൾ ഇറക്കി പാർക്ക് ചെയ്തു. എന്നിട്ട് അവൾ വണ്ടിയിൽ തന്നെ ഇരുന്ന് ഫ്ലാറ്റിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. മഴ അപ്പോഴേക്കും ശക്തി പ്രാപിച്ചിരുന്നു. അവർ 4 പേരും ആ ചിറയിലൂടെ നടന്ന് ഫ്ലാറ്റിനടുത്തെത്തി. സർ, ഫ്ലാറ്റിന് മുൻഭാഗത്തായി ഒരു വാൻ പാർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് വ്യക്തമായി കാണാം. അടുത്തെങ്ങും ആരുമില്ല. ദുർഗയാണത് പറഞ്ഞത്. റോഷൻ, ചെക്ക് ദി വാൻ. അതിൻ്റെ ബാറ്ററി വയർ കട്ട് ചെയ്തേക്കും. ബി കെയർഫുൾ. എന്നിട്ട് ഇടത്ത് കാണുന്ന സ്റ്റെയർ വഴി കയറിക്കോളൂ. ഹേമന്ത് പറഞ്ഞതിന് റോഷൻ ഫോണിലൂടെ തന്നെയാണ് മറുപടി കൊടുത്തത്. യെസ് സർ. മുസ്തഫ, റൈറ്റ് സൈഡിലുള്ള സ്റ്റെയർ കയറും. ജേക്കബ്, യു ഗോ ടു ദ സെന്റർ. ഹേമന്തിന്റെ കമാൻഡ് അതേപടി പാലിക്കപ്പെട്ടു. ദുർഗ കാറിലിരുന്ന റോഡിന്റെ ഭാഗം ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഹേമന്ത് ഈ സമയം കായലിന്റെ കരയിലുള്ള മോട്ടോർ ഹൗസിലായിരുന്നു. റോഷൻ പതിയെ പടികൾ കയറി തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. വാനിന്റെ ബാറ്ററി വയർ അയാൾ കട്ട് ചെയ്തിരുന്നു. കയ്യിൽ തോക്കുമായിട്ടായിരുന്നു ജേക്കബ് പടികൾ കയറിയത്. മുസ്തഫ 4-ാം നിലയിൽ നിന്നും പതിയെ മുകളിലേക്ക് നടക്കുകയായിരുന്നു. 7-ാം നിലയിലെത്തിയ ജേക്കബ് നിലത്ത് ഒരു ബൂട്ട് പ്രിന്റ് കണ്ടു. കുറച്ചു മാറി ഒരുപാട് ബൂട്ട് പ്രിന്റുകൾ ഉണ്ടായിരുന്നു. സർ, 7-ാം നിലയിൽ കുറച്ച് ബൂട്ട് പ്രിന്റ്സ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ലുക്ക് കെയർഫുള്ളി. ഒന്നിലധികം ആളുകളുണ്ടെങ്കിൽ അനങ്ങരുത്. വെയിറ്റ് ഫോർ ബാക്കപ്പ്, ഹേമന്ത് പറഞ്ഞു. ജേക്കബ് ആ കാൽപ്പാടുകൾ ശ്രദ്ധിച്ചു നോക്കി. അതെല്ലാം ഒരേ വലിപ്പത്തിലും ആകൃതിയിലുമുള്ളതായിരുന്നു. അവൻ പതിയെ മുന്നോട്ട് നീങ്ങി. കുറച്ചു നേരം കഴിഞ്ഞ്, സർ, എനിക്കും ബൂട്ട് പ്രിന്റ്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഒരാളുടേതുപോലെ തന്നെയാണ് തോന്നുന്നേ, മുസ്തഫ പറഞ്ഞു. വിച്ച് ഫ്ലോർ? 7th, മുസ്തഫ പറഞ്ഞു. സർ, 7th ഫ്ലോർ റൈറ്റ് മിഡിലിൽ ഒരു വെളിച്ചം കാണുന്നുണ്ട്. ദുർഗയാണത് പറഞ്ഞത്. റോഷൻ, കവറപ്പ്. യെസ് സർ. മുസ്തഫ വരാന്തയിൽ നിന്നും വെളിച്ചമുള്ള മുറിയിലേക്ക് കയറുന്നത് ജേക്കബിന് വ്യക്തമായി കാണാമായിരുന്നു. ജേക്കബ് അയാളെ പിന്തുടർന്നു. ജേക്കബ് ആ മുറിയുടെ വാതിൽക്കൽ നിന്ന് അകത്തേക്ക് പതിയെ നോക്കി. മുസ്തഫ തോക്ക് ചൂണ്ടി നിൽക്കുകയാണ്. തൊട്ടുമുന്നിൽ ഗോഡ്വിനെ വലത്തു കൈകൊണ്ട് പിടിച്ച് അവന്റെ പുറകിലായി മറഞ്ഞു നിൽക്കുന്ന ആ മുഖംമൂടിക്കാരൻ. അവന്റെ ഇടത്ത് കൈയുടെ വിരലിനിടയിലൂടെ ഒരു സർജിക്കൽ നൈഫ് കറങ്ങിക്കൊണ്ടിരുന്നു. വായിൽ നിന്നും ഒഴുകുന്ന രക്തവുമായി മിണ്ടാനാവാതെ നിൽക്കുകയായിരുന്നു ഗോഡ്വിൻ. അന്ന് ചെമ്പക്കരയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ അവൻ ധരിച്ചിരുന്ന അതേ വേഷം. ഒരു ഭയാനക അന്തരീക്ഷമായിരുന്നു ആ മുറിയിൽ. താഴെ അവിടെ ഇവിടെയായി തളം കെട്ടിക്കിടക്കുന്ന രക്തം. മേശമേൽ കൂട്ടിയിട്ടിരിക്കുന്ന പല വലുപ്പത്തിലുള്ള കത്തികൾ. ജേക്കബിന് തല കറങ്ങുന്നത് പോലെ തോന്നി. സർ, വി ഗോട്ട് ഹിം. 7th ഫ്ലോർ റൈറ്റ് മിഡിൽ.
മുസ്തഫയുടെ തോക്കിന് മുന്നിലാണവൻ, ജേക്കബ് പറഞ്ഞു. റോഷൻ ആ സ്ഥലത്തേക്ക് കുതിച്ചു. ഹേമന്ത് കായൽക്കരയിൽ നിന്നും ഫ്ളാറ്റിനടുത്തേക്ക് ഓടിവരികയായിരുന്നു. തോക്ക് ചൂണ്ടി നിൽക്കുന്ന മുസ്തഫയുടെ പുറകിലേക്ക് കയ്യിലൊരു തോക്കുമായി ജേക്കബ് പ്രവേശിച്ചു. ഡ്രോപ്പ് യുവർ നൈഫ്. ജേക്കബ് പറഞ്ഞത് കേട്ട് മുസ്തഫ തിരിഞ്ഞു നോക്കി. അടുത്ത നിമിഷം തോക്ക് ചൂണ്ടിയ മുസ്തഫയുടെ കയ്യിൽ ആ കില്ലറെറിഞ്ഞ സർജിക്കൽ നൈഫ് ആഴ്ന്നിറങ്ങി. ഇത് കണ്ട് ജേക്കബ് ഫയർ ചെയ്തു. പക്ഷേ ബുള്ളറ്റ് കൊണ്ടത് ഗോഡ്വിനായിരുന്നു. ഒരു ശബ്ദവുമില്ലാതെ അവൻ മറിഞ്ഞു താഴെ വീണു. ഒഴിഞ്ഞു മാറിയ കില്ലർ താഴേക്കിടുന്ന മുസ്തഫയുടെ പിസ്റ്റൺ കൈക്കലാക്കി ജേക്കബിന് വെടിയുതിർത്തു. വലതേ തോളിൽ വെടിയേറ്റ് വീണ് ജേക്കബിന്റെ കയ്യിൽ നിന്നും തോക്ക് തെറിച്ചുപോയി. ആ മുഖംമൂടിക്കാരൻ താഴെ നിന്നും എണീറ്റ് ജേക്കബിന്റെ തോക്ക് തട്ടിത്തെറിപ്പിച്ചു. ശേഷം കമിഴ്ന്നു വീണ് കിടന്ന ഗോഡ്വിന്റെ മുതുകിലേക്ക് അയാൾ 3 വട്ടം വെടിയുതിർത്തു. ആ 5 വെടിയൊച്ചകൾ കേട്ട ദുർഗ തന്റെ തോക്കുമായി പുറത്തേക്കിറങ്ങി. വാട്ട്സ് ഹാപ്പനിങ് ദർ? ആർ യു ഓൾ റൈറ്റ്? ദുർഗ ചോദിച്ചു. ഐ വാസ് ഷോട്ട്. അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് മാഡം. ഇപ്പോ സെൻട്രൽ സ്റ്റേറിന് ഭാഗത്തേക്ക് ഓടിയിട്ടുണ്ട്. ദുർഗ തന്റെ പുറത്തെടുത്ത തോക്കുമായി അങ്ങോട്ടേക്ക് ഓടി. ഹേമന്ത് ആ പ്ലോട്ടിന്റെ കിഴക്ക് ഭാഗത്തുള്ള കായൽക്കരയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ. പുറത്തേക്കിറങ്ങിയ അയാൾ നടുവിലത്തെ സ്റ്റെയർ വഴി താഴേക്കിറങ്ങി. അയാൾ ഓടിയിറങ്ങുന്നത് റോഷൻ കണ്ടിരുന്നു. സർ, അവൻ നടുവിലത്തെ സ്റ്റെയർ വഴി താഴേക്കിറങ്ങിയാണ്. വി ഹാവ് ടു ബ്ലോക്ക് ഹിം. അവന്റെ കയ്യിൽ തോക്കുണ്ട്, റോഷൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി. അവൻ മുടന്തിയാണ് ഓടിയിരുന്നത്. പുറകെ റോഷൻ വരുന്നത് കണ്ട് അവൻ തിരിഞ്ഞ് ഫയർ ചെയ്തു. പക്ഷെ റോഷൻ ഒഴിഞ്ഞു മാറി. അവസാന സ്റ്റെയർ ഇറങ്ങുന്നതിന് മുമ്പ് അവൻ ഒന്നുകൂടെ ഫയർ ചെയ്തു. അതിൽ നിന്നും റോഷൻ ഒഴിഞ്ഞു മാറിയത് വലത്തേക്ക് ചാടിക്കൊണ്ടായിരുന്നു. അവിടെ നിന്നും എഴുന്നേറ്റ് റോഷൻ ചുറ്റും നോക്കി. അവനെയെങ്ങും കാണാനില്ലായിരുന്നു. റോഷൻ പടികളിറങ്ങി വന്നതും ഒരു തൂണിന്റെ മറവിൽ നിന്നും അവൻ ഒരു പലക കൊണ്ടടിച്ചതും ഒരുമിച്ചായിരുന്നു. അതിൽ റോഷൻ വീണുപോയി. അവൻ നിലത്തു നിന്നും റോഷനെ കഴുത്തിന് പിടിച്ച് പൊക്കിയെടുത്തു. റോഷന്റെ കാലുകൾ നിലത്ത് മുട്ടുന്നില്ലായിരുന്നു. കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും അയാൾ ഒരു കത്തി പുറത്തെടുത്തു. റോഷൻ ആ പിടി വിടുവിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ സാധിച്ചില്ല. ഈ സമയം തന്റെ കാലിൽ വന്ന് പതിച്ച വെടിയുണ്ടയിൽ അയാളുടെ നിലത്തെറ്റി മറിഞ്ഞു വീണു. റോഷൻ അടുത്ത് കിടന്ന തടിക്കഷ്ണമെടുത്ത് അവന്റെ തലയ്ക്കടിച്ചു. കണ്ണുകൾ അടയുന്നതിനു മുമ്പ് അവൻ ഫയർ ചെയ്ത ആളെ കണ്ടിരുന്നു. ഹേമന്ത്. കണ്ണുകൾ മെല്ലെ തുറക്കുമ്പോൾ താനുള്ളത് ഇൻട്രോഗേഷൻ റൂമിലാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. വലത് കൈ മേശയോട് ചേർത്ത് ബന്ധിച്ചിരുന്നു. മേശമേലിരുന്നിരുന്ന ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അയാൾ കുടിച്ചു. തന്റെ തലയിലെ മുറിവ് അനങ്ങിയതിൽ കുറച്ച് വേദന അനുഭവപ്പെട്ടു. അയാൾ തന്റെ കാലുകൾ പരിശോധിച്ചു. മുറിവുകൾ അത്ര സാരമുള്ളവയായിരുന്നില്ല. എങ്കിലും തലയ്ക്കകത്ത് ഒരു വേദനയുള്ളതുപോലെ തോന്നിയിരുന്നു. അയാൾ ചുറ്റും നോക്കി. ആ മുറിയിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഇൻട്രോഗേഷൻ റൂമിനകത്തെ ക്യാമറ പകർത്തുന്ന വിഷ്വൽസ് പുറത്തെ മുറിയിലിരുന്ന് പരിശോധിക്കുകയായിരുന്നു ദുർഗ. പെട്ടെന്ന് തുറക്കപ്പെട്ട വാതിലൂടെ ഹേമന്ത് അകത്തേക്ക് പ്രവേശിച്ചു. പുറകിൽ റോഷൻ ഉണ്ടായിരുന്നു. റോഷന്റെ നെറ്റിയിൽ ഒരു ബാൻഡേഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹലോ ഡോക്ടർ, ഹോപ്പ് യു ആർ ഫൈൻ. ഹേമന്ത് ചിരിച്ചുകൊണ്ടാണ് അത് ചോദിച്ചത്. ഉദ്യമത്തിൽ വിജയിച്ചവന്റെ ചിരിയായിരുന്നു ആ മുഖത്തുണ്ടായിരുന്നത്. പെർഫെക്റ്റ്, അയാൾ മറുപടി പറഞ്ഞു. നിങ്ങളുടെ മുറിവുകൾ അത്ര സാരമുള്ളവയല്ല. ഞങ്ങളുടെ എക്സ്പെർട്ട് ഡോക്ടർ നിങ്ങളെ പരിശോധിച്ചിരുന്നു, ഹേമന്ത് പറഞ്ഞു. യാ, ഐ നോ. ഞാനും ഒരു ഡോക്ടറല്ലേ. പിന്നെ ആ പോലീസുകാർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അയാൾ ചോദിച്ചു. ഇല്ല, അവർക്ക് കുഴപ്പമൊന്നുമില്ല. ദേ ആർ ഡൂയിങ് വെൽ, റോഷനാണത് പറഞ്ഞത്. അയാൾ തിരിഞ്ഞ് റോഷനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നിങ്ങളെ ഉപദ്രവിക്കണമെന്ന് ഞാൻ കരുതിയതല്ല. ബട്ട് ദ സിറ്റുവേഷൻ ഡിമാൻഡ്സ്. ആദ്യത്തെ ആളുടെ കയ്യിലാണ് മുറിവ്. കുറച്ച് ആഴമുണ്ടെങ്കിലും പേടിക്കാനൊന്നുമില്ല. രണ്ടാമത്തെ ആളിന് തോളലിന്റെ താഴെയാണ് ബുള്ളറ്റ് ഏറ്റിരിക്കുന്നത്. എല്ലിന് ഡാമേജ് ഒന്നും പറ്റിക്കാണില്ല, ശരിയല്ലേ? അയാൾ ചോദിച്ചത് കേട്ട് റോഷൻ തെല്ലെന്ന് ഞെട്ടി. പക്ഷേ ഹേമന്ത് ചെറുചിരിയോടെയാണ് അതിനുത്തരം പറഞ്ഞത്. ഒരു ഡോക്ടറായി നിങ്ങൾക്ക് ഇത്രയും മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡോക്ടറിൽ ഒരാളായ നിങ്ങൾ. അയാളൊന്ന് ചിരിച്ചു. അതിനുശേഷം തലയുയർത്തി ഹേമന്തിനോട് ചോദിച്ചു, ഗോഡ്വിൻ? ഹേമന്തും റോഷനും പരസ്പരം നോക്കി. അയാൾ തുടർന്നു. ശരീരത്തിന്റെ പല ഭാഗത്തും മുറിവുകൾ. പല്ലുകളും നാക്കുകളും മുറിച്ചു മാറ്റിയിരുന്നു. പിന്നെ 3 ബുള്ളറ്റ്. റൈറ്റ് ലെങ്സിലൊന്ന്, ഹേർട്ടിലൊന്ന്, പിന്നെ ഒന്ന് ഡയഫ്രത്തിലും. പിന്നെ ഒരു ബുള്ളറ്റ് കൂടി. അത് ഞാനല്ലാട്ടോ, നിങ്ങളുടെ ആൾക്കാരാ. റൈറ്റ് ഓൺ ദ നെക്ക്. രക്ഷപ്പെടാൻ സാധ്യതയില്ല. പോസ്റ്റ്മോർട്ടം തുടങ്ങിയോ? റോഷൻ വീണ്ടും അതിശയത്തോടെ ഹേമന്തിനെ നോക്കി. ഈ പ്രാവശ്യം ഹേമന്തും തെല്ലൊന്ന് ഞെട്ടിയിരുന്നു. കേരളത്തിലെ തന്നെ ലീഡിംഗ് സർജനായ നിങ്ങൾക്ക് ഇതൊക്കെ കൃത്യമായി മനസ്സിലായിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ മിസ്റ്റർ സുശാന്ത് വാസുദേവ്. ഹേമന്താണ് അത് പറഞ്ഞത്. തൃപ്പൂണിത്തറ വി കെയർ ഹോസ്പിറ്റലിലെ സർജനായ ഡോക്ടർ സുശാന്ത് വാസുദേവ് ആയിരുന്നു അത്. യെസ്, ക്രൂരതയുടെ അവസാന വാക്കായ ആ 5 പേരുടെയും മരണത്തിന്, അല്ല, കൊലപാതകത്തിന് ഉത്തരവാദി ഞാനാണ്, ഡോക്ടർ സുശാന്ത് വാസുദേവ്. അയാളിത് പറഞ്ഞിട്ട് ആർത്ത് ചിരിച്ചു. മേശമേൽ തന്റെ കൈകൊണ്ട് ആഞ്ഞടിച്ചുകൊണ്ട് ഹേമന്ത് ചാടി എഴുന്നേറ്റു. സ്റ്റോപ്പ് ഇറ്റ്. തന്റെ ഇടത് കൈ മേശമേൽ ഊന്നിക്കൊണ്ട് കുറച്ചുകൂടി അടുത്തേക്ക് വന്ന ശേഷം ഡോക്ടർ പറഞ്ഞു.
തെറ്റ് ചെയ്തവരാണ് ACP കുമ്പസാരിക്കേണ്ടത്. ഈ 5 പേരും അവരവർ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് ഏറ്റുപറഞ്ഞിട്ടുണ്ട്. എന്റെ മുമ്പിൽ കിട്ടാതെ പോയ നീതി നടപ്പാക്കാൻ ഇറങ്ങിയ ഞാൻ കുമ്പസാരിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും വിദ്യാഭ്യാസമുള്ള നിങ്ങൾ ഒരിക്കലും ഈ പ്രതികാരത്തിന്റെ വഴി സ്വീകരിക്കരുതായിരുന്നു. നിയമത്തിന്റെ വഴി സ്വീകരിക്കണമായിരുന്നു, ഹേമന്ത് പറഞ്ഞു. 6 വർഷം മുമ്പ് നിയമത്തിന്റെ വഴിയിൽ പോരാടാൻ ഇറങ്ങിയ ഒരു അധ്യാപിക കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർത്തതാണ് ഈ നാട്ടിലെ നിയമം. ഇനിയും ഞാനതിനെ വിശ്വസിക്കണോ? മടിശീലയ്ക്ക് ഘനമുള്ളവന്റെ പുറകെ വാലാട്ടി നടക്കുന്ന പട്ടിയാണ് ഈ നാട്ടിലെ നിയമം. ഡോക്ടറുടെ മുഖത്തുള്ള പുച്ഛം ശരിക്കും എടുത്തു കാണാമായിരുന്നു. അയാൾ തുടർന്നു. അന്ന് പാലക്കാട്ട് പൂട്ടിക്കിടക്കുന്ന ഗാർമെന്റ് ഫാക്ടറിയിൽ തന്റെ പ്രിയപ്പെട്ടവളെ 6 പേർ ചേർന്ന് മൃഗീയമായി കൊന്നു കെട്ടിത്തൂക്കിയത് നിസ്സഹായതയോടെ നോക്കി നിന്ന 2 കണ്ണുകളുണ്ടായിരുന്നു. അതിനുശേഷം 6-7 മാസം എടുത്തു സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ. 5 വർഷങ്ങൾക്ക് ശേഷം ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ പിടിച്ച അതേ കണ്ണുകൾ. ആ 6 പേരിൽ ഒരാളെ കണ്ടതിൽ നിന്നാണ് ഈ ഒരു തീരുമാനം കൈക്കൊണ്ടത്. ലഭിക്കാതെ പോയ നീതി സ്വയം കണ്ടെത്തുക എന്നത്. അയാൾ 2 പേരെയും മാറി മാറി നോക്കി. എന്നിട്ട് തുടർന്നു. ഈ കൊല്ലപ്പെട്ട എല്ലാവരുമായി ഒരു സൗഹൃദം ഞാൻ ഉണ്ടാക്കിയെടുത്തിരുന്നു. അതുകൊണ്ട് ഇവരാരെയും കിഡ്നാപ്പ് ചെയ്യാൻ എനിക്ക് വിഷമം ഉണ്ടായിരുന്നില്ല. അയാൾ പിന്നെയും ആർത്തിച്ചിരിച്ചു. കമോൺ ഡോക്ടർ, വൈ യു ആർ ഡൂയിങ് ദിസ്? ഹേമന്താണത് ചോദിച്ചത്. കുറച്ചു നേരം മിണ്ടാതിരുന്ന ശേഷം ഡോക്ടർ പറഞ്ഞു തുടങ്ങി. ആരതി, ഞാൻ അവളെ കാണുന്നത് ചേർത്തല NSS കോളേജിൽ വെച്ചാണ്. അന്ന് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ MBBSന് പഠിക്കുന്ന കാലം. എൻ്റെ കസിൻ്റെ ഒരു സുഹൃത്ത്, ഒരു ഡേവിസ്, അവനെ കാണാനാണ് ഞങ്ങൾ ചേർത്തല NSS കോളേജിൽ വരാറുള്ളത്. ഈ ഡേവിഡിന് കോളേജിൽ ഒരു കുട്ടിയുമായിട്ട് അഫയർ ഉണ്ടായിരുന്നു. അവളുടെ ഉറ്റ സുഹൃത്തായിരുന്നു ഈ ആരതി. അങ്ങനെ ഈ കോളേജിൽ വെച്ചായിരുന്നു ഞാൻ അവളെ ആദ്യമായി കണ്ടത്. ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് അവളെ ഒത്തിരി ഇഷ്ടമായി. നല്ല സ്ത്രീത്വം വിളങ്ങുന്ന മുഖവും അച്ചടക്കമുള്ള പെരുമാറ്റവും. പിന്നീട് ആ കോളേജിലേക്ക് ഞാൻ പോയിരുന്നത് അവളെ കാണാനായിരുന്നു. ചേർത്തലയ്ക്കടുത്തുള്ള വീട്ടിലായിരുന്നു അവളുടെ താമസമെന്ന് മനസ്സിലാക്കി ഞാൻ അവിടെയും പോയിരുന്നു. അവിടെ വെച്ചാണ് ഞാൻ അറിഞ്ഞത് അവൾ മാത്രമല്ല അവളുടെ സുഹൃത്തുമായിട്ടുള്ള ആ പെൺകുട്ടിയും ഉൾപ്പെടെ 4-5 അനാഥരായ കുട്ടികളെ എടുത്ത് വളർത്തുന്നവരായിരുന്നു ആ വീട്ടിലുള്ള അച്ഛനമ്മയും. ആ തിരിച്ചറിവ് അവളോടുള്ള എൻ്റെ സ്നേഹം വർദ്ധിപ്പിച്ചു. ഒരു ഡിസൈനറായിരുന്ന എൻ്റെ കസിനായിരുന്നു അവരുടെ കോളേജ് മാഗസീൻ ഡിസൈൻ ചെയ്തിരുന്നത്. ഡേവിസിന്റെ കാമുകിയായിരുന്ന ആ കുട്ടിയായിരുന്നു ആ കോളേജ് മാഗസീൻ്റെ എഡിറ്റർ. സദാസമയം തന്റെ സുഹൃത്തിന്റെ കൂടെ തന്നെ ചെലവഴിച്ചിരുന്ന ആരതിയെ കാണാൻ എനിക്കും അതൊരവസരമായിരുന്നു. പക്ഷെ എൻ്റെ ഇഷ്ടവും പറഞ്ഞ് ഞാൻ അവളെ പല പ്രാവശ്യം സമീപിച്ചിട്ടും നിരാശയായിരുന്നു ഫലം. ഒടുവിൽ അവൾ BEdന് പഠിക്കുന്ന കാലത്താണ് ഞങ്ങൾ തമ്മിൽ ഇഷ്ടാവുന്നത്. അവൾ പഠിത്തം കഴിഞ്ഞ് മാരാരിക്കുളത്തുള്ള ലിറ്റിൽ ഫ്ലവർ UP സ്കൂളിൽ ട്രെയിനിയായിട്ട് ജോലിക്ക് കയറി 1 വർഷം കഴിഞ്ഞാണ് ഞാൻ ഉപരിപഠനത്തിനായി ലണ്ടനിലേക്ക് പോകുന്നത്. ഞാൻ ഓരോ പ്രാവശ്യം അവധിക്ക് വരുന്നതും അവളെ കാണാനായിട്ട് മാത്രമായിരുന്നു. ഒടുവിൽ ഞാൻ അവളെ അവസാനമായി കാണുന്നത് 2013 ഫെബ്രുവരിയിലാണ്. ലീവ് കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ പതിവിലും കൂടുതൽ സങ്കടപ്പെട്ടിരുന്നു അവൾ. എൻ്റെ കോഴ്സ് കഴിയാൻ മാസങ്ങളെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് വന്നാൽ നമുക്ക് കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിച്ചിരുന്നെങ്കിലും അവൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. നിറകണ്ണുകളോടെയാണ് അവളന്ന് എന്നെ യാത്ര അയച്ചത്. അന്നാണ് ഞാൻ അവളെ അവസാനമായിട്ട് കാണുന്നത്. സുശാന്ത് പറഞ്ഞു നിർത്തിയപ്പോൾ ആ മുറിയിൽ മുഴുവൻ നിശബ്ദതയായിരുന്നു. പാലക്കാട് ജനാർദ്ദൻ നായരുടെ വീട്ടിൽ ആരതി മരിച്ചു കഴിഞ്ഞ് നിങ്ങൾ പോയിരുന്നോ? റോഷനാണത് ചോദിച്ചത്. പല പ്രാവശ്യവും ഞാൻ അവിടെ പോയിട്ടുണ്ട്, അവളെ കൂട്ടാനും ഡ്രോപ്പ് ചെയ്യാനും മറ്റും. പക്ഷേ അന്ന് അവിടെ പോയത് അവളുടെ മരണത്തിലേക്ക് ലീഡ് ചെയ്യുന്ന എന്തെങ്കിലും കിട്ടുമോ എന്നറിയാനാണ്. പക്ഷേ ഒന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ഒരുമിച്ചുള്ള കുറച്ച് ഫോട്ടോസും മറ്റും ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നു. അവളുടെ മരണത്തിന് കാരണക്കാരെ ഇല്ലാതാക്കാൻ ഞാൻ അന്നേ തീരുമാനിച്ചിരുന്നു. അന്വേഷണം ഉണ്ടായാലും എൻ്റെ നേരെ വരാതിരിക്കാനാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തേ, സുശാന്ത് പറഞ്ഞു. റോഷനും ഹേമന്തും പരസ്പരം നോക്കി. അന്ന് പാലക്കാട് പോലീസ് സ്റ്റേഷനിൽ ആരതിയെ അറസ്റ്റ് ചെയ്യുന്നത് അനാശാസ്യത്തിനാണ്. ശരിക്കും എന്താണെന്ന് സംഭവിച്ചത്? ചോദ്യം ചോദിച്ച ഹേമന്തിന്റെ മുഖത്തേക്ക് അയാൾ കുറച്ചു നേരം നോക്കിയിരുന്നു. എന്നിട്ട് പറഞ്ഞു, അതൊരു കെട്ടിച്ചമയ്ക്കപ്പെട്ട കേസാണ്. IG-യും ആ വക്കീലും കൂടി ഉണ്ടാക്കിയതാണ്. 4-5 ദിവസത്തോളം തന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ച 3 പേർക്കെതിരെയും അതിനൊത്താശ ചെയ്തു കൊടുത്ത സുനി എന്ന ഓട്ടോ ഡ്രൈവർക്കെതിരെയും കേസ് കൊടുക്കാൻ വേണ്ടിയാണ് അവൾ വക്കീലായ ഹരീഷ് മേനോന്റെ അടുത്തെത്തിയത്. ചെർപ്പളശ്ശേരിയിലുള്ള സെന്റ് ജോർജ് ഓഫണേജിലെ ഫാദർ ഡൊമിനിക്കിന്റെ സുഹൃത്തായിരുന്നു ഈ വക്കീല്. ആ ഓഫണേജിലെ നിത്യസന്ദർശകയായിരുന്നു ആരതി. അങ്ങനെയാണ് അവൾ അവിടെ എത്തിയത്. പക്ഷെ വക്കീലിന്റെ മിടുക്കിൽ കേസ് കൊടുക്കാൻ ചെന്ന ആരതി പ്രതിയായി. അതും ഏറ്റവും മാനക്കേടുണ്ടാക്കുന്ന വ്യഭിചാരവും ഡ്രഗ്സും. വ്യവസ്ഥകളനുസരിച്ച് ജാമ്യത്തിലിറങ്ങിയ അവളെ അവരെല്ലാവരും കൂടി കൊന്നുകളഞ്ഞു. എന്നിട്ടത് ആത്മഹത്യയാക്കി മാറ്റി. സുശാന്തിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമന്നിരുന്നു. പെട്ടെന്ന് ഹേമന്ത് ചോദിച്ചു, ഈ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ? ഇല്ലല്ലോ. ശരീരം വിറ്റ് ജീവിച്ചിരുന്ന സ്വന്തം കാമുകിയുടെ മരണത്തെ ന്യായീകരിക്കാനായി സമൂഹത്തിന്റെ ഉന്നതിയിലുള്ളവരെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ് നീ. നീ ഇപ്പൊ പറഞ്ഞ ഈ കെട്ടുകഥയ്ക്ക് എന്ത് തെളിവാണുള്ളത്? ഹേമന്തിന്റെ സ്വരം ഉയർന്നു നിന്നു. ഇരിപ്പിടത്തിൽ നിന്നും ചാടിയണീറ്റുകൊണ്ട് സുശാന്ത് പറഞ്ഞു,
ഞാനിവിടെ ഇരുന്ന് പറഞ്ഞ ഓരോ വാക്കും സത്യമാണ്. എന്റെ ആരതിയെ ചതിയിൽപ്പെടുത്തിയതാണ് ഇവരെല്ലാരും ചേർന്ന്. എന്നെ ട്രേസ് ചെയ്ത് പിടിച്ച ആ മുറിയിലുണ്ട് അതിന്റെ തെളിവുകൾ. ഹേമന്തിന്റെ മനസ്സിലുള്ള പ്ലാൻ റോഷൻ മനസ്സിലാക്കിയിരുന്നു. ഹേമന്ത് തുടർന്നു. എന്ത് തെളിവുകൾ? അവരെല്ലാവരെയും കൊണ്ടുപോയി ടോർച്ചർ ചെയ്ത് സമ്മതിപ്പിച്ചതിന്റെ വോയിസ് ക്ലിപ്പ് അല്ലെങ്കിൽ വീഡിയോ ഫുട്ടേജ് അല്ലേ? അതെ, വീഡിയോ ഫുട്ടേജ്. മരിച്ച എല്ലാവരുടെയും കൺഫെഷൻ. അതൊരു തെളിവല്ലേ? സുശാന്തിന് ശരിക്കും ദേഷ്യം അധികരിച്ചിരുന്നു. ഹേമന്തിന്റെ മനസ്സിലെ പ്ലാൻ വർക്കൗട്ട് ആകുന്നുണ്ടായിരുന്നു. ദേഷ്യത്തിന്റെ ഉച്ചസ്ഥായിയിൽ സുശാന്തിനെ എത്തിച്ചിട്ട് അവനെ കൊണ്ട് തന്നെ അവന്റെ കൂട്ടാളികളുടെ പേര് പറയിക്കുക. ഹേമന്ത് എഴുന്നേറ്റ് രണ്ട് കൈയും മേശമേൽ ഊന്നി നിന്നിട്ട് തുടർന്നു. അതെ, അതോടെ വ്യഭിചാരക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത ആരതി അങ്ങ് പുണ്യവതിയാകുമോ? ഹേമന്ത് എരുതിയിൽ എണ്ണയൊഴിച്ചുകൊണ്ടേയിരുന്നു. ACP, ഇനിയും നിന്റെ ദുഷിച്ച നാവുകൊണ്ട് എന്റെ ആരതിയെപ്പറ്റി പറഞ്ഞാൽ. കൈ ചൂണ്ടിക്കൊണ്ട് ഹേമന്തിനോടത് പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ ചുമന്നിരുന്നു. പാലക്കാട് വെച്ച് ആരതിയെ ഇവർ 6 പേർ ചേർന്ന് കൊല്ലുന്നത് ഒരുത്തൻ കണ്ടു അത്രേ. ആഹാ, എത്ര നല്ല തിരക്കഥ. സമൂഹത്തിൽ വേശ്യ എന്ന വിളിപ്പേര് വീണ് കിട്ടിയ നിന്റെ കാമുകിയെ രക്ഷിക്കാനുള്ള അടവ്. ഹേമന്ത് പറഞ്ഞ് അവസാനിപ്പിച്ചതും കൈകൾ മേശമേൽ കുത്തി സുശാന്ത് ചാടി അവന്റെ നെഞ്ചത്തേക്ക് ചവിട്ടിയതും ഒരുമിച്ചായിരുന്നു. അപ്രതീക്ഷിതമായ ആ ചവിട്ടിൽ കസേരയും തെറിപ്പിച്ച് ഹേമന്ത് മുതുകടിച്ച് വീണു. ഇത് കണ്ടുകൊണ്ട് നിന്ന റോഷൻ വന്ന് അവനെ വട്ടം പിടിച്ചു. റോഷനെ പിടിയിൽ നിന്ന് കുതറിമാറിയ സുശാന്ത് തന്റെ ഇടത് കൈകൊണ്ട് റോഷനെ ചേർത്ത് പിടിച്ച് നെറ്റിക്കൊണ്ട് അവന്റെ തലയിൽ ആഞ്ഞടിച്ചു. പിന്നെ കൈകൊണ്ട് റോഷനെ പുറകിലേക്ക് തള്ളിയ ഉടനെ സുശാന്ത് തന്റെ ഇടത് കൈ ഉയർത്തി റോഷന്റെ താടിക്ക് ചവിട്ടി. ദൂരെ തെറിച്ചു വീണ റോഷൻ തന്റെ അരയിൽ റിവോൾവറിനായി പരതി. പക്ഷെ അത് കാലിയായിരുന്നു. തലയുയർത്തി നോക്കിയ റോഷൻ കണ്ടത് തന്റെ തോക്കുമായി നിൽക്കുന്ന സുശാന്തിനെയാണ്. വീണുകിടന്ന ഹേമന്ത് മെല്ലെണീറ്റതും സുശാന്ത് തോക്ക് അവന് നേരെ ചൂണ്ടി. പെട്ടെന്ന് ചടിയണിക്കാൻ നോക്കിയ റോഷനെ നോക്കി ഹേമന്ത് പറഞ്ഞു. നോ റോഷൻ. ഹേമന്തിന് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു. ഇനി നീ ജീവിച്ചിരിക്കണ്ട. എന്റെ ആരതിയെ നീ. അവന്റെ വിരൽ ട്രിഗറിൽ അമർന്നു. ഹേമന്ത് തന്റെ ഇടതുവശത്തേക്ക് ചാടി വീണു. നിലത്ത് വീണതും അടുത്ത വെടിയൊച്ച കേട്ടതും ഒരുമിച്ചായിരുന്നു. ഹേമന്ത് തിരിഞ്ഞു നോക്കിയപ്പോൾ സുശാന്ത് വെടികൊണ്ട് വീണു. വാദ്യയ്ക്ക് തോക്കുമായി ദുർഗ നിൽക്കുന്നത് കാണാമായിരുന്നു. ഡോക്ടർ സുശാന്ത് കൊല്ലപ്പെട്ടതിന്റെ 4ാം ദിവസം രാവിലെ കമ്മീഷണറുടെ മുറിയിൽ അദ്ദേഹത്തെയും കാത്തിരിക്കുകയായിരുന്നു ഹേമന്ത്. പതിവിലും കൂടുതൽ സന്തോഷവാനായിരുന്നു അയാൾ. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിച്ചതിന്റെ സന്തോഷം. പക്ഷേ ആ സന്തോഷത്തിനിടയിലും ഒരു ദുഃഖഭാവം ആ മുഖത്ത് നിഴലിച്ചിരുന്നു. രാവിലെ 10 മണിക്ക് തന്നെ കാണാൻ അനുവാദം കിട്ടിയതാണെങ്കിലും അദ്ദേഹം വരാൻ വൈകുന്നതിന്റെ ഒരു ടെൻഷൻ ഹേമന്തിന്റെ മുഖത്തുണ്ടായിരുന്നു. കുറച്ചുനേരം കഴിഞ്ഞാണ് കമ്മീഷണർ എത്തിയത്. മുറിയിലേക്ക് കയറി വന്ന കമ്മീഷണറെ ഹേമന്ത് എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് ചെയ്തു. ഹലോ ഹേമന്ത്, കുറെ നേരമായി വന്നിട്ട്. ഇരിക്കാനായി അംഗം കാണിച്ചുകൊണ്ടാണ് പറഞ്ഞത്. രണ്ടുപേരും ഇരുന്നു. കയ്യിലുള്ള ഫയൽ കമ്മീഷണർക്ക് കൊടുത്തുകൊണ്ടാണ് ഹേമന്ത് പറഞ്ഞു തുടങ്ങിയത്. അഡ്വക്കേറ്റ് ഹരീഷ് മേനോൻ അടക്കം 5 പേരുടെ മർഡറിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടാണിത്. പ്രതികൾ 2 പേരും ജീവിച്ചിരിപ്പില്ല. സോ ഇതിൽ തുടർ നടപടികൾ സാധ്യതയില്ലല്ലോ. അത് കയ്യിൽ വാങ്ങി മറിച്ചു നോക്കിക്കൊണ്ട് കമ്മീഷണർ പറഞ്ഞു. ഗുഡ് ജോബ് ഹേമന്ത്. ഞാൻ തന്ന ഡെഡ് ലൈനിന്റെ ഉള്ളിൽ തന്നെ താനിത് പൂർത്തിയാക്കി. വെൽ ഡൺ. 1.5 വർഷം മുമ്പ് നടന്ന ചാലിയാർ കേസ് ഇൻവെസ്റ്റിഗേഷൻ താൻ പൂർത്തിയാക്കിയതുപോലെ തന്നെ ഇതും അല്ലേ? ശരിയാണ്. അന്ന് ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നത് സാറിനോടായിരുന്നല്ലോ അല്ലേ? ഹേമന്ത് ചിരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. ഈ കേസിൽ എന്തായാലും വഴിത്തിരിവായത് തന്റെ ആ വൈൽഡ് കേസ് തന്നെയാണ്. എന്താ ശരിക്കും സംഭവിച്ചത്? കമ്മീഷണർ ചോദിച്ചു. ഞാൻ പറയാം. 2 ദിവസം മുന്നേ രാവിലെ ഞാൻ സാറിനെ വിളിക്കുന്നതിന് തൊട്ടു മുമ്പ്, സുശാന്ത് കൊല്ലപ്പെട്ടതിന്റെ പിറ്റേന്ന് രാവിലെ പതിവ് പോലെ ഓഫീസിലേക്ക് വരികയായിരുന്നു ഹേമന്ത്. തലേ ദിവസം സംഭവിച്ച കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തതക്കുറവ് അയാൾക്ക് തോന്നിക്കൊണ്ടേയിരുന്നു. വണ്ടി ഓടിച്ചിരുന്ന രാംദാസ് ആ മിററിലൂടെ ഹേമന്തിനെ നോക്കുമ്പോഴെല്ലാം അയാൾ പുറത്തേക്ക് നോക്കി എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുപറ്റി സർ? എന്തോ ഒരു ദുശ്ചിന്ത പോലെ. എന്തേലും പ്രശ്നമുണ്ടോ? രാംദാസ് മുന്നോട്ട് നോക്കി വണ്ടി ഓടിച്ചുകൊണ്ടാണ് ചോദിച്ചത്. സർവത്ര പ്രശ്നമാണ് രാമേട്ടാ. ഇന്നലെ രാത്രി പിടിച്ച ആ കൊലപാതകി ചോദ്യം ചെയ്യുന്നതിനിടയിൽ കൊല്ലപ്പെട്ടു. മാത്രമല്ല, അന്വേഷണം അയാളുടെ അടുത്തെത്തിയിരുന്നത് അയാൾ അറിഞ്ഞിരുന്നു. അതാണല്ലോ ഇന്നലെ രാവിലെ തന്നെ പാറ്റേൺ തെറ്റിച്ച് അടുത്തയാളെ തൂക്കിയത്. എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു കണക്ഷൻ ഇല്ലാത്തതുപോലെ. ഹേമന്തിന്റെ മനസ്സിലുള്ള അസ്വസ്ഥത ആ മുഖത്ത് കാണാമായിരുന്നു. നമ്മുടെ കാര്യങ്ങൾ ശത്രു അറിയുന്നുണ്ടെങ്കിൽ നമ്മളോടുള്ളതിനേക്കാൾ അയാളോട് കൂറുള്ള ആരോ നമുക്കൊപ്പം ഉണ്ടെന്ന് വേണം കരുതാൻ. അലിസാറിന്റെ ഉപദേശമാണ്. പണ്ട് പാലക്കാട് നടന്ന ATM മോഷണ കേസിൽ സാറിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു SI ആയിരുന്നു മോഷ്ടാക്കളുടെ സഹായി. അത് മുൻകൂട്ടി സാറ് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ കേസ് തെളിഞ്ഞത്. അയാൾ ഒന്ന് തിരിഞ്ഞ് ഹേമന്തിനെ നോക്കി. ഹേമന്തിന്റെ കണ്ണുകൾ വിടർന്നിരുന്നു. അയാൾ തുടർന്നു. സാറൊന്ന് മനസ്സിരുത്തി ചിന്തിച്ചു നോക്കിയേ. ആളെ പിടികിട്ടാതിരിക്കില്ല. രാംദാസ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹേമന്ത് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഇന്നലെ നടന്ന ഓരോ കാര്യങ്ങളും അയാൾ സൂക്ഷ്മമായി തന്നെ ചിന്തിച്ചു നോക്കി.
രാവിലെ മുതലുള്ള ദുർഗയുടെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേട് തനിക്ക് തോന്നിയതായി ഹേമന്ത് ഓർത്തു. അയാൾ ഫോൺ ഉപേക്ഷിച്ചത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനായിരിക്കുമോ എന്ന തന്റെ ചോദ്യത്തിന് അതിനാണ് സാധ്യതയെന്നായിരുന്നു ദുർഗയുടെ മറുപടി. വൈകിട്ട് ആ ബിൽഡിംഗ് കണ്ടുപിടിച്ച ശേഷം ദുർഗയുടെ പെരുമാറ്റത്തിൽ ഒത്തിരി മാറ്റമുണ്ടായിരുന്നു. ഹേമന്ത് എല്ലാം ചേർത്ത് വായിക്കാൻ ശ്രമിച്ചു. രാത്രി ഇൻവെസ്റ്റിഗേഷൻ റൂമിൽ യാതൊരു പ്രകോപനവും ഇല്ലാതെയായിരുന്നു ദുർഗ അയാളെ ഷൂട്ട് ചെയ്തത്. ഇനി ദുർഗ തന്നെയായിരിക്കുമോ അയാളുടെ സഹായി? ഹേമന്തിന് തന്റെ ചിന്തകളെ നിയന്ത്രിക്കാനായില്ല. തന്റെ ഓഫീസ് മുറിയിലെത്തിയ ഉടനെ ഹേമന്ത് തന്റെ ഫോൺ എടുത്ത് ഡയൽ ചെയ്തു. ഹലോ സർ, ഗുഡ് മോർണിംഗ്. ദർ ഈസ് നത്തിങ് ഗുഡ്. കമ്മീഷണറുടെ സ്വരത്തിൽ അല്പം നിരാശയുണ്ടായിരുന്നു. ഇന്നലെ ഇൻവെസ്റ്റിഗേഷൻ റൂമിൽ നടന്ന ഷൂട്ട് ഔട്ടിനെ കുറിച്ചുള്ള പത്രവാർത്ത കമ്മീഷണർക്ക് മുന്നിലെ ടേബിളിൽ കിടപ്പുണ്ടായിരുന്നു. ആ കൊലപാതകിയുടെ ഒരു സഹായി നമ്മുടെ ഇടയിൽ ഉണ്ടോ എന്നൊരു തോന്നൽ. ആരാണത്? ദുർഗ, മേ ബി. ആർ യു ജോക്കിംഗ്? കമ്മീഷണർ തെല്ലൊന്നും ഞെട്ടിയിരുന്നു. നോ സർ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. തുടർന്നുള്ള ഇൻവെസ്റ്റിഗേഷനിൽ നിന്നും അവരെ മാറ്റി നിർത്തണം. ഒരു തെളിവുമില്ലാതെ വെറും സംശയത്തിന്റെ പേരിൽ ഒരാളെ എങ്ങനെയാ ഹേമന്ത്? നമ്മുടെ പ്ലാനിംഗ് കൊലയാളെ അറിയുന്നുണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. കഴിഞ്ഞ പ്രാവശ്യം അയാൾ പാറ്റേൺ ഒന്നും ഫോളോ ചെയ്തില്ല. മാത്രമല്ല ഇന്നലെ രാവിലെ മുതലുള്ള ദുർഗയുടെ പെരുമാറ്റത്തിലും എനിക്ക് സംശയമുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ബട്ട് ഹൗ? ദർ ഇസ് എ പ്ലാൻ സർ. എൻക്വയറി. ഇന്നലെ സംഭവത്തിൽ ഒരു എൻക്വയറി പ്രഖ്യാപിച്ചാൽ ആ കാരണം പറഞ്ഞ് അവളെ മാറ്റി നിർത്താനാകും. ബട്ട് ഹേമന്ത്, ആ കാര്യത്തിൽ എനിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാനാവില്ല. ഐ വാണ്ട് സം ടൈം. എടുത്തോളൂ സർ, പക്ഷേ ഇത് നമ്മുടെ ലാസ്റ്റ് ഹോപ്പാണ്. ഞാൻ വിളിക്കാം ഹേമന്ത്. കമ്മീഷണർ ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്ത ശേഷം എന്തോ ചിന്തിച്ചിരുന്ന ഹേമന്ത് റോഷന്റെ വിളി കേട്ടാണ് തന്റെ ചിന്തയിൽ നിന്നും ഉണർന്നത്. എന്തു പറ്റി സർ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നത്തിങ് റോഷൻ. ഇതെന്താ കയ്യിൽ? ഇത് ഓട്ടോപ്സി റിപ്പോർട്ടാണ്. ഗോഡ്വിന്റെ. റോഷന്റെ കയ്യിൽ നിന്നും ആ ഫയൽ വാങ്ങി മറിച്ചുകൊണ്ടാണ് ഹേമന്ത് ചോദിച്ചു. എന്തൊക്കെയാണ് ഫൈൻഡിങ്സ്? സെയിം ഓൾഡ് സ്റ്റോറി സർ. ശരീരം മുഴുവനുള്ള മുറിവുകൾ. മുഖത്തും തലയിലുമുള്ള രോമങ്ങൾ ഷേവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നെഞ്ചിലെ ലെറ്റർ എച്ച് ആണ്. പിന്നെ ആ ഡ്രഗിന്റെ ട്രേസ് ബ്ലഡിലുണ്ടായിരുന്നു. ആംഫെറ്റാമൈൻ. പിന്നെയുള്ളത് നാവും പല്ലും എടുത്തു കളഞ്ഞിരുന്നു. മരണകാരണം ഗൺഷോട്ടാണ്. റോഷൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. എല്ലാം കേട്ട ശേഷം ഹേമന്ത് എന്തോ ചിന്തിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, 4 ദിവസം കൊണ്ട് ചെയ്യുന്നതെല്ലാം 6-7 മണിക്കൂർ കൊണ്ട് ഇവന്റെ ദേഹത്ത് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മൾ പുറകെയുള്ളത് അവൻ അറിഞ്ഞിരിക്കണം. അതായത് ഇടവേളയുടെ ദൈർഘ്യം കുറഞ്ഞതും അവനെ ടോർച്ചർ ചെയ്യാനായി കാണിച്ച ഈ ധൃതിയുമൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ആ പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കുന്ന തരത്തിലുള്ള മുഖഭാവമായിരുന്നു റോഷന്റേത്. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ റോഷൻ പറഞ്ഞു, ഇനി ഒരാളും കൂടെ ഇല്ലേ സർ അവന്റെ കാര്യത്തിൽ? ഹേമന്ത് ഇടയ്ക്ക് കയറി. ആ കില്ലറുടെ സഹായി അവനെ പൊക്കുന്നതിന് മുമ്പ് നമുക്ക് ആ സഹായിയെ ലോക്ക് ചെയ്യാൻ സാധിക്കണം. ഇനിയും ഒരു മരണം കൂടി ഉണ്ടാവാൻ പാടില്ല. ഹേമന്ത് പറഞ്ഞു നിർത്തിയതും ദുർഗ അകത്തേക്ക് പ്രവേശിച്ചു. അടുത്തു വന്ന് ദുർഗ സല്യൂട്ട് ചെയ്തിട്ട് കയ്യിലിരുന്ന എൻവലപ്പ് ഹേമന്തിനെ ഏൽപ്പിച്ചു. അത് വാങ്ങിക്കൊണ്ട് ഹേമന്ത് ചോദിച്ചു, എന്താ ഇത്? ലീവ് ആപ്ലിക്കേഷൻ ആണ് സർ. അച്ഛനൊരു ആക്സിഡന്റ്. കുറച്ച് സീരിയസ് ആണ്. എപ്പോഴായിരുന്നു? സാർ, അത് ഇന്നലെയായിരുന്നു. പക്ഷെ രാത്രി വരെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പെട്ടെന്നാണ് ബ്ലീഡിങ് കൂടിയത്. ഓപ്പറേഷൻ വേണമെന്നാ പറയുന്നേ. എന്താ ദുർഗ ഇത്? രാത്രി തന്നെ താൻ പോകേണ്ടതില്ലായിരുന്നോ? എന്തിനാ ഇത്രയും വൈകിപ്പിച്ചേ? താൻ സംസാരിക്കുമ്പോൾ ദുർഗ താഴേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എന്നത് ഹേമന്ത് ശ്രദ്ധിച്ചതായി ഭാവിച്ചില്ല. അന്വേഷണം അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ടീമിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ സോ വാട്ട്? താൻ ഇപ്പോൾ തന്നെ തിരിക്കണം, ഓക്കെ? ഇടയ്ക്ക് കയറിയാണ് ഹേമന്ത് അത് പറഞ്ഞത്. ദുർഗ സല്യൂട്ട് ചെയ്ത ശേഷം പുറത്തേക്ക് നടന്നു. പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് ചോദിച്ചു, കമ്മീഷണർ സാറിനോട്? ആ, ഞാൻ പറഞ്ഞോളാം. ദുർഗ പുറത്തേക്ക് പോയി കഴിഞ്ഞും ഹേമന്ത് അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. റോഷൻ ഹേമന്തിനെയും പുറത്തേക്ക് മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. സമയം 6:30 കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ 4-5 മണിക്കൂറായി ഹേമന്തിന്റെ വിവരമൊന്നുമില്ല. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. 5:30 മണിക്കുള്ള മീറ്റിംഗും കാണാത്തതുകൊണ്ട് കമ്മീഷണർ അയാളെ അന്വേഷിച്ച് ഓഫീസിലെത്തിയിരുന്നു. റോഷന് കുറേശ്ശെ ടെൻഷൻ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഓഫീസ് മുറിയുടെ വാതിൽ തുറന്ന് ഹേമന്ത് കയറി വന്നു. താൻ എവിടെയായിരുന്നു ഹേമന്ത്? കമ്മീഷണർക്ക് തന്റെ ദേഷ്യം അടക്കാനായില്ല. ഐ വിൽ എക്സ്പ്ലെയിൻ സർ. ഞങ്ങൾ അന്വേഷിച്ചു തുടങ്ങിയത് സുശാന്തിന്റെ സഹായിയാണ്. പക്ഷേ അയാളിലേക്ക് എത്താൻ നമുക്കൊരു തെളിവുമില്ലായിരുന്നു. അങ്ങനെ ഏതാണ്ട് അന്വേഷണം വഴിമുട്ടിയ സമയത്താണ് എനിക്ക് വേറൊരു തോന്നലുണ്ടായത്. വക്കീലിന്റെ അടുത്ത് കേസ് കൊടുക്കാനായി വന്ന ആരതിയെ വക്കീല് തന്നെ മറ്റൊരു കേസിൽ പ്രതിയാക്കി. അപ്പോൾ എന്തായിരിക്കും വക്കീലിന്റെ മോട്ടീവ്? തനിക്ക് വേണ്ടപ്പെട്ടവർ ആരെയോ രക്ഷിക്കാനായിട്ടാവണം അങ്ങനെ ചെയ്തത്. ഈ മരിച്ച 2 പേരും വക്കീലിന് വേണ്ടപ്പെട്ടവരല്ല. അപ്പോ പിന്നെ ഇനി ബാക്കിയുള്ള ഒരാളായിരിക്കും അത്. മകനായിരിക്കാൻ സാധ്യതയില്ല. കാരണം അയാൾക്ക് 2 പെൺമക്കളാണ്. പിന്നെ അയാൾക്ക് സഹോദരങ്ങളില്ലാത്തതുകൊണ്ട് അവരുടെ മക്കളും ആവില്ല. പിന്നെയുള്ള ഒരേയൊരു ചാൻസ് അയാളുടെ ഭാര്യ സഹോദരന്റെ മകനാണ്. അതായത് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ശിവപ്രസാദ് സാറിന്റെ മകൻ രാഹുൽ. കേട്ടുകൊണ്ടിരുന്ന കമ്മീഷണറുടെ കണ്ണുകൾ വിടർന്നു. അയാൾ ചോദിച്ചു, അവനാണെന്ന് ഉറപ്പാണോ?
അതോ ഇതും തന്റെ ഗസ്സാണോ? ഇറ്റ് വാസ് മൈ ഗസ് സർ. എ വൈൽഡ് ഗസ്. സോ അവന്റെ ഫോൺ നമ്പർ കളക്ട് ചെയ്ത് ഞങ്ങൾ സെർച്ച് ചെയ്തു. സൈബർ സെല്ലിലെ ജെയിംസ്. ആരതി മരിച്ച ദിവസം രാവിലെ കൊച്ചിയിൽ നിന്നും വിക്ടറിന്റെ കൂടെയാണ് ഈ രാഹുൽ പാലക്കാട്ടേക്ക് പോയത്. അവിടുത്തെ ശിവപ്രസാദ് സാറിന്റെ ഗസ്റ്റ് ഹൗസിൽ ഇവർ ഒരുമിച്ചായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു പക്ഷേ ഇവൻ ഫോൺ എടുക്കാൻ മറന്നിരിക്കണം. പിറ്റേ ദിവസം രാവിലെ 7:30 വരെയും ലൊക്കേഷൻ അവിടെ തന്നെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് രണ്ടുപേരും തിരിച്ച് കൊച്ചിക്ക് പോന്നു. ഈ രണ്ട് സാധ്യതയും പരിശോധിച്ചാൽ ഇവൻ തന്നെയായിരിക്കും അടുത്തയാൾ. നൗ ഐ ആം ഷുവർ അബൌട്ട് ദാറ്റ്. ഹേമന്ത് പറഞ്ഞത് കമ്മീഷണർ റോഷനും കേട്ടിരുന്നു. ഗുഡ് ജോബ് ഹേമന്ത്. എന്തൊക്കെയായാലും ഒരു പേഴ്സണൽ പ്രൊട്ടക്ഷൻ അറേഞ്ച് ചെയ്യണം. കമ്മീഷണർ തെല്ല് സന്തോഷത്തോടെയാണ് അത് പറഞ്ഞത്. നോ സർ, നമുക്കിപ്പോഴും കില്ലറുടെ സഹായി ആരാണെന്ന കാര്യത്തിൽ ഒരു ഐഡിയയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ രാഹുലിനെ അലർട്ട് ചെയ്താൽ ചിലപ്പോൾ ആ സഹായി മറഞ്ഞു തന്നെ നിൽക്കും. അത് നടന്നുകൂടാ. അതുകൊണ്ടാണ് ഇതറിഞ്ഞ ഉടനെ ഞാൻ സാറിനെ വിവരം അറിയിക്കാതിരുന്നത്, ഹേമന്ത് പറഞ്ഞു. പിന്നെ ഇപ്പോഴിത് പറയാനുള്ള കാരണം? കമ്മീഷണർക്ക് സംശയമായി. 2 മണിക്കൂർ മുമ്പ് രാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. അവൻ രാഹുലിനെ പൊക്കിയിട്ടുണ്ടാവും. റോഷൻ ഇരുന്ന കസേരയിൽ നിന്നും എഴുന്നേറ്റു. കമ്മീഷണർക്ക് തന്റെ ടെൻഷൻ അടക്കാനായില്ല. ഇറ്റ് ഈസ് ടു റിസ്കി. നമ്മൾ ഉടനെ എന്തെങ്കിലും ചെയ്യണം. ഇല്ലെങ്കിൽ ചിലപ്പോ കമ്മീഷൻ മുഴുവിപ്പിക്കുന്നതിന് മുമ്പേ ഹേമന്ത് ഇടയ്ക്ക് കയറി. ഒന്നും സംഭവിക്കില്ല സാർ. റിസ്ക് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിന് ഇറങ്ങി തിരിച്ചത്. ഉച്ചയ്ക്ക് ആളെ തിരിച്ചറിഞ്ഞ ഉടനെ അവനെ സ്പോട്ട് ചെയ്തു. പല്ലിന് ക്യാപ്പിടാൻ വന്ന അവന് നമ്മുടെ വക ഒരു സമ്മാനം കൂടെ കൊടുത്തുവിട്ടു. നമ്മുടെ ഡോക്ടർ ഹരികുമാറിന്റെ സുഹൃത്തായിരുന്നു ആ ഡെന്റിസ്റ്റ്. അവന്റെ പല്ലിന്റെ ക്യാപ്പിൽ ഒരു ട്രാക്കിംഗ് ഡിവൈസ് കൂടി ഫിറ്റ് ചെയ്തു വിട്ടു. അതായത് അവന്റെ ഫോൺ ഓഫ് ആയെങ്കിലും അവൻ ഇപ്പോഴും നമ്മുടെ നിരീക്ഷണത്തിലാണ്. ഹേമന്ത് പറഞ്ഞത് കേട്ട് കമ്മീഷണർ അയാളുടെ തോളിൽ തട്ടി. എന്നിട്ട് പറഞ്ഞു, എന്നിട്ടിപ്പോ വണ്ടി എവിടെയാണ്? ഏറ്റുമാനൂരിന് അടുത്ത് നിന്നാണ് അവനെ പൊക്കിയിരിക്കുന്നത്. വണ്ടി ഇപ്പോൾ മുട്ടം കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സർ, ഞാൻ റോഷനും അങ്ങോട്ട് തിരിക്കുകയാണ്. ഞങ്ങൾക്കൊരു ബാക്കപ്പ് ടീം വേണം. അത് സാർ അറേഞ്ച് ചെയ്ത് തരണം. ഓക്കെ ഹേമന്ത്, ഐ വിൽ അറേഞ്ച്. റോഷൻ, ഗെറ്റ് റെഡി. വി ഹാവ് ടു മൂവ്. ഹേമന്തും റോഷനും സല്യൂട്ട് ചെയ്തിട്ട് പുറത്തേക്ക് പോയി. കമ്മീഷണർ തന്റെ ഫോൺ എടുത്ത് ആരെയോ വിളിക്കുന്നുണ്ടായിരുന്നു. പാലം കഴിഞ്ഞ് മലങ്കര ഡാം പരിസരത്തുള്ള കാടിനടുത്തായിട്ടാണ് വണ്ടി നിർത്തിയത്. റോഷനാണ് വണ്ടി ഓടിച്ചിരുന്നത്. മോണിറ്ററിൽ നോക്കി ജെയിംസ് പറയുന്നതിനനുസരിച്ച് ഹേമന്ത് വഴി പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. ഇനി പോകേണ്ടത് ഇടത്തേക്കാണ്. പക്ഷേ ആ വഴി വണ്ടി പോകില്ല. അതിനാൽ അവർ ഇറങ്ങി നടക്കാൻ തീരുമാനിച്ചു. തോക്കെടുത്ത് കയ്യിൽ പിടിച്ച ഹേമന്ത് മുന്നിലും റോഷൻ പുറകിലുമായിട്ടാണ് നടന്നത്. കുറച്ചു ദൂരം അവർ ഉള്ളിലേക്ക് നടന്നു. അപ്പോൾ അവരുടെ വലതു ഭാഗത്ത് കുറച്ചു ദൂരെയായി പൊളിഞ്ഞു വീഴാറായ ഒരു കെട്ടിടം കാണാമായിരുന്നു. ഹേമന്ത് റോഷനോട് നിൽക്കാൻ ആംഗ്യം കാണിച്ചു. എന്നിട്ട് ജെയിംസിനോട് ചോദിച്ചു, ഞങ്ങളുടെ വലതു ഭാഗത്തായിട്ട് ഒരു കെട്ടിടം കാണുന്നുണ്ട്. പൊളിഞ്ഞു വീഴാറായത് അതിലാണോ? നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് വലതുഭാഗത്തായി ഒരു 200 മീറ്റർ മാറിയാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. 1 സെക്കൻഡ്. ജെയിംസ് ഇടയ്ക്ക് വെച്ച് നിർത്തി. എന്തുപറ്റി? കുറച്ച് പരിഭ്രാന്തിയോടെയാണ് ഹേമന്ത് ചോദിച്ചത്. ആ ഡിവൈസ് ഓഫായി. ഇപ്പോൾ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇറ്റ്സ് ഓക്കെ ജെയിംസ്, വി വിൽ മാനേജ്. ഹേമന്ത് ആ കോള് കട്ട് ചെയ്തു. എന്നിട്ട് റോഷനോട് പറഞ്ഞു, ഡിവൈസ് സ്റ്റോപ്പായി. ആ ബിൽഡിങ്ങിലാണ് ലാസ്റ്റ് ലൊക്കേഷൻ കാണിക്കുന്നത്. റോഷൻ വലതുഭാഗം കൂടി അകത്തേക്ക് കയറണം. ഞാൻ പുറകുവശത്ത് കൂടി വരാം. ഒരു കാര്യം കൂടി, അയാളെ കൊല്ലരുത്. മുട്ടിന് താഴെ മാത്രം വെടിവെക്കുക. ആവശ്യമെങ്കിൽ മാത്രം. റോഷൻ തലയാട്ടി. രണ്ടുപേരും ബ്ലൂടൂത്ത് ഡിവൈസ് ആക്ടിവേറ്റ് ചെയ്തു. കോളിൽ പരസ്പരം കണക്ട് ചെയ്തു. രണ്ടുപേരും രണ്ട് വഴിക്ക് പിരിഞ്ഞു. റോഷൻ ഓരോ ചുവടും കരുതലോടെയാണ് മുന്നോട്ട് വെച്ചത്. കരിയിലകൾ അനങ്ങുന്ന ശബ്ദം പോലും ഇല്ലാതിരിക്കാൻ അയാൾ ശ്രദ്ധിച്ചു. ഡോർ ഓപ്പണാണ് സർ, ഉള്ളിലേക്ക് കയറട്ടെ? റോഷൻ ചുറ്റിലും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ചോദിച്ചത്. ക്യാരി ഓൺ, സൂക്ഷിക്കണം, ഹേമന്ത് മുന്നോട്ട് നടക്കുന്നതിനിടയിൽ പറഞ്ഞു. റോഷൻ പതിയെ ഉള്ളിലേക്ക് കയറി. കയ്യിലുള്ള ടോർച്ചിന്റെ വെളിച്ചം അധികം ദൂരത്തേക്ക് അടിക്കാതിരിക്കാൻ അയാൾ പ്രത്യേകം ശ്രദ്ധിച്ചു. ഹേമന്ത് പുറകിലെത്തിയതും അവിടെ ഒരു കാർ ശ്രദ്ധയിൽപ്പെട്ടു. കാറിനടുത്തേക്ക് ചെന്ന ഹേമന്ത് കണ്ടത് ആ കെട്ടിടത്തിന് വടക്കുവശത്തു കൂടി കാറിൽ കയറി വരാൻ പാകത്തിലുള്ള വലിയ വഴിയായിരുന്നു. കാറിൽ തൊടാതെ അതിന്റെ പുറകുവശത്തേക്ക് വന്ന ഹേമന്ത് തന്റെ കയ്യിലുണ്ടായിരുന്ന കർച്ചീഫ് ചുരുട്ടി അതിന്റെ സൈലൻസറിനകത്തേക്ക് കയറ്റി വെച്ചു. റോഷൻ ഓരോരോ മുറികളിലായി കയറിയിറങ്ങി. അവിടെ ആരോ വന്നതിന്റെ ലക്ഷണമുണ്ടായിരുന്നു. പക്ഷെ അവിടെയെങ്ങും ഇപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. ഒരു മുറിയിൽ കയറിയ റോഷൻ പേടിച്ചുപോയി. അവിടെ തളം കെട്ടിയ രക്തവും മുറിവുണ്ടാക്കാനായി ഉപയോഗിച്ച കത്തിയും കിടക്കുന്നുണ്ടായിരുന്നു. കൂടാതെ അവനെ ട്രാക്ക് ചെയ്യാൻ ഉപയോഗിച്ച ആ ഡിവൈസ് അവിടെ താഴെ വീണ് പൊട്ടിയ രീതിയിൽ കിടക്കുന്നു. റോഷൻ കൂടുതൽ ഭയപ്പെട്ടത് താഴെ കിടന്നിരുന്ന വിരൽ കണ്ടിട്ടാണ്. അതാകെ 4 വിരലുണ്ടായിരുന്നു. 2 കൈയിലെയും ചൂണ്ടുവിരലും നടുവിരലും. ആ മുറിയിൽ നിന്നും റോഷൻ ശബ്ദമുണ്ടാക്കാതെ പുറത്തിറങ്ങി. പുറത്ത് വരാന്തയിൽ നിന്നും അകത്തേക്ക് കയറി വരികയായിരുന്നു ഹേമന്ത്. റോഷൻ ചെന്ന് തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അകത്താരുമില്ല സർ. ഹേമന്ത് അകത്തേക്ക് നോക്കി നിന്നു.
ആ സമയം പൊളിഞ്ഞ ജനൽ വഴി പുറത്തേക്ക് നോക്കിയ റോഷന് വ്യക്തമായി കാണാമായിരുന്നു. ഒരാളെ വലിച്ചുകൊണ്ട് പാറക്കെട്ടിന്റെ മുകളിലേക്ക് പതിയെ കയറുന്ന ഒരാൾ. സാർ അവിടെ! റോഷൻ കൈ ചൂണ്ടി ദിശയിലേക്ക് നോക്കി ഹേമന്ത് പറഞ്ഞു. ക്യാച്ച് ഹിം! അവർ രണ്ടുപേരും ഓടി. ആ രൂപം കയറുന്നതിന്റെ പുറകെ റോഷൻ കയറി. ഹേമന്ത് ആ പാറക്കെട്ടിന്റെ പുറകിലേക്കാണ് ഓടിയത്. കുനിഞ്ഞു നിന്നിരുന്ന ആ രൂപം റോഷൻ ഓടിക്കയറി വരുന്നത് കണ്ട് തന്റെ കയ്യിലുള്ള തോക്ക് ചൂണ്ടി പറഞ്ഞു. സ്റ്റോപ്പ് ദേ! മര്യാദയ്ക്കാണെങ്കിൽ ഇവന്റെ ജീവൻ മാത്രമേ ഞാൻ എടുക്കൂ. ഇവനെ രക്ഷിക്കാൻ ശ്രമിച്ചാ എനിക്ക് 2 ജീവൻ എടുക്കാനും മടിയുണ്ടാവില്ല. അതൊരു സ്ത്രീ ശബ്ദമായിരുന്നു. മുഖംമൂടി ധരിച്ചിരുന്നതിനാൽ ആളെ തിരിച്ചറിയാൻ സാധിച്ചില്ല. റോഷനും തോക്കു ചൂണ്ടി നിന്നുകൊണ്ട് നിലത്ത് വീണ് കിടക്കുന്ന രാഹുലിനെ നോക്കി. അനക്കമില്ലാതെ കിടക്കുകയാണ്. ജീവനുണ്ട്, പക്ഷേ അബോധാവസ്ഥയിലാണെന്ന് തോന്നുന്നു. റോഷൻ പതിയെ ഓരോരോ അടി വെച്ച് മുന്നോട്ട് കയറി വന്നുകൊണ്ടിരുന്നു. അവൾ അയാളോട് അനങ്ങാതെ നിൽക്കാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. തോക്കും പിടിച്ച് അയാൾ ചുറ്റും നോക്കുന്ന സമയത്ത് റോഷൻ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നു. പാറക്കെട്ടിന്റെ കുത്തനെയുള്ള പ്രതലത്തിലൂടെ ഹേമന്ത് സാഹസികമായി മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ റോഷൻ രാഹുലിന്റെ അടുത്ത് എത്താറായപ്പോഴേക്കും അവൾ ട്രിഗർ വലിച്ചു. നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് കേട്ട ആ വെടിയൊച്ച ആ പ്രദേശം ആകെ മാറ്റൊലിക്കൊണ്ടു. തന്റെ വലത്ത് കൈയിൽ വെടികൊണ്ട റോഷൻ കയ്യിൽ നിന്നും തോക്ക് തെറിച്ചുപോയതറിഞ്ഞില്ല. ഇടത് കൈകൊണ്ട് മുറിവ് പൊത്തിപ്പിടിച്ചുകൊണ്ട് റോഷൻ ഒരടി കൂടി മുന്നിലേക്ക് വെച്ചു. അവൾ കുറച്ച് പുറകിലേക്ക് മാറി നിന്നിട്ട് ഒന്നുകൂടി കാഞ്ചി വലിക്കാൻ ശ്രമിച്ചു. അതേ നിമിഷം പിന്നിൽ നിന്നേറ്റ ചവിട്ടിൽ അടിതെറ്റി അവൾ മുന്നോട്ട് മറിഞ്ഞു വീണു. താഴെ വീണ സമയത്ത് തന്നെ കയ്യിലിരുന്ന തോക്ക് താഴെ പോയി. മുറിവിൽ നിന്നും കൈവിട്ട റോഷൻ അതേ നിമിഷം അവളുടെ വലത്തെ കരണം തീർത്തൊന്ന് പൊട്ടിച്ചു. നിലത്ത് വീണ അടുത്ത നിമിഷം അവൻ കാലുകൊണ്ട് ആ തോക്ക് തട്ടിത്തെറിപ്പിക്കാനും മറന്നില്ല. ഹേമന്ത് അടുത്തേക്ക് വന്ന് അവൾക്ക് ശ്വാസമുണ്ടോ എന്ന് നോക്കി. മരിച്ചിട്ടില്ലായിരുന്നു. ഹേമന്ത് തലയുയർത്തി റോഷനെ നോക്കി ചോദിച്ചു. ഹൗ ഡു യു ഫീൽ? ഐ എം ഓക്കെ സർ. രാഹുലിന്റെ അവസ്ഥ എന്താ? മരിച്ചിട്ടില്ല, അബോധാവസ്ഥയിലാണ് സർ. കമ്മീഷണറെ വിളിച്ച് ലൊക്കേഷൻ ഷെയർ ചെയ്. പിന്നെ ആ ഹാൻഡ് കഫ്സ് എടുക്ക്. റോഷൻ ഹാൻഡ് കഫ്സ് എടുത്തു കൊടുത്തു. അവളെ വിലങ്ങിട്ട ശേഷം ഹേമന്ത് ആ മാസ്ക് മാറ്റി നോക്കി. പെട്ടെന്ന് ഞെട്ടിയ ഹേമന്ത് പുറകിലേക്ക് ഇരുന്നു പോയി. തൊട്ടടുത്ത് കിടന്ന ടോർച്ച് തെളിയിച്ച് നോക്കിയ റോഷൻ ആ മുഖം കണ്ട് ഞെട്ടി. രേണുക! കുറച്ച് വെള്ളം പിടിച്ച് ഹേമന്ത് അവളുടെ മുഖത്ത് തളിച്ചു. മയക്കത്തിൽ നിന്നുണർന്ന രേണു ആദ്യം കണ്ടത് നിറകണ്ണുകളോടെ തന്നെ നോക്കുന്ന ഹേമന്തിനെയാണ്. തന്റെ കയ്യിലെ കർച്ചീഫ് എടുത്ത് മുറിവിൽ വരിഞ്ഞു കെട്ടിയിരുന്നു റോഷൻ. രാഹുൽ ബോധരഹിതനായി തന്നെ കിടക്കുകയായിരുന്നു. പതുക്കെ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന രേണുവിനെ ഹേമന്ത് പിടിച്ചെഴുന്നേൽപ്പിച്ചിരുത്തി. നിനക്ക് നീ ചെയ്തു കൂട്ടിയതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടുണ്ടോ? ദിസ് ഈസ് എ ക്രൈം. മുഖത്തൊരു വികാരവുമില്ലാതെ തന്റെ മുൻപിൽ നിൽക്കുന്ന രേണുവിനെ നോക്കിയാണ് ഹേമന്ത് പറഞ്ഞത്. അല്ല ഹേമന്ത്, സമൂഹത്തിന് മുന്നിൽ മോശക്കാരിയായി മുദ്രകുത്തിയ ഒരു ചെറുപ്പക്കാരിയുടെ നിരപരാധിത്വമാണ് ഞങ്ങൾ തെളിയിക്കാൻ ശ്രമിച്ചത്. എന്തിനാണെന്ന് പോലും അറിയാതെ കൊല ചെയ്യപ്പെട്ട എന്റെ കൂട്ടുകാരി രശ്മിയുടെ ആത്മാവിനും കൂടി വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്തത്. രേണുവിന്റെ സ്വരം ഇടറിയിരുന്നു. ആക്ച്വലി എന്താണ് സംഭവിച്ചത് രേണു? തന്റെ സങ്കടം പുറത്തു വരാതിരിക്കാൻ ഹേമന്ത് നന്നേ പാടുപെട്ടു. 5 വയസ്സിന് ശേഷം അനാഥയായ എനിക്ക് ആകെയുണ്ടായിരുന്ന കൂട്ടുകാരിയായിരുന്നു രശ്മി. ജനിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അവൾ അനാഥാലയത്തിലെത്തിയത്. അതായത് ഞാൻ എത്തുന്നതിന് 5 കൊല്ലം മുന്നേ. അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ ചേർന്നതും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ദൂരം കൂടുതലായതിനാൽ ഞങ്ങൾ ചെറുപ്പുളശ്ശേരിയിൽ ഒരു വീട് വാടകയ്ക്കെടുത്തു. പാർട്ട് ടൈമായിട്ട് ജോലികൾ ചെയ്താണ് ഞങ്ങൾ പഠിച്ചിരുന്നത്. അനാഥരായതുകൊണ്ട് ഞങ്ങളുടെ വീക്കെൻഡ്സ് എപ്പോഴും സെന്റ് ജോർജ് ഓഫനേജിലായിരുന്നു. അവിടുത്തെ ഫാദർ ഡൊമിനിക്കുമായി ഞങ്ങൾക്ക് നല്ല ബന്ധമായിരുന്നു. 3-4 മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഒരു ചേച്ചി ഞങ്ങൾ വരുന്നത് പോലെ തന്നെ എല്ലാ വീക്കെൻഡ്സിലും അവിടെ വരാറുണ്ടായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് കയറി അങ്ങ് പരിചയപ്പെട്ടു. അവിടെ അടുത്തൊരു സ്കൂളിൽ ടീച്ചറായിരുന്നു ആരതി. പിന്നീട് ഞങ്ങൾ ശരിക്കും കൂട്ടായി. എനിക്ക് സ്വന്തം ചേച്ചിയോടുള്ളതുപോലെ തന്നെ അടുപ്പമായിരുന്നു. എന്നോട് തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു. ചേച്ചി ഒരാളുമായിട്ട് പ്രേമത്തിലായിരുന്നു. അയാളുമായി ഞങ്ങൾക്ക് നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. അങ്ങനെ സ്നേഹത്തോടെ 2 വർഷം കടന്നുപോയി. എൻ്റെ പല നല്ല ശീലങ്ങൾക്കും കാരണം ചേച്ചിയായിരുന്നു. സന്ധ്യയ്ക്ക് മുടങ്ങാതെയുള്ള പ്രാർത്ഥന, എല്ലാ ആഴ്ചയിലും മുടങ്ങാതെയുള്ള അമ്പല ദർശനം, അങ്ങനെ പലതും. കാര്യങ്ങൾ മാറി മറിയുന്നത് 2013 ഓണാവധി കഴിഞ്ഞ് ക്ലാസ് തുറന്നപ്പോഴാണ്. ചേച്ചിയുടെ ക്ലാസ്സിൽ പലപ്പോഴും നടക്കാറുള്ള ബാഗ് പരിശോധനയിൽ ഒരു കുട്ടിയുടെ ബാഗിൽ നിന്നും ഒരു പൊതി പിടിച്ചെടുത്തു. കഞ്ചാവായിരുന്നു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ അവൻ പതിവായി ഈ പൊതി പലയിടത്തും കൊണ്ടുപോയി കൊടുക്കാറുണ്ടെന്ന് സമ്മതിച്ചു. ഞങ്ങളുടെ രണ്ടുപേരുടെയും വാക്കുകളും മറികടന്ന് ചേച്ചി അത് കേസാക്കാൻ തീരുമാനിച്ചു. ഒത്തിരി ഭീഷണികളൊക്കെ വന്നെങ്കിലും ചേച്ചി അതിലൊന്നും വീണില്ല. കേസുമായി മുന്നോട്ട് തന്നെ പോയി. സെന്റ് ജോർജ് ഓഫനേജിലെ ഫാദർ ഡൊമിനിക്കിന്റെ 70ാം പിറന്നാളായിരുന്നു 2013 സെപ്റ്റംബർ 8-ാം തീയതി. അന്ന് അവിടെ വെച്ച് പിരിയുമ്പോൾ ചേച്ചിയോട് സൂക്ഷിക്കാൻ ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഞാൻ ചേച്ചിയെ കാണുന്നത് 19-ാം തീയതി രാത്രി 8 മണി കഴിഞ്ഞാണ്.
ഞങ്ങളുടെ വീട്ടിലേക്ക് ഓടിക്കയറി വന്നതാണ് ചേച്ചി. കീറിപ്പറഞ്ഞ ചുരിദാറും ദേഹത്തും മുഖത്തും മുഴുവൻ മുറിവുകളുമായി കയറി വന്ന ചേച്ചി വളരെയധികം ഭയപ്പെട്ടിരുന്നു. പാലക്കാട് ബസ് കാത്തു നിന്ന ചേച്ചിയെ ആരൊക്കെയോ ചേർന്ന് തട്ടിക്കൊണ്ടുപോയി ഒരു ഗസ്റ്റ് ഹൗസിൽ കൊണ്ടു ചെന്നാക്കി. 3 ചെറുപ്പക്കാർ ചേർന്ന് 4 ദിവസത്തോളം ചേച്ചിയെ പീഡിപ്പിച്ചിരുന്നു. അന്ന് രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്ന ചേച്ചി എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. പിറ്റേന്ന് ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ എത്തിയപ്പോഴേക്കും ചേച്ചിയെ കാണാനില്ലായിരുന്നു. പിന്നെ ഞാൻ ചേച്ചിയെ കാണുന്നത് സബ് ജയിലിൽ വെച്ചാണ്. അന്ന് ചേച്ചി കരഞ്ഞുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു ആ ചാർജ് ചെയ്യപ്പെട്ട കേസിന്റെ പിന്നിലുള്ള സത്യം. പിന്നീട് ചേച്ചിയെ ഞാൻ കണ്ടത് മരണ ദിവസമായിരുന്നു. വൈകിട്ട് കുളിച്ചു കഴിഞ്ഞ് വന്ന് ഞാൻ കണ്ടത് തറയിൽ വീണ് കിടക്കുന്ന രശ്മിയാണ്. എഴുന്നേൽപ്പിച്ചിരുത്തിയ അവളാണ് എന്നോട് പറഞ്ഞത് ആരതി ചേച്ചി ആരൊക്കെയോ ചേർന്ന് പിടിച്ചുകൊണ്ട് പോയിന്ന്. ഞാൻ എൻ്റെ സ്കൂട്ടർ എടുത്ത് അവരുടെ പുറകെ പോയി. അന്ന് പാലക്കാട് ഫാക്ടറിയിൽ എല്ലാവരും ചേർന്ന് എൻ്റെ ചേച്ചിയെ കൊന്ന് കെട്ടിത്തൂക്കിയത് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. പക്ഷേ ഇരുട്ടായത് കാരണം എനിക്കാരുടെയും മുഖം കാണാനായില്ല. പക്ഷേ ഒരാളുടെ മുഖം ഞാൻ വ്യക്തമായി കണ്ടു. സുനിയുടെ. ഞാൻ ഒളിച്ചു നിൽക്കുന്ന ഭാഗത്തേക്ക് വന്ന ശേഷം അവൻ മൊബൈൽ ഫോൺ എടുത്ത് ആരെയോ ഡയൽ ചെയ്തു. ആ വെളിച്ചത്തിലാണ് അവനെ ഞാൻ കണ്ടത്. പക്ഷേ അവൻ പറഞ്ഞത് കേട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ആരതിയെ പിടിച്ചുകൊണ്ടുവന്ന വീട്ടിലെ ആ പെൺകുട്ടിയെ കൂടി കൊല്ലാനായിരുന്നു അത്. ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ഫോണിനായി തിരഞ്ഞു. പക്ഷെ വേഗത്തിലിറങ്ങിയപ്പോൾ അതെടുക്കാൻ മറന്നിരുന്നു. ആരും കാണാതെ തന്നെ അവിടെ നിന്നിറങ്ങിയ ഞാൻ തിരിച്ചു പോകുന്ന വഴിക്ക് ആക്സിഡൻ്റായി. എൻ്റെ കൂട്ടുകാരിയും ചേച്ചിയും അവസാനമായി ഒന്ന് കാണാൻ പോലും കഴിയാതെ ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. മരുന്നും ട്രീറ്റ്മെൻറ്റും ഒക്കെയായി 6-7 മാസം കടന്നുപോയി. അത് കഴിഞ്ഞാണ് ഞാൻ നോർമലായത്. 6 വർഷം കഴിഞ്ഞ് എറണാകുളത്തേക്ക് ഞാൻ വന്ന ശേഷമാണ് സുശാന്തിനെ വീണ്ടും കാണുന്നത്. ഞങ്ങൾ രണ്ടുപേരും അധികം സംസാരിച്ചിട്ടില്ല. കാരണം സംസാരിച്ചു തുടങ്ങിയാൽ ആദ്യം ഓർമ്മ വരുന്നത് ചേച്ചിയായിരിക്കുന്നതുകൊണ്ട്. കൂടെ വർക്ക് ചെയ്യുന്ന ഇരിങ്ങാലക്കുടയിലുള്ള ഒരു കുട്ടിയുടെ കല്യാണത്തിന് പോയിട്ട് വരുമ്പോഴാണ് സുനിയെ ഞാൻ വീണ്ടും കാണുന്നത്. കഴിഞ്ഞ 8-9 മാസത്തെ പ്ലാനിംഗ് ആയിരുന്നു അവൻ്റെ കൊലപാതകം. ബാക്കി കഥാപാത്രങ്ങളെയും കഥയും പറഞ്ഞു തന്നത് അവനാണ്. അവൻ്റെ തല എൻ്റെ ഈ കൈകൊണ്ട് അറുത്തെടുക്കുമ്പോൾ ഒരു നെല്ലിട പോലും എൻ്റെ ഈ കൈകൾ വിറച്ചിട്ടില്ല. അവളുടെ മുഖത്ത് വന്ന രാക്ഷസഭാവം ഹേമന്തിനെ തെല്ലു ഭയപ്പെടുത്തി. ഈ സമയത്ത് ആംബുലൻസ് എത്തി. ഹേമന്ത് അവളെ പിടിച്ച് ആ പാറമേലിരുത്തി. കൈകൾ പിറകിൽ ബന്ധിച്ച ശേഷമാണ് അവളെ ഇരുത്തിയത്. ആംബുലൻസിന്റെ ഡോർ തുറന്ന് രാഹുലിനെയും റോഷനെയും അതിൽ കയറ്റി. കയറിയിരുന്ന റോഷൻ ഹേമന്തിനോട് പറഞ്ഞു, സർ അവിടെ. ഭയനിറഞ്ഞ കണ്ണുകളോടെ പാറമേലേക്ക് നോക്കി നിൽക്കുന്ന റോഷനെയാണ് ഹേമന്ത് കണ്ടത്. അവൻ തിരിഞ്ഞു നോക്കി. പാറമേൽ നിന്ന് ഡാമിലേക്ക് ചാടാൻ തയ്യാറായി നിൽക്കുന്ന രേണുവിനെ കണ്ടു. രേണു നോ! അലറി വിളിച്ചുകൊണ്ടാണ് ഹേമന്ത് ഓടിക്കയറി വന്നത്. രേണു തിരിഞ്ഞ് ഹേമന്തിനെ നോക്കി തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, താങ്ക്സ് ഹേമന്ത്, താങ്ക്സ് ഫോർ എവറിഥിങ്, ബട്ട് ഐ ആം ഗോയിങ് ടു മിസ് യു. അവൾ പുറകിലേക്ക് മെല്ലെ മറഞ്ഞു. ഓടിവന്ന ഹേമന്തിന്റെ കൈ എത്തുന്നതിന് മുന്നേ അവൾ താഴേക്ക് വീണിരുന്നു. പുറകെ ചാടാനായി ശ്രമിച്ച ഹേമന്തിനെ വട്ടം പിടിച്ചു മാറ്റിക്കൊണ്ട് റോഷൻ പറഞ്ഞു, 80 അടി താഴ്ചയുണ്ട് സാർ ഇവിടെ. അവർ നോക്കി നിൽക്കെ വെള്ളത്തിലെ ഓളങ്ങൾ പതിയെ ശാന്തമാകാൻ തുടങ്ങി. തന്റെ മുന്നിലിരുന്ന് കണ്ണീർ വാർക്കുന്ന ഹേമന്തിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു കമ്മീഷണർ. കമോൺ ഹേമന്ത്, എന്താ ഇത്? ഐ എം ഓൾ റൈറ്റ് സർ. കണ്ണു തുടച്ചുകൊണ്ടാണ് ഹേമന്ത് അത് പറഞ്ഞത്. 2 ദിവസം കഴിഞ്ഞിട്ടും രേണുകയുടെ ബോഡി കിട്ടിയില്ലല്ലോ. കമ്മീഷണർ ഒരു സംശയ രൂപേണയാണ് അത് ചോദിച്ചത്. അത് സർ, അന്ന് ഡാമിന്റെ 3 ഷട്ടറും തുറന്നിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ഒഴുക്കുണ്ടായിരുന്നു, അതായിരിക്കാം. എനിവേ ലീവ് ഇറ്റ്. പിന്നെ രാഹുലിന്റെ എന്തായി കാര്യങ്ങൾ? ഹീസ് ഓക്കെ നൗ. ഡിസ്ചാർജ് ആവാൻ ഇനിയും 10-15 ദിവസം എടുക്കും. റോഷൻ ഓക്കെയാണ്. ഞാൻ റോഷന് ഒരാഴ്ചത്തെ ലീവ് കൊടുത്തിട്ടുണ്ട്. ആ, പിന്നെ അത് മറന്നു. മേശപ്പുറത്തിരുന്ന ഒരു എൻവലപ്പ് എടുത്തു കൊടുത്തുകൊണ്ടാണ് കമ്മീഷൻ പറഞ്ഞത്. ഹേമന്ത് അത് പൊട്ടിച്ച് വായിച്ചു. കമ്മീഷൻ തുടർന്നു. അടുത്ത തിങ്കളാഴ്ച ചാർജ് എടുക്കണം. വയനാട്. പ്ലാന്റർ അവറാച്ചൻ്റെയും കുടുംബത്തിൻ്റെയും കൂട്ടാത്മഹത്യയിൽ ബന്ധുക്കൾക്ക് സംശയം. ഏതെങ്കിലും ഹയർ ഒഫീഷ്യൽസ് അന്വേഷിക്കണമെന്ന്. ഞാനാണ് തൻ്റെ പേര് സജസ്റ്റ് ചെയ്തത്. എന്താ ഹേമന്ത്? ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്തുകൊണ്ട് ഹേമന്ത് പറഞ്ഞു. വിത്ത് പ്ലഷർ സർ. എന്നിട്ട് അയാൾ തിരിഞ്ഞു നടന്ന ശേഷം പറഞ്ഞു, സർ ഞാനൊരു കാര്യം മറന്നു. ദുർഗ. ഷി വിൽ ബി ഫൈൻ. എൻക്വയറി ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ കയ്യിൽ സംഭവിച്ച മുഴുവൻ കാര്യങ്ങൾക്കുമുള്ള തെളിവുണ്ടല്ലോ. വീഡിയോ ഫുട്ടേജ്. സോ ഡോൺ വറി. കമ്മീഷണർ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഹേമന്ത് പുറത്തേക്ക് നടന്നുപോയി. കണ്ണിൽ നിന്ന് മറയുന്നത് വരെ ഹേമന്തിനെ അയാൾ നോക്കി നിന്നു. പുറത്തേക്ക് നടക്കുമ്പോഴും ഹേമന്തിന്റെ മനസ്സ് മുഴുവൻ രേണുവായിരുന്നു. 1.5 മാസം കഴിഞ്ഞ് ഒരു പ്രഭാതം. അലാറം ഓഫ് ചെയ്തിട്ടും കട്ടിൽ നിന്ന് മടിയോടെയാണ് ഹേമന്ത് എണീറ്റത്. ഉറക്കം മതിയാവാത്ത പോലെ. ബെഡിന്റെ സൈഡിൽ വെച്ചിരുന്ന കുപ്പി തുറന്ന് വെള്ളം കുടിച്ചുകൊണ്ട് അയാൾ വന്ന് TV ഓണാക്കി. ന്യൂസ് ചാനൽ വെച്ചിട്ട് തന്റെ പതിവ് എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. ന്യൂസ് ചാനലിൽ 7 മണി വാർത്ത വായിക്കുകയായിരുന്നു സന്ധ്യ. കോയമ്പത്തൂർ സേലം ഹൈവേയിൽ ഇന്നലെ നടന്ന കാർ അപകടത്തിൽ
ഫിനാൻസ് മിനിസ്റ്ററുടെ മകൻ രാഹുൽ ശിവപ്രസാദ് മരണമടഞ്ഞു. 30 വയസ്സായിരുന്നു. ഹേമന്ത് വേഗം വന്ന് ശബ്ദം കൂട്ടിവെച്ച ശേഷം കസേരയിലിരുന്നു. കൊച്ചിയിലെ തുടർ കൊലപാതക പരമ്പരയിൽ നിന്നും പോലീസ് രക്ഷപ്പെടുത്തിയ അവസാന ഇരയായിരുന്നു രാഹുൽ. അതിനുശേഷം 49 ദിവസം പിന്നിടുമ്പോൾ നടന്ന ഈ അപകടം ആസൂത്രിതമാണോ എന്ന് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ആശങ്കപ്പെടുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ പ്രതിനിധി സുധീഷ് ചേരുന്നു. ടിവിയിൽ ന്യൂസ് കേട്ടുകൊണ്ടിരുന്ന ഹേമന്ത് മുകളിലെ ഭിത്തിയിലേക്ക് നോക്കി. ചിരിച്ചുകൊണ്ടിരിക്കുന്ന രേണുവിന്റെ ഒരു ഫോട്ടോ അവിടെ മാലയിട്ട് സൂക്ഷിച്ചിരുന്നു. തന്റെ കണ്ണിൽ നിന്നും അടർന്നു വീണ കണ്ണുനീർ തുള്ളി തുടച്ചുകൊണ്ട് ഹേമന്ത് മനസ്സിൽ പറഞ്ഞു, ഇതെന്റെ രേണുവിനായി. ഡിയർ ഫ്രണ്ട്സ്, ഈ കഥയുടെ അവസാനിച്ചു. കൂടുതൽ കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. കഥ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബായ്.